everyone, welcome back to Xylem, welcome back to the world of English. Actually, ഇന്ന് നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഈ ദിവസം കാണുന്നത്. കാരണം രാവിലെ നമ്മൾ അടിപൊളിയായിട്ട് 7 പ്രോസ് 7 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടാണ് ഈ ദിവസം ആരംഭിച്ചത്. ആൻഡ് ഇന്ന് രണ്ടാമത്തെ സെഷനാണ്. ആൻഡ് എന്താണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കമന്റ് ബോക്സിൽ പറയൂ, എന്താണ് വാട്ട് ആർ വി ഗോയിങ് ടു ഡിസ്കസ് ടുഡേ? അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ആൻഡ് കുറച്ച് ഞാനൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്, ഐ എം സോറി. കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് കാരണമാണ്. നമ്മളതൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ബാക്ക് ഓൺലൈൻ അഗെയിൻ ആൻഡ് ഐ വോണ്ട് യു പീപ്പിൾ ടു ഷെയർ ദിസ് ലൈവ് ടു മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട് സർക്കിളിലേക്കും നിങ്ങൾ ഈ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോംസ് ആണ്. എല്ലാ പോംസും ആണ്, ഓൾ പോംസ് ആണ്. കാരണം നമ്മൾ ഇന്ന് രാവിലത്തെ ലൈവിൽ 7 പ്രോസ് പഠിച്ചു. ആൻഡ് ഇന്നത്തെ ഒരൊറ്റ ലൈവിൽ ഒരു 3 മണിക്കൂർ മാക്സിമം ഈ ലൈവിൽ നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? 5 പോംസ് പഠിക്കാൻ പോവാണ്. പ്രധാനപ്പെട്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ പോംസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവുകയാണ്. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പോംസും ലൈൻ ബൈ ലൈൻ ആയി പോവും. കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പോവും. വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും വി വിൽ ടാക്കിൾ. ഓക്കെ, നമ്മൾ കൃത്യമായി ടാക്കിൾ ചെയ്താണ് പോവുക. ആൻഡ് നിങ്ങൾ എനിക്ക് തന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നത്തെ ലൈവിൽ 10K സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ആ പ്രോമിസ് ഒക്കെ നിങ്ങളോട് മറന്നുപോയിട്ടുണ്ട് എന്നെനിക്കറിയാം, എന്നാൽ എന്നോട് മറന്നു പോയിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം, മാക്സിമം ആളുകളിലേക്ക്. ഓക്കെ, റെഡിയാണോ? നാച്ച് സർ, ഹായ് സർ, ഹൗ ആർ യു? അടിപൊളിയായിട്ടിരിക്കുന്നോ? മലരെ നിന്നെ കാണാതിരുന്നാൽ. ആഹാ, ഗംഭീരമായ പാട്ട്, അടിപൊളി. ഓക്കെ, നല്ല സന്ദർഭം. ഓക്കെ, അപ്രോപ്രിയേറ്റ്, റൈറ്റ്. സോ എന്ത് ചെയ്യാം? മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യാം. വേറെ സംസാരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാം? ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ബാക്കി അവിടെ ഇവിടെയും, ആ സ്കൂളിലും ഈ സ്കൂളിലും, ഇനി നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലും ഒക്കെ +1 പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ഓടി വരാൻ വേണ്ടി പറയാം. ഓക്കെ, ഞാൻ കാണുന്നില്ല ലൈവ് കൊണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എന്ത് ചെയ്യുക? ഷെയർ. റെഡി. ഓക്കെ, ഇതൊന്നും പോരാ ലൈവ് കൗണ്ട്. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ലൈവ് കൗണ്ട് മതിയോ? പോരാ. ഞങ്ങൾ നിങ്ങളോട് ആകെ ചോദിക്കുന്ന കാര്യം എന്താണ്? മാക്സിമം ആളുകളിലേക്ക് ഈ Xylem എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് നിങ്ങൾ എത്തിക്കണം. കാരണം എല്ലാ കാലത്തും Xylemത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ പവർ. നിങ്ങളാണ് മാക്സിമം ആളുകളിലേക്ക് ഈ Xylem എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിനെ, ഈ ക്ലാസ്സുകളെ, ഈ ടീച്ചേഴ്സിനൊക്കെ എത്തിക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. എത്ര പേര് ഷെയർ ചെയ്തു? ഞാനൊന്ന് കേൾക്കട്ടെ. യെസ്, ഗുഡ് ഈവനിങ് എവരിബഡി, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഒക്കെ കിട്ടും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ വാട്സപ്പിലായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ അവിടെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നമ്മളൊരു 3000 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരെയൊക്കെ പിന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് ഏത് പോംസ്? 5 പോംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള 5 പോംസ്? റെഡി. ഒന്ന് ഏതാണ്? ഒന്ന് ഇഫ് ആണ്. മറ്റൊരു പോം ഏതാണ്? ഡെത്ത് ദ ലെവലർ ആണ് അല്ലേ? ഡെത്ത് ദ ലെവലർ. ദെൻ അടുത്ത പോം ഏതാണ്? ദ സൺറൈസ് ഓൺ ദ ഹിൽസ്. ദ സൺറൈസ് ഓൺ ദ ഹിൽസ്. ലോങ് ഫെലോ എഴുതിയ ദ സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ്. അടുത്ത പോം ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. പിന്നെയുള്ളതാണ് ടു സ്ലീപ്പ്. ഒരു ചെറിയ പോമാണ്, ഒരു സോണറ്റ് ആണ്, 14 ലൈൻസ് ആണ്. സോ ഇഫ്, ഡെത്ത് ദ ലെവലർ, ദ സൺറൈസ് ഓൺ ദ ഹിൽസ്, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, ടു സ്ലീപ്പ്. സോ ഈ 5 പോംസ് ആണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അടിപൊളിയായിട്ടിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. രാവിലെ നിങ്ങൾ സ്റ്റേറ്റസ് ഷെയർ ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ, ലിങ്ക് ഷെയർ ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ ഒക്കെ എന്ത് ചെയ്തോളൂ? ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? അപ്ലോഡ് ചെയ്തോളൂ. റെഡി. ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. ഇതിൻ്റെ സെയിം പോസ് ആണല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു സിമ്പിൾ പോസ് ആണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ കുറച്ച് കനം BGM എന്തെങ്കിലും കയറ്റിയിട്ട് അല്ലേ? കേൾക്കുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരണം. അങ്ങനെ എന്തെങ്കിലും BGM ഒക്കെ കയറ്റിയിട്ട് എന്ത് ചെയ്യുക? മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും റീമെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, റെഡി? യു ക്യാൻ ടേക്ക് എ ഫോട്ടോ റൈറ്റ് നൗ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി വലിയ തള്ളൊന്നുമില്ല, നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ പ്രധാനപ്പെട്ട പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ആൻഡ് വീണ്ടും എനിക്ക് വലിയ സങ്കടമുണ്ട്. യെസ്, ഞങ്ങൾ ഷെയർ ചെയ്താൽ പൈസ കിട്ടും.
ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, ഞങ്ങൾ ഷെയർ ചെയ്താൽ പൈസ കിട്ടുന്നത് നിങ്ങൾക്കല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, സൈലത്തിൻ്റെ ഏത് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആഡ് ഉണ്ടാവില്ല, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല. ഉണ്ടാവുമോ? വേറെ പല എന്താ പറയുക ഓൺലൈൻ ചാനലുകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ഉണ്ടാവും, പക്ഷെ നമുക്കത് ആഡ് ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിത് മോണിറ്റൈസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ₹1 പോലും ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് സ്റ്റഡീസിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ഏത് ചാനലോ നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. പക്ഷേ സൈലം ₹1 പോലും യൂട്യൂബിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മോണിറ്റൈസ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഞങ്ങൾ മാക്സിമം ആളുകളിലേക്ക് സൈലം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ബ്രാൻഡിംഗ് ആണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ നൽകിക്കൊണ്ടാണ് അത് നടത്തുന്നത് എന്ന നല്ല ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വെറും ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി ചുമ്മാ എന്തെങ്കിലും ഒരു ഷോ കാണിച്ച്, ചുമ്മാ എന്തെങ്കിലും ഒരു ഗിമ്മിക്സ് കാണിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ കൂടില്ലായിരുന്നു, അല്ലേടാ? സൈലം ആർമി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, സൈലം ഫാൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരാളുടെ ഒരു മെസ്സേജ് കൊണ്ടൊന്നും നമ്മളെ അവർക്കൊന്നും തളർത്താൻ പറ്റില്ല. നമ്മൾ ഗംഭീരമായി മുന്നോട്ട് പോകും. സോ റെഡി ആണെങ്കിൽ ഒരു കുഞ്ഞ് നാച്ചു സ്മൈലി കമന്റ് ബോക്സിൽ ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, റെഡിയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പതുക്കെ ക്ലാസ്സിലേക്ക് പോവാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി ആയിട്ടിരുന്നോളൂ. ഓക്കെ, യെസ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇത്രയും പോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മൾ 3000 ആയിട്ടുണ്ട്. 3000 വി ഹാവ് ക്രോസ് ആൻഡ് മോർ ടു ക്രോസ്. യെസ്, നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം എന്ന് പറയുന്നത് ഇഫ് ആണ്. ഓക്കെ, ആരാണ് ഇഫ് എഴുതിയത്? ഇഫ് ഇസ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ ദ ബ്രിട്ടീഷ് പോയറ്റ് റെഡ്യാർഡ് കിപ്ലിംഗ്. അല്ലേ? റെഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പോയറ്റ്, നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള റെഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പോയറ്റ് എഴുതിയിട്ടുള്ള ഇഫ് എന്ന് പറഞ്ഞ വളരെ ചെറിയ ടൈറ്റിലുള്ള എന്നൊരു വലിയ പോമാണ് ഇഫ് എന്ന് പറയുന്നത്. ആൻഡ് പരീക്ഷയ്ക്ക് പലതരത്തിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഈ മോഡൽ എക്സാമിന് ഡയറക്റ്റ് നിങ്ങൾ ഈ പോം വായിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലൈൻസ് ഒന്നും തരാതെ ഡയറക്റ്റ് ആയിട്ട് എന്തിട്ടുണ്ട് ചോദ്യം തന്നിട്ടുണ്ട്. ലൈൻസ് തന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി മൊത്തം പോകത്തിന് റിവ്യൂ ചോദിക്കാറുണ്ട്. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇൻ ഓർഡർ ടു ടാക്കിൾ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് വി നീഡ് ടു go through the poem in detail. So that is exactly what I am going to do today. Okay, so be Mr. Kipling, yeah, Rudyard Kipling, okay, Rudyard Kipling, okay, Rudyard alla, it's Rudyard Kipling, okay, ready, adivali. So makkale ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഉറപ്പായിട്ടും എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഇത് എത്തിക്കണം. നമുക്ക് 5K ഇപ്പം തന്നെ ക്രോസ് ചെയ്യണം. ഇന്ന് രാവിലെ നമ്മൾ പുഷ്പം പോലെ 5K ക്രോസ് ചെയ്തതാണ്. സോ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറൊക്കെ കടന്ന് നമ്മളൊരു 10K ഒക്കെ ഇന്ന് ക്രോസ് ചെയ്യണം. അതൊക്കെ നിങ്ങളെ കൊണ്ട് വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിനിടയ്ക്ക് വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു അല്ലേ, ഞങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്കല്ലേ പൈസ കിട്ടുന്നത്. നല്ല ചോദ്യമാണത്. സോ ഈ ക്ലാസ് എടുക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണ്, പരീക്ഷ എഴുതുന്നതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണ്, പരീക്ഷ എഴുതുന്നത് ഞങ്ങളാണ്, അല്ലേ? സന്തോഷമായി എന്തായാലും. സോ ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, ഈ പോത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഇതൊരു ഡൈഡാക്റ്റിക് പോമാണ്. ഇറ്റ്സ് എ ഡൈഡാക്റ്റിക് പോം. നിങ്ങൾ ആ വേർഡ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, ചുമ്മാ മനസ്സിൽ വെച്ചാൽ മതി. ഡൈഡാക്റ്റിക് പോം. എന്താണ് ഡൈഡാക്റ്റിക് പോം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, എ പോം ദാറ്റ് എയിംസ് ടു ഇൻസ്ട്രക്ട് ദ റീഡർ ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്റർ. ഒരു പ്രത്യേക സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് റീഡറിനെ, വായനക്കാരനെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന, പഠിപ്പിക്കുന്ന, നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പോത്തെയാണ് നമ്മൾ ഡൈഡാക്റ്റിക് പോം എന്ന് വിളിക്കുന്നത്. സോ ഈ പോത്തിൽ, ഇഫ് എന്ന് പറഞ്ഞ പോത്തിൽ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്രിസിയേഷൻ പഠിക്കണം. എല്ലാ പോത്തിനെയും പഠിക്കേണ്ട, ഇതിൻ്റെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നമ്മളത് പഠിക്കും കേട്ടോ. ഓക്കെ, ശരി. ഹൗ ടു ബി എ പെർഫെക്റ്റ് മാൻ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാവുക എന്നുള്ളത് പഠിപ്പിക്കുന്ന പോമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പോത്തെ എന്ത് വിളിക്കാം? ഡൈഡാക്റ്റിക് പോം എന്ന് വിളിക്കാം. ഇനിയോ ദ സെൻട്രൽ തീം ഓഫ് ദ പോം. ഈ പോത്തിന്റെ കേന്ദ്ര ആശയം, സെൻട്രൽ തീം ഓഫ് ദ പോം എന്താണ്? ദ ക്വാളിറ്റീസ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഷുഡ് പൊസസ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ആൻഡ് വെനെവർ ഐ എം സേയിങ് പെർഫെക്റ്റ് മാൻ, ടേക്ക് ഇറ്റ് ഇൻ എ ജെൻഡർ ന്യൂട്രൽ സെൻസ്. അതായത് ഇവിടെ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയ ആണെന്നുള്ളതല്ല, പെർഫെക്റ്റ് ആയ മനുഷ്യൻ എന്നുള്ളതാണ്. അതുകൊണ്ട് മാൻ എന്ന് പറയുമ്പോൾ അതൊരു ജെൻഡർ ന്യൂട്രൽ വേർഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. സോ ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഈസ് ദ ക്വാളിറ്റീസ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഷുഡ് പൊസസ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറണമെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പൊസസ് ചെയ്യേണ്ട, അവൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ്. സർ നാച്ചു സാർ ഹായ് തരുമോ? ഹായ് 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 ഹായ്
ഹായ് നൈറ്റ് ലവർ. നാച്ചു സാർ ഹായ് തന്നാൽ ഞാൻ പഠിക്കൂ. പോയി പഠിക്കടാ, നന്നാവടാ. ഓക്കെ, ശരി. സോ നോക്കൂ, ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഇസ് ദ ക്വാളിറ്റീസ് ദാറ്റ് എ മാൻ ഷുഡ് പൊസസ് or a human being should possess to become a perfect man. ഇനിയോ, the poem is in the form of instructions given by a father to his child. സോ ഇവിടെ ഒരു ഫാദറും ഉണ്ട്, ഒരു ചൈൽഡും ഉണ്ട്. എന്നാൽ ഫാദർ എന്ന് പറയുന്നത് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പ്രസൻസ് മാത്രമാണ്. ചൈൽഡ് ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഇതൊരു മോണോലോഗാണ് അല്ലേ. ഇവിടെ ആര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ? ഫാദർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം സംസാരിക്കുന്നുണ്ട്. നമുക്കതിനെ എന്ത് വിളിക്കാം? നമുക്കതിനെ മോണോലോഗ് എന്ന് വിളിക്കാം. സോ ഇതൊരു മോണോലോഗിൻ്റെ ഫോമിലാണ് എന്ന് മക്കൾ ഓർമ്മിച്ച് വെക്കാം. മോണോലോഗിൻ്റെ ഫോമിലാണെന്ന് ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഈ ഒരു സ്ലൈഡ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എനിക്കൊരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ തരണം. ദാറ്റ് മീൻസ് ഈ സ്ലൈഡ് ക്ലിയർ ആണ്, ഈ സ്ലൈഡ് ഓക്കെ ആണ്, ഈ സ്ലൈഡ് സെറ്റാണ് എന്ന് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ബോക്സിൽ തരാം. ഓക്കെ, റെഡി. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? പോത്തിലേക്ക് പോവാണ്. നമുക്ക് എത്ര സ്റ്റാൻസ ഉണ്ട്? സ്റ്റാൻസ 1, 2 and 3 അല്ലേ? 4, 4 സ്റ്റാൻസ്, 3 സ്റ്റാൻസ് ഇതിലല്ല, 4 സ്റ്റാൻസാസ് ആണുള്ളത്. ഓക്കെ, ഓരോ സ്റ്റാൻസിലും എത്ര വരിയുണ്ട്? 8 വരികളുണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 വരികളുണ്ട്. സോ നമുക്ക് നോക്കാം ഓരോ സ്റ്റാൻസയിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നോക്കാം. ഡൺ? യെസ്, താങ്ക് യു എവരിബഡി. ഓക്കെ, ആൻഡ് വീണ്ടും പറയുന്നു, ഡു ഷെയർ ദിസ് ലിങ്ക് മാക്സിമം. പരമാവധി ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഈ പോം തുടങ്ങുന്നത്. എങ്ങനെയാണ്? ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് I'm sorry, that's not the beginning. Yes. If you can keep your head when all about you are losing theirs and blaming it on you. അച്ഛൻ മകനോട് പറയുന്നത് പോലെയാണ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. എന്താവാൻ വേണ്ടി? നിങ്ങളൊരു പെർഫെക്റ്റ് മാൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളൊരു പെർഫെക്റ്റ് ഈസി. ഓക്കെ, ആൻഡ് എന്താണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ? ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്. കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തല സൂക്ഷിക്കുക എന്നാണോ? അല്ല സാർ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. എന്താണ് കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ ഹെഡ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമായിട്ടിരിക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നാണ്. എന്താണ്? കാമായിട്ടിരിക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നാണ്. സോ ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാമായിരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ശാന്തനായിരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പേഷ്യൻ്റായി ക്ഷമയുള്ളവനായിരിക്കാൻ പറ്റുമെങ്കിൽ, എപ്പോ വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ്. വെൻ ഓൾ അബൌട്ട് യു എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ പഠിക്കാം? വെൻ ഓൾ അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ലൂസിങ് ദേഴ്സ്. ലൂസിങ് ദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടേത് നഷ്ടപ്പെടുമ്പോൾ എന്നാണ്. അവരുടേത് നഷ്ടപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ അല്ലെങ്കിൽ കാം ആൻഡ് കമ്പോഷൻ നഷ്ടപ്പെടുന്ന സമയത്ത്, അവരുടെ പേഷ്യൻസ് നഷ്ടപ്പെടുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ വിരളി പിടിച്ച, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രക്ഷുബ്ധരായിട്ട് നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, അവരൊക്കെ നിന്നെ എന്ത് ചെയ്യുന്ന സമയത്ത്? ബ്ലെയിം ചെയ്യുന്ന സമയത്ത്, നിന്നെ കുറ്റം പറയുന്ന സമയത്തും നിനക്ക് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ എന്നേ പറയുന്നുള്ളൂ. എന്താണെന്ന് അവസാനേ പറയുന്നുള്ളൂ? പറ്റുമെങ്കിൽ, ഇഫ്, ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ 2 വരി സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് സെറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അതൊക്കെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാവാതെ പോകരുത്. അപ്പോൾ അച്ഛൻ മകനോട്, ഇതാരാണ്? യു എന്ന് പറഞ്ഞാൽ സണ്ണാണ്. അപ്പോൾ ഹൂ ഇസ് ദ സ്പീക്കർ ഓഫ് ദ പോം? ഹൂ ഇസ് ദ ഇമാജിനറി സ്പീക്കർ ഓഫ് ദ പോം? A father who is instructing his son to be a perfect man. അപ്പോൾ if you can keep your head when all about you are losing this, നിനക്ക് ചുറ്റുമുള്ള ആളുകളുടെ കാമൻ കമ്പോഷർ നഷ്ടപ്പെടുന്ന സമയത്തും നിനക്ക് നിന്റെ കാമൻ കമ്പോഷർ അല്ലെ, നിന്റെ ഹെഡ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ എന്താ പറയുക, വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, അവരിങ്ങനെ കാമൻ കമ്പോഷൻ, അവരുടെ ശാന്തത നഷ്ടപ്പെട്ട് അവർ നിന്നെ കുറ്റം പറയുന്ന സമയത്തും ബ്ലെയിം ചെയ്യുന്ന സമയത്തും നിനക്ക് നിന്റെ കാമൻ കമ്പോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓക്കെ, സെറ്റാണ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, അടുത്തതാണ് കേട്ടോ, ശ്രദ്ധിച്ചോളേ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. എല്ലാ ആളുകളും, ഓൾ മെൻ അല്ലെ, എല്ലാ മനുഷ്യരും നിന്നെ ഡൗട്ട് ചെയ്യുന്ന സമയത്തും നിന്നെ സംശയിക്കുന്ന സമയത്തും നിനക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, when everybody around you is doubting your capabilities, when everybody around you is asking questions about your potentials, you should be
ട്രസ്റ്റിംഗ് യുവർ ഓർ യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. നീ നിന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെ നീ നിൻ്റെ കഴിവുകളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് നിൻ്റെ പൊട്ടൻഷ്യൽസിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവിടെയും എങ്കിലെന്ന് പറയുന്നതിനുള്ള അവസാനമാണ് എന്താന്ന് പറയുന്നത്. ബട്ട് മേക്ക് അലവൻസസ് ഫോർ ദ ഡൗട്ടിങ് ടു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. മേക്ക് അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡർ എന്നാണ്. അതായത് ആളുകൾ നിനക്കൊരു കഴിവുമില്ല, വെൻ പീപ്പിൾ ആർ ഡൗട്ടിങ് യുവർ പൊട്ടൻഷ്യൽസ്, വെൻ പീപ്പിൾ ആർ ബ്ലെയിമിങ് യു, വെൻ പീപ്പിൾ ആർ ഡൗട്ടിങ് യുവർ എബിലിറ്റീസ്, നിന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പക്ഷേ അവരുടെ ഡൗട്ടിന്, അല്ലേ, അവരുടെ ഡൗട്ടിനെ നീ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യുകൂടെ വേണം. മേക്ക് അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡർ ചെയ്യണം. അതായത് അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് യു ഷുഡ് കൺസിഡർ ദ ഡൗട്ട്സ്. Because if there is something, there has to be addressed. It has to be addressed. അതായത് അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ശരിയായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് റെക്ടിഫൈ ചെയ്യാൻ, അത് ചേഞ്ച് ചെയ്യാൻ, അവിടെ മാറ്റം വരുത്താൻ നീ തയ്യാറാവണം. You have to trust yourself. You have to trust yourself. You have to trust your potentials. You have to trust your abilities. But at the same time, you have to consider you have to consider others' doubts as well. ഞാനെല്ലാം സൂപ്പറാണ്, ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം ഞാൻ അടിപൊളിയാണ്, പക്ഷെ അവരെന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ആ ഡൗട്ടിന് നീ കൺസിഡർ ചെയ്യും കൂടെ വേണം. ഓക്കെ, ഇനി നോക്കൂ. If you can wait and not be tired by waiting. ഇഫ് യു ക്യാൻ വെയിറ്റ്, നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാത്തിരിക്കാൻ പറ്റണം. പക്ഷേ ഒരിക്കലും ആ കാത്തിരിപ്പ് നിന്നെ എന്ത് ചെയ്യരുത്? തളർത്തരുത്. നമുക്കറിയാം, അല്ലേ, നമുക്കറിയാവുന്നൊരു കാര്യമാണ് എന്ത്? ഓൾ ഗുഡ് തിങ്സ് ടേക്ക് ടൈം. So be patient and enjoy the process of waiting. So ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. If you can wait and not be tired by waiting. നല്ല കാര്യങ്ങൾ, ഗംഭീരമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് സമയം ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ, വെയിറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ആ വെയിറ്റിംഗ്, ആ കാത്തിരിപ്പ് ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യരുത്? ടയേർഡ് ആക്കരുത്, എക്സോസ്റ്റഡ് ആക്കരുത്, ഡിസ്ഹാർട്ടൻഡ് ആക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റണം? കാത്തിരിക്കാൻ പറ്റണം, അല്ലേ? ഇപ്പോഴും ഈ കൂട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഫാൻസ് ഇല്ലേ? RCB ഫാൻസ് ഇല്ലേ? RCB ഫാൻസൊക്കെ ഒരു, അല്ലേ, ഈ സാല കപ്പ് നമ്മൾ എത്ര കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമുക്ക് നാളെ കിട്ടുന്ന ഉറപ്പുണ്ടായിട്ടാണോ? അല്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെയിറ്റ് ചെയ്യും, നമ്മളിങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കാത്തിരിപ്പിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ ടയേർഡ് ആവരുത്. നല്ല കാര്യങ്ങൾ സമയമെടുക്കും. സോ എൻജോയ് ദ പ്രോസസ് ഓഫ് വെയിറ്റിംഗ്. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്. ശ്രദ്ധിച്ചോളെ, ബീയിങ് ലൈഡ് അബൌട്ട്, നിങ്ങളെക്കുറിച്ച് കളവ് പറയപ്പെട്ടേക്കാം. ബീയിങ് ലൈഡ് അബൌട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കളവ് പറയുന്നതല്ല. ബീയിങ് ലൈഡ് അബൌട്ട്, നിങ്ങൾ കളവ് പറയുന്നതിന് വിധേയമാക്കാം എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്ത് ചെയ്തേക്കാം? കളവ് പറഞ്ഞേക്കാം. ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. പക്ഷേ അങ്ങനെ ആളുകൾ കളവ് പറഞ്ഞാലും ആ കളവുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ലൈസ് കൊണ്ട് നിങ്ങൾ അവരെ നേരിടരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ബീയിങ് ലൈഡ് അബൌട്ട്, കളവുകൾ, നിങ്ങളെ കൊണ്ട് ആളുകൾ കളവ് പറഞ്ഞേക്കാം. ബട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. പക്ഷെ അവരെ എന്ത് ചെയ്യരുത്? കളവ് കൊണ്ട് നേരിടരുത്. ഓർ ബീയിങ് ഹേറ്റഡ്, നിങ്ങൾ ആളുകൾ എന്ത് ചെയ്തേക്കാം? ഹെയ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഹെയ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, നിങ്ങൾ ആളുകളാൽ വെറുക്കപ്പെട്ടേക്കാം. ബട്ട് ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഹെയ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ആളുകളെ എന്ത് ചെയ്യരുത്? ഹെയ്റ്റ് ചെയ്യരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അച്ഛൻ മകനോട് പറയുകയാണ്, പക്ഷെ അപ്പോഴും ഇത്രയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴും, ഇത്രയൊക്കെ പറ്റണമെന്ന് പറയുമെങ്കിലും ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. അല്ലേ? ഒരുപാട് നല്ലതായിട്ടും ഒരുപാട് വയസ്സായിട്ടും വേണ്ട. ഒരുപാട് നല്ലതായിട്ട് നീ എന്ത് ചെയ്യണ്ട? നീ അപ്പിയർ ചെയ്യണ്ട. പിന്നെ ഒരുപാട് വയസ്സായിട്ട് ഒരുപാട് വിവേകശാലിയായിട്ട് നീ എന്ത് ചെയ്യാൻ വേണ്ട? സംസാരിക്കുകയും വേണ്ട. ഇത്രയുമാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഈ സ്റ്റാൻസ നമ്പർ 1 ക്ലിയർ ആണെങ്കിൽ, ഒരുപാട് ശബ്ദം എത്താത്തത് ചെറിയ എന്തോ പ്രശ്നം പറ്റിയതുപോലെ എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഹോൾഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇനിയും ലൈവ്സ് ഉള്ളതാണ്. ഓക്കെ, സ്റ്റാൻസ 1 ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ കേട്ടോളൂ. The father asks his son not to lose his head. അല്ലേ?
ഫാദർ സണ്ണിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നീ നിൻ്റെ ഹെഡ് എന്ത് ചെയ്യരുത്, ഒരിക്കലും നീ നിൻ്റെ ഹെഡ് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കാമൻ കമ്പോഷർ എന്ത് ചെയ്യരുത്, ലൂസ് ചെയ്യരുത്. ഈവൻ വെൻ അതേഴ്സ് അറൗണ്ട് ഹിം ഹാവ് ലോസ്റ്റ് ദസ്, നിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ പോലും നിനക്കത് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. ഹി അഡ്വൈസസ് ഹിം ടു ട്രസ്റ്റ് ഹിംസെൽഫ് വെൻ ഓൾ പീപ്പിൾ ഡൗട്ട് ഹിം, ആളുകളൊക്കെ ഡൗട്ട് ചെയ്യുമ്പോഴും സ്വയം വിശ്വസിക്കാൻ വേണ്ടി അച്ഛൻ പറയുന്നുണ്ട്. ഹി ഷുഡ് വെയിറ്റ് ആൻഡ് ഷുഡിൻ ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ്. അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹം പറയാണ് നീ വെയിറ്റ് ചെയ്യണം, പക്ഷെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിന്നെ എന്ത് ചെയ്യരുത്, ടയേർഡ് ആക്കരുത്. വെൻ പീപ്പിൾ ടെൽ ഹിം ലൈസ് he should not follow their example. People may hate him but should not hate them back. He should not try to look too good or talk too wise. Okay, ശരി. സ്റ്റാൻസ നമ്പർ 2 നോക്കിക്കോളൂ. ഇഫ് യു ക്യാൻ ഡ്രീം, എനിക്ക് പ്രധാനപ്പെട്ട കുറേ വരികളുള്ളതായിട്ട് തോന്നിയത് ഈ സ്റ്റാൻസയിലാണ്, നോക്കിക്കോളെ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നം കാണുന്നത് നല്ലതാണ്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഡ്രീമിങ്. പക്ഷേ ഡ്രീംസ് നിങ്ങൾ എന്ത് ആക്കരുത്, മാസ്റ്റർ ആക്കരുത്. ഡോണ്ട് ലെറ്റ് ഡ്രീംസ് കൺട്രോൾ യു, റാദർ യു നീഡ് ടു വർക്ക്. ഓക്കെ, സോ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ഡ്രീംസ് ആർ ഗുഡ് ബട്ട് ഡോണ്ട് ലെറ്റ് ഡ്രീംസ് കൺട്രോൾ യു. പിന്നെ എന്താ ചെയ്യേണ്ടത്, ആക്ട്. എന്ത് യു ആക്ട് ചെയ്യാണ് വേണ്ടത്, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇഫ് യു ക്യാൻ ഡ്രീം, അല്ലേ, നിനക്ക് സ്വപ്നങ്ങൾ കാണാം, അതിനൊന്നും കുഴപ്പമില്ല. ബട്ട് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നങ്ങളെ നിന്റെ യജമാനനാക്കരുത്, സ്വപ്നങ്ങളെ നിന്നെ കൺട്രോൾ ചെയ്യരുത്. അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആക്ഷൻ ചെയ്യാതെ, പ്രവൃത്തി ചെയ്യാതിരിക്കരുത്. ഇഫ് യു ക്യാൻ തിങ്ക്, ചിന്തിക്കുന്നത് നല്ലതാണ്. ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം, പക്ഷേ നിൻ്റെ എയിം, നിൻ്റെ ലക്ഷ്യം എന്താക്കരുത്, ചിന്ത മാത്രമാക്കരുത്. നിനക്ക് എന്ത് ചെയ്യണം, നിനക്ക് ആക്ട് ചെയ്യണം, വർക്ക് ചെയ്യണം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻസ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ഓക്കെ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ശ്രദ്ധിച്ചോളണം എടാ, വലിയൊരു ഉപദേശമാണ്, നിങ്ങളോടും കൂടിയുള്ള ഉപദേശമാണ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, 2 വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രയംഫ് ആണ്, മറ്റൊന്ന് ഡിസാസ്റ്റർ ആണ്, അല്ലേ. ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി എന്നാണ്, അല്ലേ. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്, വിക്ടറി എന്നാണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ എടുക്കേണ്ടത്, എന്താണ്, ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം എന്നാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവും, ട്രയംഫും ഉണ്ടാവും, ഡിസാസ്റ്ററും ഉണ്ടാവും, ട്രയംഫും ഉണ്ടാവും, ഡിസാസ്റ്ററും ഉണ്ടാവും. ആൻഡ് ഈ 2 ഇമ്പോസ്റ്റേഴ്സിനെയും, അതായത് ഇവരെ രണ്ടുപേരെയും കവി വിളിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാവും, ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയങ്ങളുണ്ടാവും. പക്ഷേ വിജയമായാലും പരാജയമായാലും ഇവ 2 പേരെയും കവി വിശേഷിപ്പിക്കുന്നത് എന്താ അറിയോ, കവി വിശേഷിപ്പിക്കുന്നത് ഇമ്പോസ്റ്റർ എന്നാണ്, അല്ലെങ്കിൽ വൺ ഹൂ പ്രിറ്റൻസ് ടു ബി സമ്മൺ ടു ഡെസീവ് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപട്യക്കാരൻ എന്നാണ്. സോ ഇമ്പോസ്റ്റേഴ്സ്, ഇവരെ 2 പേരെയും കവി എന്താണ് വിളിക്കുന്നത്, കാപട്യക്കാരെന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്ന സമയത്ത് അതാണ് അവസാനം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു വിജയം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെല്ലാം നേടിയെന്ന് വിശ്വസിക്കരുത്. പരാജയം ഉണ്ടാകുന്ന സമയത്ത് അതാണ് അവസാനം എന്ന് വിശ്വസിക്കരുത്. നമുക്കറിയാം, നമ്മളിന്ന് രാവിലെ ഒരു കുഞ്ഞു കോട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാവിലെ നമ്മൾ ഏത് കോട്ട് വെച്ചിട്ടാണ് തുടങ്ങിയെന്ന്? യെസ്, കോൺട്രാസ്റ്റ് ആണല്ലോ. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആണ്. ഞാനത് അവസാനം പറയാം കേട്ടോ. ആശയം മാത്രം പറയൂ സാർ, സൗകര്യമില്ല. ഓക്കെ, ആശയം മാത്രം പറയാനല്ല നമ്മൾ ഈ ലൈവിൽ വന്നത്. അങ്ങനെ ആശയം മാത്രം പറയാനാണെങ്കിൽ നമുക്കൊരു സമ്മറി വായിച്ച് തരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ആശയം മാത്രം കേൾക്കേണ്ടവർ ഇവിടെ നിൽക്കേണ്ടവരുടെ ആവശ്യമില്ല. താങ്ക് യു. ഓക്കെ, യെസ്, നോക്കൂ, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, ആശയം മാത്രം പറയില്ല, കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. ഓക്കെ, യെസ്, എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളിന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ്സ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്, അല്ലേ. സോ വിജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, പരാജയം ഒന്നിൻ്റെ അവസാനമല്ല, ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ലൈഫിൽ ട്രയംഫും ഡിസാസ്റ്റേഴ്സും ഉണ്ടാവും. ആൻഡ് ട്രീറ്റ് ദോസ് 2 ഇമ്പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ 2 ഇമ്പോസ്റ്റേഴ്സിനെയും, ഈ 2 കാപട്യക്കാരെയും നിങ്ങൾ ഒരുപോലെ എന്ത് ചെയ്യാൻ പഠിക്കണം, ട്രീറ്റ് ചെയ്യണം. ഒരുപോലെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഒരുപോലെ നിങ്ങൾ പരിഗണിക്കണം. വിജയം വന്നാലും പരാജയം വന്നാലും 2നെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. If you can bear to hear the truth you have spoken,
twisted by knaves to make it a trap for fools. നോക്കിക്കോളെ, ഇവിടെ knaves എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. knave എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോണസ്റ്റ് ആയിട്ടുള്ള മാൻ എന്നാണ്, സത്യസന്ധരല്ലാത്ത മനുഷ്യന്മാരാണെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ്? If you can bear to hear the truth you have spoken, twisted by knaves to make trap for fools. അതായത് നിങ്ങൾ പറഞ്ഞ സത്യമുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ സത്യങ്ങളെ ചിലപ്പോൾ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, നേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോണസ്റ്റ് മെൻ എന്നാണ് അല്ലേ. ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്തേക്കാം, വളച്ചൊടിച്ചേക്കാം. ആൻഡ് എന്തിനാണ്? ആളുകളെ പറ്റിക്കാൻ വേണ്ടി വളച്ചൊടിച്ചേക്കാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ബെയർ ചെയ്യാൻ പറ്റണം. ബെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറേറ്റ് ചെയ്യാൻ പറ്റണം, സഹിക്കാൻ പറ്റുമെങ്കിൽ. ഓർ അടുത്ത വരി ശ്രദ്ധിച്ചോളെ. Or watch the things you gave your life to broken and stoop and build them with worn out tools. Or watch the things you gave your life to. നിങ്ങളുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ബ്രോക്കൺ, അത് തകർന്നു നിൽക്കുന്ന സമയത്തും സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം വിത്ത് വോൺ ഔട്ട് ടൂൾസ്. എന്ത് ചെയ്യണം? അവിടെ കുനിഞ്ഞിരുന്ന്, സ്റ്റൂപ്പ് ചെയ്യാൻ കുനിഞ്ഞിരുന്ന് വീണ്ടും വോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സോസ്റ്റഡ് ആയിട്ടുള്ള, തളർന്നു പോയിട്ടുള്ള നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട്, നിങ്ങളുടെ മനസ്സായിരിക്കാം, നിങ്ങളുടെ ശരീരമായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റണം? ബിൽഡ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതം കൊടുത്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത കാര്യങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തകർന്നു പോകുന്നുണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് വീണ്ടും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അടുത്തത്, ഇതിനൊരു മീനിങ് ലെവൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടത് വായിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസ. If you can make one heap of all your winnings and risk it on one turn of pitch and toss. നോക്കിക്കോളെ, if you can make one heap of all your winnings. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ്. സോ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങൾക്ക് വിജയങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കാൻ പറ്റിയാൽ, ഒരു കൂമ്പാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ അത്രയും വിജയിച്ചൊരു മനുഷ്യനാണ്. സോ നിങ്ങൾക്ക് വിജയങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കാൻ പറ്റുമ്പോഴും, അല്ലെ, നിങ്ങൾ അത്രയും വിജയിച്ച് നിൽക്കുന്ന സമയത്തും, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗാംബ്ലിംഗ് ഗെയിം ത്രോയിങ് എ കോയിൻ അറ്റ് എ വാൾ. ഒരു ഗാംബ്ലിംഗ് ഗെയിമാണ്, ഒരു ചൂതാട്ടമാണ്. പക്ഷേ ഇവിടെ പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു ഗാംബ്ലിംഗ്, കംപ്ലീറ്റ് ഒരു ചൂതാട്ടമായിട്ട് എടുക്കരുത്. നിങ്ങളതിനെ എങ്ങനെ എടുക്കണം? കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് എടുക്കണം. എങ്ങനെ എടുക്കണം? കാൽക്കുലേറ്റഡ് റിസ്ക്. സോ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിജയങ്ങളുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കാൻ പറ്റുമ്പോഴും ആ സമയത്തും നിങ്ങൾക്ക് ഇതൊക്കെ റിസ്ക് ചെയ്യാൻ, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ തയ്യാറാവണം, അല്ലേ? നിങ്ങൾ വിജയത്തിൻ്റെ കൊടുമുടി കയറുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് പറ്റണം? നിങ്ങൾക്ക് ജീവിതത്തിൽ വീണ്ടും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റണം. അതിന് നിങ്ങൾ എന്താവണം? തയ്യാറാവണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആ രീതിയിലാവണം. ഓക്കെ, അടുത്തത്, ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. അങ്ങനെ നിങ്ങൾ ആ റിസ്ക് എടുത്ത് പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് എങ്ങനെ പറ്റണം? നിങ്ങളുടെ ബിഗിനിങ്സിൽ നിന്ന് വീണ്ടും തുടങ്ങാൻ പറ്റണം. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലൂസ്. നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ബ്രീത്ത് ചെയ്യരുത്. ആളുകളോട് കംപ്ലൈൻറ്റ് പറയരുത്, ആളുകളോട് കുറ്റം പറയരുത്. And if you can force your heart and nerve and sinew to serve your turn long after they are gone. എന്തൊക്കെയാ പറഞ്ഞത്? If you can force your heart and nerve and sinew, അല്ലേ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ നെർവുകളെ, നിങ്ങളുടെ സിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എ പീസ് ഓഫ് ടഫ് ഫൈബ്രസ് ടിഷ്യൂ യുണൈറ്റിംഗ് മസിൽസ് ടു ബോൺ. മസിൽസിനെ ബോണുമായിട്ട് യുണൈറ്റ് ചെയ്യുന്ന ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ പേരാണ് സിന്യൂ. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടും നെർവും സിനിയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റണം. എപ്പോൾ? ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അതായത് നിങ്ങൾ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എക്സോസ്റ്റഡ് ആവുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് അവരെ സെർവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റണം. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. ഇതൊന്ന് വായിച്ചോളാം, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ചിലപ്പോൾ ഈ 2 വരികൾ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചേക്കാം. സോ ഹോൾഡ് ഓൺ. സോ അവിടെ എന്ത് ചെയ്യണം? ഹോൾഡ് ഓൺ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ പറ്റണം. എപ്പോൾ? വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. അതായത് നിങ്ങളുടെ ഉള്ളിൽ മറ്റൊന്നുമില്ലാത്ത സമയത്തും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു വില്ലുണ്ടാവും, ഒരു വിൽ പവർ ഉണ്ടാവും. എന്ത്? ആ വിൽ പവർ നിങ്ങളോട് പറയും എന്ത്? ഹോൾഡ് ഓൺ, അവിടെ നിൽക്കുക. ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു വിൽ പവർ അപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ,
റൈറ്റ്. അടുത്തത് സ്റ്റാൻസ നമ്പർ 4. If you can talk with crowds and keep your virtue, or talk with kings nor lose the common touch. കൃത്യമായി കേട്ടോളെ. If you can talk with crowds and keep your virtue എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ക്രൗഡിനോട് സംസാരിക്കാൻ, ക്രൗഡ് എന്ന് വെച്ചാൽ എന്താ? ആൾക്കൂട്ടം എന്നാണ്. ആൾക്കൂട്ടം എന്നാണ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കൂട്ടം എന്നാണ്, അല്ലെങ്കിൽ കോമൺ മാൻ എന്നാണ്. സോ മകനോട് പറയാണ്, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വേർച്യൂ. വേർച്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വേർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങൾ എന്നാണ്, ഗുഡ് മോറൽ ക്വാളിറ്റി എന്നാണ്. സോ നിങ്ങൾക്ക് ക്രൗഡിനോട്, ആൾക്കൂട്ടത്തോട്, പലതരത്തിലുള്ള ആളുകളോട് നിനക്ക് ഇടപഴകാൻ പറ്റണം. എന്നിട്ടും നിനക്ക് നിൻ്റെ വേർച്യൂ, നല്ല ഗുഡ് മോറൽ ക്വാളിറ്റീസ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓർ വോക്ക് വിത്ത് കിങ്സ്. കിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കിങ്സ് എന്ന് പറഞ്ഞാൽ എലൈറ്റ് പീപ്പിൾ എന്നാണ്. കിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലൈറ്റ് പീപ്പിൾ എന്നാണ്. സോ നിനക്ക് എലൈറ്റ് പീപ്പിളിനോട് നടന്നിട്ടും നിൻ്റെ കോമൺ ടച്ച് നിനക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ. കോമൺ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ടച്ച് എന്ന് പറഞ്ഞാൽ നിൻ്റെ സിംപ്ലിസിറ്റി എന്നാണ്, അല്ലേ? കോമൺ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലിസിറ്റി എന്നാണ്. ഓക്കെ. സോ സിംപ്ലിസിറ്റി നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, അല്ലേ? നിൻ്റെ ഫോഴ്സ്, നിൻ്റെ ശത്രുക്കൾക്കും നിൻ്റെ ഫ്രണ്ട്സിനും നിന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഹേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നിൻ്റെ സുഹൃത്തുക്കൾക്കും നിൻ്റെ ശത്രുക്കൾക്കും നിന്നെ എന്ത് ചെയ്യാൻ പറ്റരുത്? നിന്നെ ഉപദ്രവിക്കാൻ പറ്റരുത്, നിന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റരുത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു. എന്താണ് കൗണ്ട് വിത്ത് യു എന്ന് പറഞ്ഞാൽ? കൗണ്ട് വിത്ത് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് എന്നാണ്. സോ ആളുകളൊക്കെ നിന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും ബട്ട് നൺ ടു മച്ച്. പക്ഷെ ഒരാൾക്കും നിന്നെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റരുത്? ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റരുത്. നമ്മളൊക്കെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരൊന്നും നമ്മളെ കൂടുതൽ എന്ത് ചെയ്യരുത്? ഡിപ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫൊർഗീവിംഗ് മിനിറ്റ് വിത്ത് 60 സെക്കൻഡ് വർത്ത് ഓഫ് ഡിസ്റ്റൻസ്. നോക്കിക്കോളെ, ഇവിടെ അൺഫൊർഗീവിംഗ് മിനിറ്റ് എന്നാണ് പറയുന്നത്. അൺഫൊർഗീവിംഗ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ സമയത്തെയാണ് അൺഫൊർഗീവിംഗ് എന്ന് പറയുന്നത്. ആരെയും ഫൊർഗീവ് ചെയ്യാത്ത, ആരെയും കാത്തു നിൽക്കാത്ത, ആരെയും ക്ഷമിച്ചു നിൽക്കാത്ത എന്നുള്ളതാണ് അൺഫൊർഗീവ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫൊർഗീവിംഗ് മിനിറ്റ്, അൺഫൊർഗീവിംഗ് ആയിട്ടുള്ള മിനിറ്റിനെ, ഒരു നിമിഷത്തെ, സമയത്തെ നിനക്ക് 60 സെക്കൻഡ്സ് വർത്ത് ഡിസ്റ്റൻസ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഫ് യു ക്യാൻ യൂസ് ദ ടൈം വൈസ്ലി എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇഫ് you can use the time wisely എന്നാണ്. yours is the earth and everything that is in it. നിങ്ങളുടേതാണ് എന്ത്? ഈ ലോകം, and everything that is in it, അല്ലേ? നിൻ്റെതാണ് ലോകം, and ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിൻ്റെതാണ്. and which is more, you will be a man my son. നീ എന്താവും? നീ ഒരു മനുഷ്യനായിത്തീരാണ്. മാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ കാണണ്ട, അതൊരു ജനറൽ ന്യൂട്രൽ ടേം ആയിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ റെഡ്യാർഡ് കിപ്ലിങ്ങിനോട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് കാര്യം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവ്രിതിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. നിൻ്റെതാണ് ലോകം, ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും. ആൻഡ് വിച്ച് ഈസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. നീ എന്താവും? നീ ഒരു മനുഷ്യനായിത്തീരും, നീ ഒരു പുരുഷനായിത്തീരും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, ഇതിൻ്റെ മീനിങ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാറ്റേൺ എന്താണ്? ഇതിൻ്റെ കൃത്യമായി ഇതിലെ ഓരോ റൈം സ്കീമും ഞാൻ പറഞ്ഞു പോകും, അത് നോട്ട് ചെയ്ത് വെച്ച് പോകണം. The poem has 4 octaves. ഈ പോയത്തിൽ എത്ര ഒക്ടേവ്സ് ആണുള്ളത്? 4 ഒക്ടേവ്സ് ആണുള്ളത്. ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 8 വരിയുള്ള സ്റ്റാൻസൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒക്ടേവ്സ് എന്ന് വിളിക്കുന്നത്. വിത്ത് എ ഡിസ്റ്റിങ്റ്റീവ് റൈം സ്കീം. The first stanza has the rhyme scheme of A A A B C B C. All the other stanzas have the rhyme scheme A B A B C C D D. C C D D അല്ലേ? CCDD ആണോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, മിനിറ്റ്, ഓക്കെ, റൺ, സൺ. സോ CBCD, CDCD അല്ലേ? യെസ്, CDCD. AAA BCBC C, ഓക്കെ, CDCD. ഓക്കെ, ശരി. അടുത്തത്, ഈ പോയത്തിൽ അലിട്രേഷൻസ് വരുന്നുണ്ട്. ഈ പോയത്തിൽ എന്ത് വരുന്നുണ്ട്? അലിട്രേഷൻസ് വരുന്നുണ്ട്. എവിടെയാണ് അലിട്രേഷൻസ് വരുന്നത്? ഇഫ് യു ക്യാൻ കീപ്, അലിട്രേഷൻ വരുന്നുണ്ട്. അവിടെ ക് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡോൺ ഡീൽ ഇൻ ലൈസിൽ ഡ് സൗണ്ട് വരുന്നുണ്ട്. യു വിൽ ബി എ മാൻ മൈ സൺ എന്ന് പറയുന്നിടത്ത് മ് സൗണ്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? അലിട്രേഷൻസിലെ എക്സാമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു ടിം മദൻ. യെസ്, അടിപൊളി. അടുത്തത് അനഫോറയാണ്. എന്താ അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെപ്പറ്റേഷൻ ഓഫ് വേർഡ്സ് ഓഫ് ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ്. അടുത്തടുത്തുള്ള ലൈൻസിൻ്റെ തുടക്കത്തിൽ ഒരേ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനഫോറ എന്ന് വിളിക്കുന്നത്.
ചോദിക്കുന്നത് ദ ഫ്രേസ് ഇഫ് യു ക്യാൻ ഈസ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മെനി ലൈൻസ്. ഏത് ലൈനാണ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളത്? ഇഫ് യു ക്യാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തിനുള്ള എക്സാമ്പിളാണ്? അനഫോറിക്കലിലെ എക്സാമ്പിളാണ്. ഓക്കെ. ആൻഡ് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ഉണ്ട്. നോക്കൂ, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. പേഴ്സോണിഫിക്കേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ആൻ ഐഡിയ ഓർ തിങ് ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. ഒരു ഐഡിയയ്ക്കോ ഒരു വസ്തുവിനോ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. അത് എന്തിനുള്ള എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷനിലെ എക്സാമ്പിളാണ്. കാരണം എന്താണ്? അവിടെ ഡ്രീംസിനെ എന്തുമായിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്? ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത എക്സാമ്പിൾ ഏതാണ്? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഇമ്പോസ്റ്റേഴ്സ്. അവിടെ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും കബളിപ്പിക്കുന്ന ആളുകൾ, കാപട്ടിക്കാരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവിടെ വേർഡ്സും ശ്രദ്ധിച്ചാൽ മതി. ട്രയംഫും ഡിസാസ്റ്ററും രണ്ട് വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ്? വിൽ വിച്ച് സേസ് ഹോൾഡ് ഓൺ. അവിടെ വില്ല് എന്ന് പറയുന്നത് ഒരു നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്, ഒരു ഐഡിയ ആണ്. ആ വില്ല് ഹോൾഡ് ഓൺ എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് അത് എന്തിനുള്ള എക്സാമ്പിൾ ആവും? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആവും. ദെൻ അൺഫോർഗീവിങ് മിനിറ്റിന് ഫോർഗീവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കാനുള്ള കഴിവൊന്നുമില്ല. സോ മിനിറ്റിന് അത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അൺഫോർഗീവിങ് മിനിറ്റ്. ഹായ് രജനി കൃഷ്ണ. യെസ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. പിന്നെ ഒരു മെറ്റഫർ ഉണ്ട്. ഏതാണ്? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്? ഇമ്പോസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സിനെ ഇമ്പോസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പേഴ്സോണിഫിക്കേഷനുമാണ്. പിന്നെന്തുമാണ്? മെറ്റഫറുമാണ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്. എന്താണ്? സിമ്പിൾസ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ദ യൂസ് ഓഫ് വേർഡ്സ്. എന്താണ് സിമ്പിൾസ് എന്ന് ആദ്യം നോക്കാം. നോക്കൂ, ദ യൂസ് ഓഫ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻ ടു മീൻ സംതിങ് എൽസ് അതർ ദാൻ ദർ അപ്പാരന്റ് മീനിങ്. അവരുടെ പ്രത്യക്ഷത്തിലുള്ള മീനിങ്ങിന് പുറമെ വേറെ എന്തെങ്കിലും ഒന്ന് മീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമ്പിൾസ് അല്ലെങ്കിൽ സിംപോളിസം എന്ന് വിളിക്കുന്നത്. നോക്കൂ, പിച്ച് ആൻഡ് ടോസ് ഈസ് എ ഗാംബ്ലിംഗ് ഗെയിം. പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗാംബ്ലിംഗ് ഗെയിമാണ്. വിച്ച് മീൻസ് അതെന്താ സിംപലൈസ് ചെയ്യുന്നത്? ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള റിസ്കിനെയാണ് സിംപലൈസ് ചെയ്യുന്നത്. ഓർമ്മിച്ച് വെക്കുക. അടുത്തത്, ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വേർഡ്സ് യുവർ വാക്ക് വിത്ത് കിങ്സ് ഓർ നോട്ട് ലൂസ് ദ കോമൺ ടച്ച്. അവിടെ ക്രൗഡ് എന്ന് പറയുന്നത് എന്തിനാണ്? ഓർഡിനറി പീപ്പിളിനെ ഞാൻ പറഞ്ഞു. കിങ്സ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു റിച്ച് ആൻഡ് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സിംപലൈസ് ചെയ്യുന്നത്. ഇനി കോമൺ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലിസിറ്റി ആൻഡ് ഹംബിൾനെസ്സിനെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക. അടുത്തത്, ഓക്കെ. യെസ്. അടുത്തത് നമ്മൾ ഈ പോത്തിൻ്റെ ഒരു അപ്രിസിയേഷനാണ് നോക്കുന്നത്. നമുക്കത് അവസാനം നോക്കാം. കാരണം അപ്രിസിയേഷൻ നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതൊന്ന് വായിക്കാം. ഞാനിത് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, റൈറ്റ്. സോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോമാണ്. പലതരത്തിൽ ഈ പോത്ത് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മക്കളെ, നമ്മളിപ്പോൾ 4K ക്രോസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആളുകളിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഇനിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മാക്സിമം ആളുകളോട് ലൈവിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് പറയണം. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? യെസ്, റെഡി. ഓക്കെ, അപ്പോൾ നോക്കൂ, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഓക്കെ, റെഡി ആയിട്ട് കേൾക്കണേ. ഞാൻ എൻ്റെ ശബ്ദം കുറച്ച് പോയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് സൗണ്ട് കുറച്ച് കുറയ്ക്കുന്നത്. പക്ഷേ ഡാറ്റ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാണ്. ഓക്കെ, റെഡി? റൈറ്റ്. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ശ്രദ്ധിച്ചോളേ. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു തീം ലെവലിൽ കാര്യങ്ങൾ പറയാം. കാരണം ഒരു ഷോർട്ട് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഈ തീം വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. നോക്കൂ, എന്താണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പോം പറയുന്നത്? ദ പോം ഈസ് അബൌട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പെയിൻഫുൾ ട്രാജഡീസ് അറ്റ് സീ. കടലിൽ വെച്ച് നടന്ന, സീസിൽ വെച്ച് നടന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടൊരു അപകടത്തെക്കുറിച്ചാണ് ഈ ഒരു ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. റെക്ക് എന്ന് പറഞ്ഞാൽ തകർച്ച എന്നാണ്. ദ ടൈറ്റാനിക് ഓൺ ഇറ്റ്സ് മെയ്ഡൻ വോയേജ്. ടൈറ്റാനിക് തൻ്റെ ആദ്യത്തെ മെയ്ഡൻ വോയേജിൽ സാങ്ക് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻ. എവിടെ മുങ്ങുന്നുണ്ട്? അറ്റ്ലാന്റിക് ഓഷനിൽ മുങ്ങുന്നുണ്ട്. ദ ഷിപ്സ് ബാൻഡ് വാസ് സിംഗിങ് വൈൽ ദ ഷിപ്പ് വാസ് സിംഗിങ്. ആ ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഷിപ്പിലെ ബാൻഡ് അല്ലെങ്കിൽ ഷിപ്പിലെ പാട്ടുമേളക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ
അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവർ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. The captain never thought of saving his own life and the crew stood with his words. ക്യാപ്റ്റൻ, ഇത് വളരെ പ്രധാനപ്പെട്ട പല തവണ ചോദിച്ച ചോദ്യമാണ്. ഈ മോഡൽ എക്സാമിന് ചോദിക്കാത്തതുകൊണ്ട് ആ രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ദ ക്യാപ്റ്റൻ നെവർ, ക്യാപ്റ്റൻ്റെ പേര് ക്യാപ്റ്റൻ്റെ പേരെന്താണ് അറിയോ? ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ്റെ പേരെന്താ? ദ ക്യാപ്റ്റൻ നെവർ തോട്ട് ഓഫ് സേവിങ് ഹിസ് ഓൺ ലൈഫ്. ക്യാപ്റ്റൻ ഒരിക്കൽ പോലും തൻ്റെ ലൈഫ് രക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ആൻഡ് ദ ക്രൂ സ്റ്റുഡ് വിത്ത് ഹിസ് വേർഡ്സ്. ആ കപ്പലിലെ മറ്റ് ക്രൂ അല്ലെങ്കിൽ ജോലിക്കാരും ഓഫീസേഴ്സൊക്കെ ഇയാളുടെ വാക്ക് കേട്ട് അതുപോലെ നിന്നു. ടു സേവ് ദ ലൈഫ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഓൺ ബോർഡ്, അല്ലേ? അവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, ക്യാപ്റ്റൻ സ്മിത്ത് ആണ്. അവരാണ് ക്യാപ്റ്റൻ സ്മിത്ത് ആണ്. The theme of the poem is the unparalleled bravery, heroism and honesty shown by the captain and his men. So, ഈ പോയത്തിൻ്റെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. The theme of the poem is the unparalleled bravery. ധീരത എന്നാണ് ബ്രേവറിയുടെ അർത്ഥം, അല്ലേ? നമുക്കറിയാം, അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമാണ് ധീരത എന്നാണ് ബ്രേവറിയുടെ അർത്ഥം. സോ, പകരം വെക്കാൻ പറ്റാത്ത, അൺപാരലൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം വെക്കാൻ പറ്റാത്ത ധീരതയും ഹീറോയിസവും ഓണസ്റ്റി, സത്യസന്ധതയുമാണ് ആര് കാണിച്ചത്? ഷോൺ ബൈ ദ ക്യാപ്റ്റൻ ആൻഡ് ഹിസ് മെൻ. ക്യാപ്റ്റൻ സ്മിത്തും അദ്ദേഹത്തിൻ്റെ കൂട്ടരും കൂടെ കാണിച്ച അൺപാരലായിട്ടുള്ള പകരം വെക്കാൻ പറ്റാത്ത ഹീറോയിസം, ദെൻ ഓണസ്റ്റി, ദെൻ എന്താണ് ബ്രേവറി. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പോം പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോത്തിലേക്ക് കടക്കാം. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ശരി, ശ്രദ്ധിച്ചോളെ. ഇതാണ് ആദ്യത്തെ വരി, ഇതാണ് ആദ്യത്തെ സ്റ്റാൻസ. Out of Southampton she swung with stream, a poem of iron and steel, a sea dream, and thousands on shore watched her steaming away, the largest and the grandest of all ships that day. ശ്രദ്ധിക്കണേ. സോ സതാംപ്ടൺ എന്ന് പറഞ്ഞ ഒരു പോർട്ടിൽ നിന്നാണ്, ഈ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പ് തൻ്റെ മെയ്ഡൻ വോയേജ് സ്റ്റാർട്ട് ചെയ്തത്, ആദ്യത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട് ഓഫ് സതാംപ്ടൺ ഷീ സ്വങ് വിത്ത് സ്റ്റീം, അല്ലേ? സ്ട്രീം. സോ ആ ഒഴുക്കിൽ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ യാത്ര തുടങ്ങുകയാണ്. സ്വിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്വങ്. എ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. സോ വാട്ട് ഈസ് റെഫേർഡ് ആസ് എ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് എ സീ ഡ്രീം. സോ ഇവിടെ പോയിട്ട് ടൈറ്റാനിക്കിനെ വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? എ പോം ഓഫ് അയേൺ ആൻഡ് സ്റ്റീൽ. എന്താണ്? എ പോം ഓഫ് അയേൺ ആൻഡ് സ്റ്റീൽ. പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? എ സീ ഡ്രീം. പോം ഓഫ് അയേൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ കൊണ്ടും സ്റ്റീൽ കൊണ്ടും, അതായത് ഇരുമ്പ് കൊണ്ടും ഉരുക്ക് കൊണ്ടും ഉണ്ടാക്കിയ ഒരു കവിതയാണ് ആര്? യെസ്, ടൈറ്റാനിക് എന്ന് പറയുന്നു. പിന്നെ എന്താണ്? അതൊരു കടൽ സ്വപ്നമാണ്, സീ ഡ്രീമാണ് എന്ന് പറയുന്നു. ആൻഡ് തൗസൻഡ്സ് ഓൺ ഷോർ, അല്ലെ? ഷോറിൽ, കരയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് പുറപ്പെടുന്നത് കാണാൻ വേണ്ടി, ആ വലിയ കാഴ്ച, ആ ഗ്രാൻഡ് സൈറ്റ് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വാച്ച്ഡ് ഹെർ സ്റ്റീമിങ് അവേ, അല്ലേ? അവൾ സ്റ്റീം എന്ന് വെച്ചാൽ പുക തുപ്പിക്കൊണ്ട് അവൾ യാത്ര പുറപ്പെടുന്നത് കാണാൻ നിൽക്കുന്നുണ്ട്. ദ ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. അന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള, ഏറ്റവും വലിയ ഷിപ്പുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷിപ്പായിരുന്നു ടൈറ്റാനിക്. ഓക്കെ, സോ ദ ടൈറ്റാനിക്, which is a poem of iron and steel and sea dream, set sail from the port of Southampton. Thousands of people gathered on the shore to witness the maiden voyage of the largest and grandest ship of all that day. Okay, ready? ഇനി നോക്കിക്കോളൂ, അടുത്ത സ്റ്റാൻസ് എന്താ പറയുന്നത്? And the 1,000 on board did security feel. അതായത് ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിനകത്തുള്ള ആളുകളാണ്. ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിനകത്തുള്ള ആൾക്കാർക്ക് എന്ത് ഫീൽ ചെയ്തു? സെക്യൂരിറ്റി ഫീൽ ചെയ്തു. അവർ വളരെ സുരക്ഷിതരാണ് എന്ന് അവർക്ക് തോന്നി. ഫോർ നോ ഐ സോ ഡെത്ത്. ഒരു കണ്ണുകൾ പോലും എന്ത് കണ്ടിട്ടില്ല? ഡെത്ത് കണ്ടിട്ടില്ല. ഒരാൾ പോലും മരണം സ്വപ്നം കണ്ടിട്ടില്ല. ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ. നിങ്ങൾ പറ, ഇവിടെ ഹു ഈസ് ഹീ റെഫർ ടു? ആരോ ഒരാൾ. അവൻ വീലിൽ നിന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹീ എന്ന് പറഞ്ഞാൽ ആരാ? അവിടെ ഹീ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യാപ്റ്റൻ സ്മിത്ത് ആണ്. സോ ക്യാപ്റ്റൻ സ്മിത്ത് ആണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? ക്യാപ്റ്റൻ സ്മിത്ത് ആണ് നമ്മുടെ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ സ്മിത്ത് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ആരും ഒരിക്കൽ പോലും മരണം എങ്ങനെ കണ്ടിട്ടില്ല. അവർക്ക് എല്ലാവർക്കും വലിയ സെക്യൂരിറ്റിയാണ് എന്ത് ചെയ്തത്? ഫീൽ ചെയ്തത്. വലിയ സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടായിരുന്നു. കാരണം ലോകത്തിൽ അന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷിപ്പാണ്. ആൻഡ് അത് മാത്രമല്ല,
അത് നിയന്ത്രിക്കുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ക്യാപ്റ്റൻ സ്മിത്ത് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കുക. ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് ആസ് ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ ഡയറക്റ്റിംഗ് ഹെർ കോഴ്സ്, അവളുടെ ഗതിയെ, അവളുടെ കോഴ്സിനെ, അവൾ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് ആണ്, ടൈറ്റാനിക്കിന്റെ കോഴ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വീലിൽ ക്യാപ്റ്റൻ സ്മിത്ത് ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റിംഗ് ഹെർ കോഴ്സ് ടു ദ എക്കോലസ് ഷോർ. പക്ഷെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, എക്കോലസ് ഷോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ടൈറ്റാനിക് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? എക്കോലസ് ഷോറിലേക്കാണ്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിധ്വനിയാണ്. എക്കോലസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിധ്വനികളില്ലാത്ത തീരം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ തീരമാണ് അല്ലെ, ഷോർ ഓഫ് ഡെത്ത് ആണ്. അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് കവി പറയാണ് ഈ കപ്പൽ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? മരണത്തിലേക്കാണ് പോകുന്നത്. ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹെവൻ ഓഫ് നെവർ മോർ. സോ അത് അവളുടെ ആദ്യത്തെയും അവസാനത്തെയും എന്താണ്? ഹെവൻ ആണ്. ഹെവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എന്താ പറയുക, ഒരു സേഫ് ആയിട്ടുള്ള ഇടം എന്നാണ്. എനിക്ക് കൃത്യമായ മലയാളം വേണ്ടി കിട്ടുന്നില്ല. നോക്കൂ, ദ 1000 ഓൺ ദ ബോർഡ് ഫെൽറ്റ് വെരി സെക്യൂർ. ദ 1000 ഓൺ ദ ബോർഡ് ഫെൽറ്റ് വെരി സെക്യൂർ അല്ലേ. ബോർഡിലുള്ള 1000 ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെ സെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോ വൺ ഫൗണ്ട് ആൻ ഇമ്മിനന്റ് ഡെത്ത്. പെട്ടെന്നുള്ള ഒരു മരണമൊന്നും ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആസ് ഹി എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ സ്മിത്ത് വാസ് അറ്റ് ദ വീൽ ഡയറക്ടിങ് ദ ഷിപ്പ്, ബട്ട് ഇറ്റ് വാസ് ഡെസ്റ്റിൻഡ് ടു ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ജേണി. പക്ഷേ അത് ആ കപ്പലിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ജേണി ആയിരുന്നു ടു ദ എക്കോലസ് ഷോർ. പ്രതിധ്വനികളില്ലാത്ത തീരം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തീരം. വിച്ച് വുഡ് കം നെവർ അഗെയിൻ. അതൊരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിങ്. ശ്രദ്ധിച്ചോളെ, ഇവിടെ ടൈറ്റാനിക്കിനെ കുറിച്ച് പറയാണ്, ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ. മനുഷ്യൻ ഈ കാലം അത്രയും ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും മികച്ച, ഏറ്റവും അവസാനത്തെ വർക്കാണ് ടൈറ്റാനിക് എന്ന് കവി പറയുന്നുണ്ട്. ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ്, അവളുടെ ആദ്യത്തെ വോയേജ് മീൻസ് ജേണി, കപ്പൽ യാത്രയിൽ വാസ് സ്പീഡിങ്, അവളിങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൻ, ആ സമയത്താണ് ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൽ നിന്ന്, ഔട്ട് ഓഫ് ദ നൈറ്റ്, രാത്രിയിൽ നിന്ന്, ലൂമിഡ് ആൻഡ് ഒമിനസ് ഫോം ഓഫ് ഗോസ്ലി വൈറ്റ്. സോ എന്താ അവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് അവിടെ സംഭവിച്ചത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഗോസ്ലി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗോസ്ലി വൈറ്റ് എന്ന് പറഞ്ഞാൽ? ഗോസ്ലി വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ബർഗ് ആണ്. ഗോസ്ലി വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ്ബർഗ് എന്നാണ്. നോക്കൂ, ഷീ വാസ് ദ ലാസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഷിപ്പ് മാൻ ഹാസ് എവർ ബിൽഡ്. ഷീ വാസ് സ്പീഡിങ് ഓൺ ഹെർ ഫസ്റ്റ് ജേണി. ഫസ്റ്റ് എന്നാണ്. ബട്ട് സഡൻലി ഇൻ ദ നൈറ്റ്, ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, സംതിങ് ഗോസ്ലി ആൻഡ് ഒമിനസ്. ഒമിനസ് എന്ന് പറഞ്ഞാൽ ദുസ്സൂചകമായ എന്നാണ്. ഒമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുസ്സൂചകമായിട്ട്, സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അർത്ഥത്തിലുള്ള, അപ്പിയർഡ് ഇൻ വൈറ്റ് കളർ, വെള്ള കളറിൽ ഒമിനസ് ലുക്കിംഗ് ആയിട്ടുള്ള, ഗോസ്ലി ആയിട്ടുള്ള എന്തോ ഒന്ന് കടൽ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, റെഡി? ഇനി നോക്കൂ. ഇറ്റ് വാസ് എ ടവറിംഗ് മൗണ്ടെയിൻ ഓഫ് ഐസ്. ഇറ്റ് വാസ് എ ടവറിംഗ് മൗണ്ടെയിൻ ഓഫ് ഐസ്. അത് ഒരു വലിയ മൗണ്ടെയിൻ ഓഫ് ഐസ് ആയിരുന്നു. ഒരു ഐസിൻ്റെ വലിയ കൊടുമുടിയായിരുന്നു. ജൈജാൻറ്റിക്, അത്രയും വലുതായിരുന്നു, അത്രയും ഗംഭീരമായ ഒന്നായിരുന്നു. ആസ് എവർ വാസ് സീൻ ഓൺ ദ നോർത്ത് അറ്റ്ലാന്റിക്. നോർത്ത് അറ്റ്ലാന്റിക്കിൽ അന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഐസ്ബർഗ് ആയിരുന്നു അത്. ഓക്കെ, ഇനിയോ ഷീ സ്ട്രക്ക്. എന്താണ് ഷീ സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ? ഷീ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റാനിക് ആണ്. ടൈറ്റാനിക് എന്ത് ചെയ്യുന്നു? സ്ട്രക്ക് ചെയ്യുന്നു. ടൈറ്റാനിക് എന്ത് ചെയ്യുന്നു? പോയി ഇടിക്കുന്നു. വിത്ത് എ ഷിവർ ഫ്രം സ്റ്റെം ടു സ്റ്റേൺ അല്ലെ. സ്റ്റെം ടു സ്റ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അല്ലെ, മുൻ മുതൽ പിന്ന് വരെ, അല്ലെങ്കിൽ തല മുതൽ അടി മുതൽ മുടി വരെ എന്നൊക്കെ പറയുന്ന പോലെയാണ് സ്റ്റെം ടു സ്റ്റേൺ എന്ന് പറയുന്നത്. നോക്കൂ, ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ്. വളരെ വേഗത്തിൽ, പതുക്കെ അല്ല, റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ സൂൺ ഡിഡ് ലേൺ. എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലായി, എല്ലാവരും അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നോക്കൂ, ഇറ്റ് വാസ് എ ഹ്യൂജ് ഐസ്ബർഗ്, ദ ലാർജസ്റ്റ് എവർ സീൻ ഓൺ ദ നോർത്ത് അറ്റ്ലാന്റിക്. The ship collided with it, making a shiver from the front to the back of the ship. Everyone soon realized that the ship was sinking rapidly, quickly, വളരെ വേഗത്തിൽ. നോക്കൂ, then Captain Smith, her commander brave. സോ ഇവിടെയാണ് ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. എന്താണ് ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ച് ആദ്യം പറയുന്നത്? യെസ്, then Captain Smith, her commander brave. ആ സമയത്താണ് ക്യാപ്റ്റൻ സ്മിത്ത് അവളുടെ ബ്രേവ് ആയിട്ടുള്ള, അവളുടെ ധീരനായിട്ടുള്ള കമാൻഡർ എന്ത് ചെയ്യുന്നത്?
തോട്ട് നോട്ട് വൺ മൊമെന്റ്, ഒരു നിമിഷം പോലും അയാൾ എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല, ഹിസ് ഓൺ ലൈഫ് ടു സേവ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ത് ചെയ്യണമെന്ന്, സേവ് ചെയ്യണമെന്ന്. ഒന്നുകൂടെ ഞാനത് വായിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. Then Captain Smith, her commander brave, thought not one moment his own life to save. ക്യാപ്റ്റൻ സ്മിത്ത് തൻ്റെ ലൈഫ് സേവ് ചെയ്യണമെന്ന് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. പക്ഷെ എന്ത് ചെയ്തു, ബട്ട് സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ്, എന്നിട്ട് കപ്പലിൻ്റെ ആ ബ്രിഡ്ജിൽ, ആ ലെഡ്ജിൽ പോയി നിന്നു. കോളിംഗ് ഔട്ട് ടു ദ ക്രൂവിനെ വിളിച്ചു. എന്നിട്ടോ റിമെമ്പർ യുവർ കൺട്രി, ബി ബ്രിട്ടീഷ്, ബി ട്രൂ. ഇത് കമാൻഡർ ബ്രേവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞ വാക്കുകളാണ്. എന്താ പറഞ്ഞത്? റിമെമ്പർ യുവർ കൺട്രി, നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ക്രൂ, എൻ്റെ പ്രിയപ്പെട്ട ഓഫീസേഴ്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, റിമെമ്പർ യുവർ കൺട്രി, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കുക. ബി ബ്രിട്ടീഷ്, ബി ബ്രേവ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൂ ബ്രിട്ടീഷ് ആയിരിക്കുക, നിങ്ങൾ എന്തായിട്ടിരിക്കുക, ബ്രേവ് ആയിട്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം രക്ഷിക്കാൻ പോവാണ് എന്ന് പറയുന്നു. ഈ രീതിയിൽ ഈ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഒന്നുമില്ല, ദ കമാൻഡർ ഓഫ് ദ ഷിപ്പ് ക്യാപ്റ്റൻ സ്മിത്ത് വാസ് എ ബ്രേവ് മാൻ. He never thought for a moment about saving his own life. Standing on the bridge എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം എന്നാണ് അല്ലേ, of the ship, he called for the emergency and rescue actions. He told the crew to remember their country, to be British and to be truthful to their duty. Okay, ശരി, ഇനി നോക്കൂ. ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. ഒന്നുമില്ല, ഈ പറയുന്ന 4 രാജ്യങ്ങളും ചേരുമ്പോഴാണ് എന്താവുന്നത്, UK ആവുന്നത്, യുണൈറ്റഡ് കിങ്ഡം ആവുന്നത്. സോ ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്, ഈ പറയുന്ന 4 രാജ്യങ്ങളുണ്ട്. പ്രൂവ്ഡ് ദർ ടു ദ വേൾഡ് ദർ വേ ദ വാലർ നെവർ ഫെയിൽസ്. വാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ധീരത എന്നാണ്. അവരുടെ ധീരത ഒരിക്കലും ഫെയിൽ ചെയ്യില്ല, ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചതാണ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ UK, ദ ഗ്രേറ്റ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് പറയണം, ദ വിമൺ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്, ആദ്യം ആരെ രക്ഷപ്പെടുത്തണം, സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തണം. വാസ് ദർ ക്രൈ, വാസ് ദർ ക്രൈ, വാസ് ദ cry, right? And every one of the crew stood by. And ഇത് കേട്ട് ഒരു നിമിഷം പോലും ആരും അത് ഡൗട്ട് ചെയ്യുമോ, അത് അനുസരിക്കാതിരുന്നില്ല. എല്ലാ ക്രൂയും, എല്ലാ ഓഫീസേഴ്സും, അവിടെ കൂടെയുള്ള ജോലിക്കാരൊക്കെ ഇയാൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അനുസരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ നോക്കൂ. ദ ഹോൾ യുണൈറ്റഡ് കിങ്ഡം, അതാണ് ഈ പറയുന്ന ഇംഗ്ലണ്ടും അയർലൻഡും സ്കോട്ട്ലൻഡും വെയിൽസും ഒക്കെ. ദ ഹോൾ യുണൈറ്റഡ് കിങ്ഡം പ്രൂവ്ഡ് ടു ദ ഹോൾ വേൾഡ് ദാറ്റ് their courage never fails, their courage never fails. They said in one voice that the women and children should be saved first. അവർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, എന്ത്, സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം എന്ത് ചെയ്യണം, രക്ഷിക്കണം. സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം എന്ത് ചെയ്യണം, രക്ഷിക്കണം. Every one of the crew members stood with the directions of the captain. ഒന്നുകൂടെ പറയാം, every one of the crew members stood by the directions of the captain. ഇനി നോക്കൂ. And the boats were lowered and sent away. Okay, boats എന്ത് ചെയ്യുന്നു, ഇറക്കപ്പെടുന്നു. and സെൻഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ നിറച്ചുകൊണ്ട് അയക്കുന്നു. ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ്, ഈ കപ്പലിൽ നിൽക്കുന്ന ക്യാപ്റ്റൻ സ്മിത്തിനെയും ക്രൂവിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രതീക്ഷകളുമാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യപ്പെടുന്നത്. കാരണം അവർക്കും കൂടെ രക്ഷപ്പെടാനുള്ള ബോട്ടിലാണ് ആദ്യം സ്ത്രീകളെയും കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാവരെയും രക്ഷിക്കാനുള്ള എന്താണ് ലൈഫ് ബോട്ടുകൾ അതിനുണ്ടായിരുന്നില്ല. സേവ് എറ്റേണിറ്റി. ആൻഡ് ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ്. ആ സമയത്ത് ടൈറ്റാനിക് പതുക്കെ എന്ത് ചെയ്യാണ്, കാഴ്ചയിൽ നിന്ന്, സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, മുങ്ങിപ്പോവാണ്. Neath the sea while her band played nearer God to thee. അല്ലേ, നിയറർ മൈ ഗോഡ് ടു ദീ എന്ന് പറഞ്ഞാൽ ദൈവമേ നിൻ്റെ അടുത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ വരുന്നൊരു പാട്ട് ടൈറ്റാനിക്കിൻ്റെ ക്രൂ പാടുന്നുണ്ട്, ടൈറ്റാനിക്കിൻ്റെ ബാൻഡ് പാടുന്നുണ്ട്. ഇതെൻ്റെ മക്കളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, നോക്കിക്കോളെ. ദ ലൈഫ് ബോട്ട്സ് വർ ലോവേർഡ് ആൻഡ് സെൻഡ് അവേ വിത്ത് പാസഞ്ചേഴ്സ്. ദ ലൈഫ് ബോട്ട്സ് വർ ലോവേർഡ് ആൻഡ് സെൻഡ് അവേ വിത്ത് പാസഞ്ചേഴ്സ്. ഈ ലൈഫ് ബോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ചെയ്യപ്പെടുന്നുണ്ട്, എന്നിട്ട് അത് പാസഞ്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അയക്കപ്പെടുന്നുണ്ട്. ലൈഫ് ബോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ചെയ്യുന്നുണ്ട്, പാസഞ്ചേഴ്സുമായിട്ട് അയക്കപ്പെടുന്നുണ്ട്. As for the ship and its crew, there was no hope except embracing eternity. Yes. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് JD സാറിനെ വിളിക്കാം. Ready? Yes, നോക്കൂ. And as for the ship and its crew, there was no hope except embracing eternity. The Titanic sank from the sight beneath the sea and still the ship's band. This is important. Still the ship's band was playing the song നിയറർ മൈ ഗോഡ് ടു ദീ. നിങ്ങൾക്ക് ആ ഒരു സീൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആ സീനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ശരി, ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ. വാസ് ദർ എവർ എ സീൻ സോ ഓഫുള്ളി ഗ്രാൻഡ്? ഇത്രയും ഗ്രാൻഡായിട്ടുള്ള, ഇത്രയും ഓഫുള്ളി ഗ്രാൻഡായിട്ട്, ഭീകരമാം വിധം ഗ്രാൻഡായിട്ടുള്ള ഒരു സീൻ
ഒരു രംഗം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. ആസ് ദാറ്റ് സിങ്കിങ് ഷിപ്പ്, ഏതുപോലെ ആ സിങ്കിങ്, ആ മുങ്ങുന്ന കപ്പലിൽ പോലെ, വിത്ത് പ്ലേയിങ് ബാൻഡ്. സോ നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്തിനെയാണ് ഈ ഒരു ഓഫ്ലി ഗ്രാൻഡ് ആയിട്ടുള്ള സീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്നുമില്ല, ദ സിങ്കിങ് ടൈറ്റാനിക് വിത്ത് ഇറ്റ് സിങ്കിങ് ബാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, സോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ, അതിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബാൻഡ് എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. മക്കളെ, ചെറിയ ഒരു ശ്വാസതടസ്സം ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം ശബ്ദം എത്താത്തത്. നമുക്കിനിയും ലൈവുകളുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് സൗണ്ട് കുറയ്ക്കുന്നത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ ആണെന്ന് പറയണം, മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്, നോക്കൂ. എന്നിട്ട് കവി പറയാണ്, എന്താണ് കവി പറയുന്നത്? ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മെൻ. ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദി ടൈറ്റാനിക്സ് മെൻ. എല്ലാ ഗ്ലോറിയും, അല്ലേ, എല്ലാ ഗ്ലോറിയും ആർക്കാണ്? സ്മിത്തിനാണ്, ടൈറ്റാനിക്സ് മെന്നിനാണ്, ടൈറ്റാനിക്കിലെ മറ്റു ക്രൂവിനാണ് എല്ലാ ഗ്ലോറിയും, അല്ലേ. താങ്ക് യു. യെസ്, ദേ ബ്രിങ് ട്രഫാൽഗേഴ്സ് ഹീറോസ് ടു മെമ്മറി അഗെയിൻ. ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇനി പറയാൻ പോകുന്നതൊക്കെ ട്രഫാൽഗേഴ്സ് ഹീറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ നടന്ന കുറേ യുദ്ധങ്ങൾ ഈ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ ഹീറോയിക്സ് വേറെ പല ഹീറോയിക്സും കൊണ്ടുവരുന്നുണ്ട്. ആ രീതിയിൽ കണ്ടാൽ മതി. വാസ് ദർ എവർ എ സീൻ മോർ ഓസം ദാൻ ദിസ്? ഇതിലും മനോഹരമായ, ഇതിലും ഗംഭീരമായ ഒരു സീൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദ ഷിപ്പ് വാസ് സിങ്കിങ് വിത്ത് ഹർ ബാൻഡ് സിങ്കിങ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം, ഞാനത് വീണ്ടും പറയാണ്. ദ ഷിപ്പ് വാസ് സിങ്കിങ് with her band singing. All glory belonged to Captain Smith and his crew. They brought back the memories of the heroes of the Battle of Trafalgar. Battle of Trafalgarന്റെ ഓർമ്മകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൊണ്ടുവരുന്നുണ്ട്. And that heart-thrilling tale of the Alamo and the last grand charge of Waterloo and the charge of the Light Brigade as well and Jim Bulldozer's act on the പ്രേറി ബെല്ലെ. ഓക്കെ, നിങ്ങളിതൊന്നും കേട്ട് പേടിക്കേണ്ട, ഇത്രേ ഉള്ളൂ. ദ ബ്രേവറി ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത്. ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ധീരത. ദ ബ്രേവറി ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ധീരത. ആൻഡ് ഹിസ് മെൻ ബ്രിങ്സ് അവർ മെമ്മറി ടു ദ ത്രില്ലിംഗ് സ്റ്റോറീസ് ഓഫ്. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഏതൊക്കെയാണ്? ബാറ്റിൽ ഓഫ് ദ അലാമോ, ബാറ്റിൽ ഓഫ് വാട്ടർലൂ, ദെൻ ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്. ഇതൊന്നും നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓർമ്മകളൊക്കെ ആര് കൊണ്ടുവന്നു? ഈ ഓർമ്മകളൊക്കെ പുതുക്കി കൊണ്ടുവരാൻ എന്തിനു പറ്റി? ഈ പറയുന്ന ടൈറ്റാനിക് ഇൻസിഡന്റിന് പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. It again brings to our mind the heroic act of Jim Bludsoe and the boat of Prairie Belle. ഇതൊന്നും നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമില്ല. And the last stanza. And with this down the corridors of all time, the Titanic story shall sound sublime. For never was courage more noble and true than was shown on that night by the Titanic's crew. ഇനി പറയുന്ന ഓരോ വേർഡ്സും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, കൃത്യമായി ഓർമ്മിച്ച് വെക്കണം. ഇതാണ് കാര്യം. ഓക്കെ, യെസ്, ഇതാണ് കാര്യം. The tragic story of the Titanic will always be remembered as sublime. The tragic story of the Titanic will always be remembered as sublime. അല്ലേ, സബ്ലൈം എന്ന് പറഞ്ഞാൽ എന്താ? വിശിഷ്ടമായത് എന്നാണ്. സബ്ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മലയാളം നമുക്ക് ഏകദേശം എന്തർത്ഥം കൊടുക്കാം? വിശിഷ്ടമെന്നാണ്, അല്ലെങ്കിൽ അത്രയും ഗംഭീരമായത് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ മതി. സോ ദ ട്രാജിക് സ്റ്റോറി ഓഫ് ദ ടൈറ്റാനിക് വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് ആസ് സബ്ലൈം. സോ ടൈറ്റാനിക്കിൻ്റെ ട്രാജിക് സ്റ്റോറി, അതൊരു ദുരന്തമാണെങ്കിലും അത് എല്ലാ കാലത്തും സബ്ലൈമായിട്ട് നിലനിൽക്കും. ദ ക്യാപ്റ്റൻ ആൻഡ് ദ ക്രൂ ഓഫ് ദ ടൈറ്റാനിക് ഷോഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് നോബ്ലസ്റ്റ് ആക്ഷൻസ് ഓഫ് കറേജ് ഓൺ ദ മോസ്റ്റ് ട്രാജിക് നൈറ്റ്. ഒന്നുകൂടെ വായിക്കാം. റൈറ്റ്, ഒരു 10 മിനിറ്റ്. യെസ്, റൈറ്റ്, കുഴപ്പമില്ലല്ലോ അവിടെ. ഓക്കെ, ഡൺ. ഷായ് സാറ്? Yes, done. നോക്കൂ. The captain and the crew of the Titanic showed the greatest and noblest actions of courage on that most tragic night. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ഓർമ്മിച്ച് വെക്കേണ്ടത്? ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈൻസ് തരാതെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഹീറോയിക്സിനെ കുറിച്ചൊക്കെ എഴുതാൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളിത് പഠിക്കുക. റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിനെ കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചതുകൊണ്ട് ഇനി അത് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റൻ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ പോകുന്നത് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോമാണ്. ആൻഡ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, ടു സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു സോണറ്റ് ആണ്. ഇറ്റ്സ് എ സോണറ്റ്. വാട്ട് ഡസ് സോണറ്റ് മീൻസ്? സോണറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു 14 ലൈൻസ് പോമാണ്. 14 വരിയുള്ള ഒരു പോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോണറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഇതിന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. ഒന്നുമില്ല,
In this poem, William Wordsworth is talking about the sleepless night he had, and he's praying for the sleep. He's praying to sleep. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം സ്ലീപ്പിനോട്, അദ്ദേഹം ഉറക്കത്തോട് പ്രാർത്ഥിക്കുകയാണ്, തനിക്ക് ഉറക്കം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ ആദ്യത്തെ 8 വരി നമ്മൾ ഒക്ടേവ് എന്നാണ് വിളിക്കുക. ഈ ഒക്ടേവിൽ കുറേ നാച്ചുറൽ ഇമേജസ് കാണുന്ന സമയത്ത് അവസാനത്തെ സെസ്റ്ററ്റിൽ 6 വരിയിൽ ഉറക്കത്തോടുള്ള പ്രാർത്ഥനയൊക്കെയാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്, കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നോക്കൂ, ആദ്യത്തെ വരി ഞാൻ വായിക്കാം. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ് ബൈ വൺ ആഫ്റ്റർ വൺ. അതായത് ഉറക്കം കിട്ടാതെ കിടക്കുന്ന നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നാച്ചുറൽ ഇമേജസിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഉറക്കം വരാൻ വേണ്ടി. അതിൽ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ് വൺ ആഫ്റ്റർ വൺ. സോ ഒരു ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഒരു ചെമ്മരിയാടിൻ കൂട്ടം, വളരെ ലെഷർലി പാസ് ചെയ്യുന്ന ഒരു ചെമ്മരിയാടിൻ കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ദ സൗണ്ട് ഓഫ് ദ റെയിൻ, മഴയുടെ ശബ്ദത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ബീസ് മേമറിങ്, അല്ലേ, ബീസ് അതായത് തേനീച്ച കൂട്ടം മേമർ ചെയ്യുന്നതിനെ കുറിച്ച്, ആ ശബ്ദത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ഫോൾ ഓഫ് റിവേഴ്സ്, വിൻസ് ആൻഡ് സീസ്, സ്മൂത്ത് ഫീൽഡ്സ്, വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ, പ്യുവർ സ്കൈ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ അദ്ദേഹം കാണുന്ന, അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്യുന്ന, പാസ് ചെയ്യുന്ന ഇമേജസ് ആണ്, ഇമേജസ് ഓഫ് നേച്ചറാണ്. ഇവിടെ വിഷ്വൽ ഇമേജസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, ആൻഡ് ഓണോമാറ്റോപോയിക് വേർഡ്സ് ഉണ്ട്, അല്ലേ. മേമറിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓണോമാറ്റോപോയിക് വേർഡാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ബട്ട് ഇവിടെയാണ് കാര്യം. ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്. ഞാൻ ഈ പറയുന്ന എല്ലാ കാഴ്ചകളെയും ബൈ ടേൺസ്, ഒന്നിന് പിറകെ ഒന്നായി ഞാൻ ആലോചിച്ചു. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്. പക്ഷെ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ സ്ലീപ്ലെസ് ആയി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. ആൻഡ് പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് കേൾക്കാൻ പറ്റും? എൻ്റെ ഓർച്ചഡിൽ നിന്ന്, അല്ലേ, ഓർച്ചഡിൽ നിന്ന് ചെറിയ പക്ഷികളുടെ മെലഡീസ് കേൾക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചഡ് ട്രീസ്. എൻ്റെ പഴത്തോട്ടത്തിൽ നിന്ന്, ഓർച്ചഡ് ട്രീസിൽ നിന്ന് പക്ഷികൾ അവരുടെ മെലങ്കളി സോങ്സ് എനിക്ക് കേൾക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ രാവിലെയാവും, പെട്ടെന്ന് തന്നെ രാവിലെയാവും, എനിക്ക് ഉറക്കം കിട്ടില്ല എന്നാണ്. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കളി ക്രൈ, അല്ലേ, കുക്കുയുടെ മെലങ്കളി ക്രൈ ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റും. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് ഈ പറഞ്ഞു അതിൻ്റെ അർത്ഥം. ഈവൻ ദ ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 nights മോർ ഐ ലേ. കഴിഞ്ഞ ദിവസവും അതിനു മുമ്പുള്ള 2 ദിവസവും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉറക്കം കിട്ടാതെ കിടക്കുവാണ്. ആൻഡ് കുഡ് നോട്ട് വിൻ ദീ. ശ്രദ്ധിച്ചോളെ, ഇവിടെ സ്ലീപ്പിനൊരു മിസ്ട്രസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സ്ലീപ്പിന് എന്താണ്? സ്ലീപ്പ് ഈസ് പിക്ചർഡ് ആസ് എ മിസ്ട്രസ് ഹു റെഫ്യൂസ്ഡ് ടു കം ടു ദി poet. The sleep is considered as a or picturized as a mistress who refused to come to the poet. അപ്പോൾ എന്താ പറയുന്നത്? ആൻഡ് ഐ കുഡ് നോട്ട് വിൻ ദീ. വിൻ ദീ എന്ന് പറഞ്ഞാൽ വിൻ യു. കഴിഞ്ഞ 2 ദിവസമായിട്ടും എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ജയിക്കാൻ പറ്റിയില്ല. സ്ലീപ്പ്, ഉറക്കമേ. ബൈ എനി സ്റ്റീൽ, എന്ത് കാപട്യം കാണിച്ചിട്ട്, എന്ത് കൗശലം കാണിച്ചിട്ടാണെങ്കിലും. സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് അവേ. ഇന്ന് നീ എന്നെ എന്ത് ചെയ്യരുത്? എന്നെ വിട്ടു പോകരുത് എന്നാണ് പറയുന്നത്. സോ ഇവിടെ സ്ലീപ്പിനെ എന്ത് ചെയ്യാണ്? പേഴ്സോണിഫൈ ചെയ്യാണ്. സ്ലീപ്പ് ഈസ് പേഴ്സോണിഫൈഡ്. സ്ലീപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എ മിസ്ട്രസ് ഹു ഇസ് നോട്ട് റെഡി ടു കം ടു ദി പോയിന്റ്. എന്നിട്ട് എന്ത്? ലാസ്റ്റ് ലൈൻ. ഇവിടുന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ലൈൻസ് കോട്ട് ചെയ്യാറുണ്ട്. വിത്തൗട്ട് ദി, നീ ഇല്ലാതെ, വിത്തൗട്ട് ദി, നീ ഇല്ലാതെ, വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ്സ് വെൽത്ത്. എന്താണ് ഈ പ്രഭാതത്തിൻ്റെ വെൽത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ? നമുക്ക് രാവിലെകളിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ വിത്തൗട്ട് എ പ്രോപ്പർ ഗുഡ് നൈറ്റ് സ്ലീപ്പ്, നിങ്ങളുടെ മോർണിംഗ് വെൽത്ത് ഒക്കെ വെറുതെയാണ്. സോ വിത്തൗട്ട് ദി, നീ ഇല്ലാതെ, ദി എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് യു, വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ് വെൽത്ത്. ആൻഡ് കം blessed barrier. This is an important line. Come, blessed barrier between day and day. സോ ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തിനും മുമ്പുള്ള ബ്ലസ് ചെയ്യപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട തടസ്സമാണ് ആര്? ഉറക്കം. ഇത് വളരെ കൃത്യമായി ഓർമ്മിച്ച് വയ്ക്കുക. എങ്ങനെയാണ് ഉറക്കത്തെ, സ്ലീപ്പിനെ കവി വിശേഷിപ്പിക്കുന്നത്? ബ്ലസ്ഡ് ബാരിയർ. അവിടെ ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അലിട്രേഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ അവിടെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ബ്ലസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഓക്സിമോറോണാണ്. ബ്ലസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ അലിട്രേഷൻ വരുന്നു. ഇനി ഉറക്കത്തെ ബ്ലസ്ഡ് ബാരിയർ ആയിട്ട് നേരിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? മെറ്റഫറാണ്. സോ ഈ 3 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും അവിടെ ഉണ്ട്. സോ ഉറക്കത്തെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ബ്ലസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഉറക്കത്തെ എന്താ വിളിക്കുന്നത്? ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തിനും ഇടയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട തടസ്സമേ. എന്ത് ചെയ്യുന്നു? ഇനിയോ കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. എന്താണ് ഉറക്കത്തെ വിളിക്കുന്നത്?
ഫ്രഷ് തോട്ട്സിൻ്റെയും ജോയസ് ഹെൽത്തിൻ്റെയും മദർ എന്ന് വിളിക്കുന്നുണ്ട്. സോ അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു മെറ്റഫർ സംഭവിക്കുന്നുണ്ട്. കാരണം അവിടെ സ്ലീപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ പോം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 2 പോംസ്, അടുത്ത 2 പ്രധാനപ്പെട്ട പോംസ് ഡിസ്കസ് ചെയ്യാൻ JD സാറിനെ വിളിക്കാം. ഞാൻ പെട്ടെന്ന് നിർത്തുന്നത്, എനിക്ക് തൊണ്ട ചെറുതായിട്ട് പണി തരുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട് JD സാറേ. നാളെ വൈകുന്നേരമൊക്കെ ലൈവ് ഉള്ളതാണ്. അതുകൊണ്ട് നാളെ ചിലപ്പോൾ രാവിലത്തെ ലൈവിൽ JD സാറും കൂടെ ഉണ്ടാവും എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. ആ സ്ക്രീൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ശരി ശരി ശരി, ഓക്കെ, അതൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെഡി. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് നിർത്തുവാണ്. നമ്മൾ 3 പോംസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു. ആൻഡ് സാറിന് സ്ലൈഡ് ഒന്ന് അയച്ചു തന്നെ നമുക്ക് ഇതിലേക്ക് ചെയ്യാം. യെസ്, ഓക്കെ, റെഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ തൽക്കാലം ഇന്ന് പോവാണ്. ഞാനിപ്പോ തൽക്കാലം ഇറങ്ങുവാണ്. JD സാർ ഇവിടെ ഉണ്ടാവും. അവസാനം ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വരാം, ഉറപ്പായിട്ട് വരും. ആൻഡ് നാളെ രാവിലത്തെ ലൈവിൽ ഉണ്ടാവണം. നമ്മൾ 3 പേര് ഒരുമിച്ച് തകർക്കാൻ പോവാണ്. റൈറ്റ്, യെസ്. സോ മക്കളെ ഗംഭീരമായിട്ട് പഠിക്കുക. 5 പോംസ് അടിപൊളിയായിട്ട് പഠിക്കും. ആൻഡ് ഇപ്പൊ സമയം 8:15 ആയിട്ടേ ഉള്ളൂ. നമ്മളൊരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ പരിപാടി നമ്മൾ എന്ത് ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു എവരിബഡി. ഐ വിൽ സീ യു ഇൻ ദ മോർണിംഗ്. നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ വീണ്ടും കാണാം. പവറായിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കും. വൈകുന്നേരം 7 മണിക്ക് വീണ്ടും വരും. ഗ്രാമർ ടോപ്പിക്സ് ഗംഭീരമായി പഠിക്കും. ഇതൊക്കെ സെറ്റാണ്. അടിപൊളിയായിട്ട് ഇരുന്നാൽ മാത്രം മതി. സോ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു JD സാർ. നമ്മള് ഇഫ് നമ്മള് സെറ്റാക്കി, സെറ്റാക്കി. ഓക്കെ, ഇനി ദ റെക്ക് ഓഫ് ടൈറ്റാനിക് പവറാക്കി, ടു സ്ലീപ്പ് വേറെ ലെവലാക്കി. ഇനി നമുക്ക് ലെവലാക്കാനുള്ളത് ഡെത്ത് ആണ്. അതായത് ഡെത്ത് ദ ലെവലർ ആൻഡ് സൺറൈസ് ഓൺ ദ ഈസ്. ഈ 2 ചാപ്റ്ററും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് we gonna crack it പവർ ആക്കാൻ പോവാണ് മക്കളെ. യെസ്, നിങ്ങളെല്ലാവരും നേരത്തെ കമന്റ് ബോക്സിൽ ഞാനൊരു സാധനം കണ്ടല്ലോ, സാറേ ഇങ്ങനെ ഒരു പരിപാടി തരുമോന്ന്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ബൈ കമ്പയറിംഗ് ദ പോം. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് പലർക്കും പുതുമയായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പരിചയം ഉണ്ടാവില്ല. ഏതായാലും 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ബൈ കമ്പയറിംഗ് അനദർ അൺസീൻ പോം. നിങ്ങൾ ഇന്നേ വരെ കാണാത്ത പുതിയൊരു പോം തന്നിട്ട് അതിനെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട പോവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അപ്രീസിയേഷൻ എഴുതാൻ പറയും. ഓ സീൻ, ഇത് +2 മക്കളെ, +2 ഉണ്ട്. യെസ്, ഇത് ഇപ്പോഴേ പഠിച്ചു വെക്കാം. ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം വിത്ത് കംപ്ലീറ്റ് ടെക്നിക് ആൻഡ് ടിപ്സ് നമ്മൾ സെറ്റാക്കും. പവർ ആക്കും. അതിന് മുമ്പ് സാറ് പറഞ്ഞ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആക്കണ്ടേ. ഇതേതാ മക്കളെ ചാപ്റ്റർ? ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴേക്കും ഈ ഒരു ചാപ്റ്റർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവില്ല. ഇതേതാ? യെസ്, ഓക്സിമറോൺ, മെറ്റഫർ, മെറ്റോണിമി തുടങ്ങിയിട്ടുള്ള എല്ലാ പോയറ്റിക് ഡിവൈസസും. ഇന്ന് പോമിന്റെ ഡേയ്സ് ആണ്. ഈ ഒരു പോമിന്റെ ഡേയ്സിൽ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടേ നമ്മൾ ഈ പെൻസിൽ ഇവിടെ വെക്കുന്നുള്ളൂ. ഓക്കെ, അതായത് കംപ്ലീറ്റ് പോം പറയും, എങ്ങനെ അപ്രീസിയേഷൻ എഴുതാൻ പറയും, അതുപോലെ അൺസീൻ പാസേജ് എങ്ങനെ പറയും, അതൊക്കെ ഏതും പോയറ്റിക് ഡിവൈസസ് അല്ലേ, അതും സെറ്റ് ആകും. യെസ്, പേപ്പറാണ്. യെസ്, ഡെത്ത്സ് ദ ലെവലർ, ഡെത്ത്സ് ദ ലെവലർ. യെസ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡെത്ത്സ് ദ ലെവലർ. ഇത് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. വാട്ട് ഈസ് ദ എക്സാക്ട് തീം ഓഫ് ദ ഡെത്ത് ലെവലർ? ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് ഇങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി വേറെ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെത്ത് ദ ലെവലറിലുള്ള ഈ ഒരു ചോദിച്ചിട്ട് വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് ലൈൻ? എന്താണ് വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കിളി പോയി നിൽക്കുവോ? ഇല്ല. ആഫ്റ്റർ ദിസ് യു ആർ ഗോയിങ് ടു ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ആസ് യുവർ ഫസ്റ്റ് ആൻസർ. ഈ ലൈവ് കണ്ട ഒരു കുട്ടിക്കും ഇത് മിസ്സായി പോകില്ല, അത് പവറാക്കും. ഇൻ കേസ് ഇനി അങ്ങനെ മിസ്സായി പോകണ്ടാത്ത കുറേ ആൾക്കാരുണ്ടാവല്ലോ, അവർക്കൊന്ന് സെൻഡ് ചെയ്തേ, അവർക്ക് ഒറ്റൊരു ഷെയർ കൊടുത്തേ. യെസ്, ഒന്ന് ഷെയർ ചെയ്തേ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേ. കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ലാസ്റ്റ് 2 പോംസേ ഉള്ളൂ. അത് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുതരും. പോയറ്റിക് ഡിവൈസ് കംപ്ലീറ്റ് പറഞ്ഞുതരും. സെറ്റ് ആക്കാൻ പോവാണ്. ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്യുക, പവറാക്കുക. നമ്മൾ തുടങ്ങിയാലോ? നിങ്ങൾ ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, സെറ്റാണ്. ഇനി വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം സേസ്? ഈ പോത്തിന്റെ തീം എന്താണ്? വാട്ട് ദ പോം സേസ്? ഈ കവിതയിൽ എന്താ പറയുന്നത്? ദ പോയറ്റ് ഈസ് വേൾഡ്ലി വിക്ടറി, സക്സസ് ആൻഡ് ഹ്യൂമൻ ഗ്ലോറി ആർ മിയർ ഷാഡോ. എത്ര വലിയ വിജയം നേടിയാലും, എത്ര വലിയ സക്സസ് നേടിയാലും അതൊക്കെ ഒരു ചെറിയൊരു നിഴല് പോലെയാണ്. ഡെത്ത്സ് ലെവൽസ് എവ്രിബഡി. മരണം എല്ലാവരെയും സമന്മാരാക്കുന്നു. എത്ര വലിയ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാലും, അംബാനി ആണെങ്കിലും താഴേക്കിടയിലുള്ള ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈക്വൽ സ്റ്റേറ്റസ് എന്നാണ് പറയുന്നത്. ദ ഹൈ ആൻഡ് ദ ലോ, ദ സ്ട്രോങ് ആൻഡ് ദ വീക്ക്. നല്ല പവർ ഉള്ളവനും പവർ ഇല്ലാത്തവനും, യെസ്, നല്ല ഹൈ ക്ലാസ്സിലുള്ളവനും ലോ ക്ലാസ്സിലുള്ളവനും, ദ റിച്ച് ആൻഡ് ദ പുവർ
all are equal before death. മരണത്തിന് മുമ്പിൽ എല്ലാവരും ലെവലറാണ്, ലെവൽ ചെയ്യപ്പെടുന്നതാണ്. മരണം ലെവൽ ചെയ്യുന്ന ആളാണ്. യെസ്, സെറ്റ് ആണല്ലോ. ആൻഡ് ഈക്വൽ ബിഫോർ ഡെത്ത്. വി ഹാവ് നോ വെപ്പൺ ടു ഫൈറ്റ് ഡെത്ത്. മരണത്തെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വെപ്പൺ നമ്മുടെ മുന്നിലുള്ള ഇല്ല. എന്താ ഉണ്ടോ? മരണത്തെ ഒരാൾക്ക് എങ്ങനെയും തോൽപ്പിക്കാൻ കഴിയോ? നോ വേ. ദ വാർ ഹീറോ വിൽ സൂൺ ബിക്കം ദ വിക്ടിം ഓഫ് ഡെത്ത്. ഏത് വലിയ യുദ്ധത്തിലെ ഹീറോ ആണെങ്കിലും അവസാനം മരിക്കണ്ടേ? യുദ്ധം ഭയങ്കര അടിപൊളിയായിട്ട് അവൻ ജയിച്ചു, അവൻ അടിപൊളിയായി, എന്നാലും അവസാനം ഓൻ മരിക്കണ്ടേ? യെസ്, മരിക്കണം. ഓൺലി ഗുഡ്. പക്ഷെ അതിനൊരു എൻഡ് കണ്ടോ? ഓൺലി ഗുഡ് ആക്ഷൻ വിൽ ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഡെത്ത്. നല്ല ആക്ഷൻസ്, നന്നായിട്ടുള്ള ആക്ഷൻ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറഞ്ഞ പോലെ, നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പറ്റി ഓർക്കുകയുള്ളൂ. യെസ്, virtue and goodness are like sweet smelling flowers over the grave. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളെ പോലെയാണ് നമ്മൾ മരണമടഞ്ഞു കിടക്കുന്ന ഗ്രേവ് യാർഡ് ഉണ്ടല്ലോ. യെസ്, ആ ഒരു കല്ലറക്ക് മുകളിൽ വെക്കുന്ന നല്ല സുഗന്ധമുള്ള മണമുള്ള പൂക്കളെ പോലെയാണ്. ദ പോം എൻഡ്സ് ഇൻ ദ ഒപ്റ്റിമിസം. ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണിത് അവസാനിക്കുന്നത്. പോസിറ്റീവ് ആണ് ഓപ്റ്റിമിസം. പോസിറ്റീവ് ചിന്താഗതിക്കാണ് ഒപ്റ്റിമിസം അറിയാം. സ്പെസിമിസ്റ്റ് ആണ്, എന്ത് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ദുരന്തം എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, അതന്നെ. ഓക്കെ കണ്ടോ? ഇറ്റ് ഗീവ്സ് ദ മെസ്സേജ് ഗുഡ്നെസ് സർവൈവ്സ് ഡെത്ത്. മരിച്ചു കഴിഞ്ഞാലും നല്ലത് ചെയ്ത ആൾക്കാരാണെങ്കിൽ അത് മരണത്തെയും സർവൈവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോയാലോ. ഡെത്ത് ദ ലെവൽ ലൈൻ ബൈ നാച്ചു സാർ പറഞ്ഞിരുന്നു, ഓരോ ചാപ്റ്ററിൽ ലൈൻ ബൈ ലൈൻ പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന അപ്രീസിയേഷൻ ആവട്ടെ, ലൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആവട്ടെ, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലൈൻ ബൈ ലൈൻ അർത്ഥം വെച്ച് പോയാലേ പറ്റുള്ളൂ. നമ്മൾ മാരത്തോൺ ഡേയ്സിലൊന്നും ലൈൻ ബൈ ലൈൻ വെച്ച് അർത്ഥം വെച്ച് പോകാനുള്ള സമയം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ആക്കുന്നത്. സോ ഇനിയും മിസ്സായി പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടി വാടാ. യെസ് സുര മോനെ. യെസ്, അതെന്താ ഉദ്ദേശം മനസ്സിലായി? സുര ഡെത്ത് ലെവൽ. ജെയിംസ് ഷേർലി ആണ് ഈ ഓരോ പോത്തിന്റെയും ഓതറുടെ പേര് മറന്നു പോരുത്. കണ്ടോ? യെസ്, ദി ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. നമ്മുടെ രക്തത്തിലുള്ള വലിയ ഗ്ലോറീസ്, ഉന്മതികളൊക്കെ സ്റ്റേറ്റ് ആർ ഷാഡോ. അതൊക്കെ മിയർ ഷാഡോ ആണ്, അതൊക്കെ ചില നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്. അതൊന്നും റിയാലിറ്റി അല്ല, അതൊന്നും റിയൽ അല്ല. നമ്മളുടെ ഈ ഒരു ഗ്ലോറി JD സാർ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അംബാനി എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം, അങ്ങനെയൊന്നുമില്ല. എത്ര വലിയ മഹാ ആവട്ടെ, എന്താണ്, ഒന്നുമല്ല. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്, അതൊന്നും റിയൽ അല്ല. ദാറ്റ്സ് നോട്ട് റിയൽ. ദർ ഇസ് നോ ആർമർ അഗൈൻസ്റ്റ് ഫേറ്റ്. വിധിയെ തടുക്കാൻ നിന്റെ മുന്നിൽ ഒരു ആർമറും ഇല്ല, ഒരു പടച്ചട്ടയും ഇല്ല. വിധി എന്ന് പറഞ്ഞാൽ മരണമാണ് മക്കളെ. മരണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരിക്കും എന്നുള്ളതിനെ തടയാൻ വേണ്ടി നമുക്ക് ഇതുവരെ സയന്റിസ്റ്റ് ആയിട്ട് ഒന്നും കണ്ടുപിടിച്ചില്ല. ഐ തിങ്ക് ദാറ്റ്സ് വിൽ നോട്ട് ബി ഓക്കെ കണ്ടെത്തും തോന്നില്ല. ദാറ്റ്സ് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. പേഴ്സോണിഫിക്കേഷൻ. മരണം അതിൻ്റെ തണുത്ത കരങ്ങൾ, ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. രാജാക്കന്മാരുടെ മുകളിൽ പോലും മരണം അവരുടെ തണുത്ത കരങ്ങൾ പിടിക്കും. മരണത്തിന് കൈയുണ്ടോ? ഇല്ല. മരണത്തിനെ മനുഷ്യന്റെ ക്വാളിറ്റി കൊടുത്താണ്. കൈ കൊണ്ട് പിടിക്കുക എന്നുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റി മരണത്തിന് കൊടുത്താണ്. അതിന് പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. അവിടെ വന്നു പേഴ്സോണിഫിക്കേഷൻ. യെസ്, സെറ്റാണ്. 9 മണിക്ക് തീർക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്യട്ടോ. ഓക്കെ, യെസ്. സ്കെപ്ചർ ആൻഡ് ക്രൗൺ. ഇതാണ് കിരീടവും ചെങ്കോൽ. ഇത് ചെങ്കോലാണ് കേട്ടോ. ഓക്കെ, ചെവിത്തോണ്ടി ഒന്നല്ല, ചെങ്കോലാണ്. ഓക്കെ, ചെങ്കോൽ വലിയ സാധനമാണ്. ചെങ്കോൽ ആൻഡ് ക്രൗൺ. കിരീടവും ചെങ്കോലും മസ്റ്റ് ടംബിൾ ഡൗൺ. എന്താണ് ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ? താഴെ വീഴണം. ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാം, എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ കിരീടവും ചെങ്കോലും എഴുതിയ ആളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ താഴെ വീഴണം. യെസ്, അതായത് മരിച്ചു കഴിഞ്ഞാൽ ഈക്വലായി. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. അങ്ങനെ പൊടിപടലത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ആ പൊടിപടലത്തിൽ സെയിം ആണ്. വിത്ത് പുവർ ക്രൂക്ഡ് സിക്ത് ആൻഡ് സ്പേഡ്. ഇതുപോലത്തെ യെസ്, സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ 2 സാധനങ്ങൾക്കാണ് ഈ സൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയാം. ഈ 2 സാധനങ്ങൾ ഏന്തി നിൽക്കുന്ന ആരെ പോലെ? പാവപ്പെട്ട കർഷകനെ പോലെ. അവൻ ആരാണ്? യെസ്, ആരാണ്? സെയിം ആയിട്ടുണ്ട്. എത്ര വലിയ കിരീടവും ചെങ്കോലും ഏന്തിയ രാജാവാണെങ്കിലും നമ്മൾ പാവപ്പെട്ട കർഷകനെ പോലെ, യെസ്, അരിവാളും ഈ ഒരു മറ്റേ ഇതില്ലേ ഷവൽ, ഓക്കെ, അതുമൊക്കെ കൊണ്ട് നടക്കുന്ന കർഷകനെ പോലെ ഈക്വൽ ആവും. ഇൻ ദ ഡസ്റ്റ്. മണ്ണിൽ അവൻ തുല്യനാണോ? മണ്ണിൽ അവൻ തുല്യനാണ്. സെറ്റാണോ? ഈ സ്റ്റാൻസ സെറ്റാണോ? ഓക്കെ ആണോ? സെറ്റാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി ഒന്ന് കമന്റ് ബോക്സിലിട്ടെ. ഹാർട്ട് ഇമോജി വേണ്ട, നിങ്ങൾ കണ്ണിൽ നക്ഷത്രമുള്ള ഒരു ഇമോജി ഉണ്ടല്ലോ, അതൊന്നിട്ടെ. ഈ സ്റ്റാൻസ് സെറ്റാണെങ്കിൽ. ആകെ 3 സ്റ്റാൻസേ ഉള്ളൂ. 3 അല്ലേ?
യെസ് ഉണ്ട്, മൂന്ന് സ്റ്റാൻസേ ഉള്ളൂ. അത് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഈ കണ്ണിൽ നക്ഷത്രമുള്ള ഇമോജി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ ഇട്ടോ. ഓക്കെ. എടാ സൃജിൻ, നീ ആഡിസയിൽ നോക്കി നിന്ന് അവിടെ പരിപാടി മറ്റന്നാൾ നാളെ എക്സാം ആണ്. ഓക്കെ സെറ്റ് അല്ലടാ? കണ്ണിൽ നക്ഷത്രമുള്ള ഇമോജി കിട്ടിയോടാ? തെരഞ്ഞിട്ട് കണ്ടു കിട്ടിയോ? പെവറുണ്ടോ ഗൈസ്? പെവറുണ്ടോ? കണക്കുന്നതാ. ഓക്കെ യെസ്, താങ്ക് യു ഗൈസ്, താങ്ക് യു. പെവർ വന്നു ഗൈസ്, കണ്ടോ ഇനി പെവറാണ്. യെസ്, നെക്സ്റ്റ് സ്റ്റാൻസ് സം മാൻ വിത്ത് സ്വോർഡ്. ചില ആൾക്കാർ വിത്ത് വാളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. യെസ്, വാള്. യെസ്, മേ റീപ് ദ ഫീൽഡ്. വാളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്താകും? റീപ് ദ ഫീൽഡ്. വയലുകൾ കൊയ്തേക്കാം. എന്താ പറഞ്ഞത്? വയലുകൾ കൊയ്തേക്കാം. ആൻഡ് പ്ലാന്റ്സ് ഫ്രഷ് ലോറൽസ് വിൽ ദേ കിൽ. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ്. ലോറൽസ് പറഞ്ഞാൽ ഈ മരത്തിനാണ് ലോറൽസ് പറയാ. ഈ മരം, ഈ ലോറൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെക്കുന്നൊക്കെ ആ ഒരു ചെടിയൊക്കെ അല്ലേ, ആ ഒരു ചോറ്. ഓക്കെ, ആ ഒരു ചെടിക്കാണ് ലോറൽസ് പറയാ. വളരെ എന്താ പറയാ, ഭയങ്കര ആദരവ് കൊടുക്കുന്ന ഒരു മരവും അതിന്റെ ഇലകളൊക്കെയാണ് ലോറൽസ് ആണ്. വേദക്കിൽ അവർ മരിച്ച സ്ഥലത്ത് ഇതുപോലെ ഫ്രഷ് ലോറൽസ് ഇലകളെ കൊണ്ടുള്ള അല്ലെങ്കിൽ മരങ്ങൾ എന്താക്കാം? പ്ലാന്റ് ചെയ്തേക്കാം. ബട്ട് ദ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് യീൽഡ്. എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള നാടിനരമ്പുകളാണെങ്കിലും, ആ ഒരു സാധനം എത്ര സ്ട്രോങ് ആയിട്ടുള്ള നെർവുകളാണെങ്കിലും എന്താക്കണം? അറ്റ് ലാസ്റ്റ് മസ്റ്റ് യീൽഡ്. അവരെന്താക്കണം? അടിയറവ് പറയണം. Thy tame but one another still. Yes, die എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു, ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ, ബട്ട് വൺ another still. എത്ര വലിയ ആൾക്കാർ പരസ്പരം കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവസാനം അവനെ കൺട്രോൾ ചെയ്യും. ആരെ? മരണം. ഏർലി ഓർ ലേറ്റ്, നേരത്തെ ആവട്ടെ വൈകി ആവട്ടെ, they stoop to fate. അവരെന്താക്കുന്നു? യെസ്, സറണ്ടർ ടു ഫെയ്ത്ത്. വിധിക്ക് അവർ കീഴടങ്ങുന്നു. വിധി എന്താ? മരണം എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് അവർ കീഴടങ്ങുന്നു. യെസ്, അവസാനം മരിക്കും. അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, മരിക്കും. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രീത്ത്സ്. അവരിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസം. നിങ്ങൾ നോട്ടെ, ഈ ശ്വാസത്തിനൊരു എൻഡ് വരും. എന്താ പറഞ്ഞത്? ഈ മർമറിംഗ്, ഈ ഒരു ബ്രീത്തിന് ഒരു എൻഡ് വരും. അത് വിട്ടുകൊടുക്കണം. ഗിവ് അപ്പ് ദ മർമറിംഗ് ബ്രീത്ത്സ് വെൻ ദ പെയിൽ ക്യാപ്റ്റീവ് ക്രീപ് ടു ഡെത്ത്. മരണത്തിലേക്ക് അവർ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത്. വെൻ ദ പെയിൽ ക്യാപ്റ്റീവ്. യെസ്, ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ kept as a prisoner confined space. അവര് മരണത്തിന് അടിയറവ് പറയുന്ന സമയത്ത്, അവര് മരണത്തിന്റെ ആ ഒരു വിളറിയ ജയിലറക്കുള്ളിൽ അവരെന്താണ്? മരണത്തോട് മല്ലിടുന്ന സമയത്ത് അതിലേക്ക് ഇഴഞ്ഞു നീ കേട്ടോ, ക്രീപ്പ്. ഓക്കെ, അങ്ങനെ മരണത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് അവരുടെ ആ ഒരു ബ്രീത്തിന് ഒരു ഗിവപ്പ് കൊടുക്കണം, അത് വിട്ടുകൊടുക്കണം. യെസ്, ദേ ആർ ഗോയിങ് ടു ഡൈ. സെറ്റ് അല്ലടാ? സെറ്റാണോ വെച്ചാൽ മരിക്കാൻ ആ ഒരു ഇതാണല്ലോ. ഏതായാലും മരിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഈക്വൽ ആണ്. ഏത് വലിയ കുനാഡ്രിഫിക്കേഷൻ ആണെങ്കിലും അയാൾ എന്താക്കണം? മരിക്കണം. ദാറ്റ്സ് എ മെയിൻ തീം. ഏത് വലിയ മറ്റവനാണെങ്കിലും അവൻ മരിക്കണം. ഓക്കെ, യെസ്, അതാണ് ഇതിൽ പറഞ്ഞത്. സെറ്റാണോടാ? ഇത് ഓക്കെ ആണെങ്കിൽ, യെസ്, ഓക്കെ ആണെങ്കിൽ, ഓക്കെ ആണോ? ഇത് സെറ്റാണോ? ഓക്കെയാണ് സാധനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തലയിൽ വട്ടമുള്ള ഒരു ഇമോജി ഉണ്ടല്ലോടാ. തലയിൽ വട്ടമുള്ള ഔറ എന്നൊക്കെ പറയും. ഔറ അങ്ങനെ തലയിൽ വട്ടമുള്ള ഒരു ഇമോജി ഇട്ടെ. സെറ്റാണോ? ഓക്കെ, സുരനികേഷ്. ഓക്കെ, കമന്റ് ബോക്സിൽ ആ ഒരു സർ നെയിം എന്താ? ഓക്കെ, ആ ഇമോജി ഇട്ട ഞാൻ പെട്ടെന്ന് നെയിം പറഞ്ഞുതരാം. ആ ഇമോജി ഒന്ന് ഇടുക. തലയിലുള്ള വട്ടം ഫസ്റ്റ് ഇട്ട താരം ശശികുമാർ. ഓക്കെ, മൈ നെയിം ഈസ് Jamshad Ali. And you guys can call me JD. That's my short name in Xylem. Okay. Yes, Mr. Bob is sending that. വട്ടമുള്ള ഇമോജി, തലയിൽ വട്ടമുള്ള ഇമോജി. യെസ്, താങ്ക് യു. ഓക്കെ, യെസ്, ദാറ്റ്സ് മൈ നെയിം, ജംഷാദ് അലി ജെഡി. ഓക്കെ, നെക്സ്റ്റ് വൺ. കണ്ടോ ദ ഗാർലാൻഡ്സ് വിത്ത് ഓൺ യുവർ ബ്രോ. ഏയ് ബ്രോ, ആ ബ്രോ അല്ലട്ടോ ഇത്. ബ്രോ നെറ്റിയിൽ, മുഖത്ത് എന്നുള്ള ഒരു ബ്രോ ആണ്. യെസ്, ദ ഗാർലാൻഡ്സ് വിത്ത് ഓൺ യുവർ ബ്രോ. നിന്റെ നെറ്റിയിലുള്ള, നിന്റെ മുഖത്തുള്ള ആ ഒരു പുഷ്പങ്ങളൊക്കെ എന്താകുന്നു? ഡ്രൈ ആകുന്നു. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. നീ വളരെ വലിയ സംഭവമായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ബോസ്റ്റ് ചെയ്യാൻ, അതായത് SP എന്ന് പറയും, ടോക്ക് വിത്ത് എക്സസീവ് പ്രൈഡ്. ഭയങ്കര ഓവറാക്കി ഉഷാറാക്കി പറയില്ല,
ഞാനുണ്ടല്ലോ ഇന്നലെ വണ്ടർലയിൽ പോയ സമയത്ത് എൻ്റെ മൂക്ക് ഇടുക്കാച്ചി റൈഡുകൾ എന്നൊക്കെ പറഞ്ഞ തള്ളൂലേ. അല്ലെങ്കിൽ അവൻ ചെയ്തു വെച്ച് ഞാൻ ഇന്നലെ ഒരു പൂച്ച ഒരു 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 പട്ടിനെ കണ്ട് പട്ടിനെ കല്ലെടുത്ത് എറിഞ്ഞ് അതിനെ കൊന്ന്. അങ്ങനെ വീരവാദങ്ങൾ മുഴക്കൂലേ? അങ്ങനെ വീരവാദങ്ങളൊന്നും മുഴക്കാൻ നീ ഉണ്ടാവുകയില്ല. അതായത് നിന്റെ നെറ്റിത്തടങ്ങളിലുള്ള പുഷ്പങ്ങൾ വാടുമ്പോൾ നിന്റെ ബോസ്റ്റുകൾ നീ ഓവറാക്കി ഭയങ്കര SP ആക്കി ഭയങ്കര അടിപൊളിയാക്കി പറയാൻ നീ ഉണ്ടാവുകയില്ല. അവിടെ അത് അവസാനിക്കുന്നു. ബോസ് നോ മോ യു മൈറ്റ് ഇറ്റ്. നിന്റെ വലിയ വീരവാദങ്ങളൊന്നും അവിടെ നടപടിയാവില്ല. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചോ, നന്നായി ശ്രദ്ധിച്ചോ. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ ഒരു കളറല്ലേ പേർപ്പിൾ. ഇതാണ് പേർപ്പിൾ അൾട്ടാർ. അൾട്ടാർ എന്ന് പറഞ്ഞാൽ ആൾത്താരം എന്ന് പറയും, അല്ലെങ്കിൽ ബലിപീഠം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ നൗ, മരണത്തിന്റെ ഈ ഒരു അൾത്താരത്തിൽ നൗ സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്. വിക്ടിം ഒരു പോയറ്റിക് ഡിവൈസാണ്. അതായത് യെസ്, ഓക്സിമെറോൺ അല്ലേ, യെസ്, പാരഡോക്സ്, ഓക്സിമെറോൺ എന്നൊക്കെ പറയുന്ന സാധനമാണ് വിക്ടിം. യെസ്, വിക്ടർ എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ അല്ലേ, കീഴടക്കിയവൻ. വിക്ടിം എന്ന് പറഞ്ഞാലോ പരാജയപ്പെട്ടവൻ, അല്ലെങ്കിൽ പരാതി ഏൽക്കപ്പെട്ടവൻ. ഓക്കെ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഒരുമിച്ച് വരുന്നതിനാണ് ഓക്സിമെറോൺ എന്ന് പറയാം. ഓക്കെ, അതായത് മരണത്തിന്റെ മുന്നിൽ ഏതൊരു വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒക്കെ എന്താക്കുന്നു? ബ്ലീഡ്സ്. അവൻ ബ്ലീഡ് ചെയ്യുന്നു, അവന്റെ രക്തം ചിന്തുന്നു. വിച്ച് മീൻസ് എല്ലാവരും മരണത്തിന് കീഴടങ്ങുന്നു. ദാറ്റ് ഈസ് ദ ലെവൽ. അങ്ങനെ ഹൈ ക്ലാസ്സിലുള്ളവനും ലോ ക്ലാസ്സിലുള്ളവനാകട്ടെ അവരുടെ മരണം വരുന്ന സമയത്ത് എന്താവും? തുലാസോ കണ്ടില്ല, ഇങ്ങനെ അടി ഇങ്ങനെ കറക്റ്റ് വരും. അതുപോലെ എന്താക്കുന്നു? ബ്ലീഡ്സ് യുവർ ഹെഡ്. അതായത് നിന്റെ ഹെഡ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം. തുറക്കുന്ന തണുപ്പുള്ള ആ ഒരു ടോംബിലേക്ക്. ടൂംബ് എന്ന് പറഞ്ഞാൽ എന്താണോ? ടൂംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കല്ലറ, കേട്ടുണ്ടോ? കല്ലറയിലേക്ക് നിന്റെ തല താവണം. ഇനി ഇവിടെ പേർപ്പിൾ കളറിൽ കൊടുത്ത മെയിൻ സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. കണ്ടോ? ഓക്കെ, ക്ലൈമാക്സ് ആണ് പറയാൻ പോകുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. നീതിപരമായിട്ട് നീ ചെയ്ത കാര്യം വല്ല കാര്യമുണ്ടോ? എന്താ പറഞ്ഞത്? നീതിപൂർവമായിട്ട് നീ ചെയ്ത കാര്യങ്ങൾ, അത് നല്ല കാര്യം നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം. അത് നല്ല അടിപൊളി കിണ്ണങ്കാച്ചി സ്മെല്ലായിരിക്കും. അതായത് ആൾക്കാർ മൊത്തം സ്പ്രെഡ് ചെയ്യും, ആൾക്കാർ മൊത്തം പറഞ്ഞു നടക്കും. ഇൻ ദിയർ ഡസ്റ്റ്, ഇവൻ ദോ ദേ ആർ ഇൻ എ ഡസ്റ്റ്. അവർ മരിച്ച് മണ്ണറയിലാണെങ്കിലും അവർ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി നമ്മൾ ഇന്നും പഠിക്കും. എന്താ പറഞ്ഞേ? അവരെ പറ്റി നമ്മൾ ഇന്നും പഠിക്കും, അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ ഇന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. യെസ്, നിങ്ങൾ പറയടാ, നിങ്ങൾ മരിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഇഫ് ദേ ഹാവ് ഡൺ എനിത്തിങ് സംതിങ് ഗുഡ്, എന്തെങ്കിലും ജസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, യു ഗൈസ് ആർ സ്റ്റിൽ യെസ്. ഓക്കെ, മുത്തമണേ അതാരാ? ഓക്കെ, താങ്ക് ഫോർ ദാറ്റ് കമന്റ്. ഓക്കെ, whatever. ഏതായാലും നിങ്ങൾ ഇപ്പോഴും എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ about any person, ഗാന്ധിജി ഒക്കെ പറയുന്നുണ്ട്. യെസ്, that's എക്സാക്ട് തീം ഓഫ് ദ ഫൈനൽ ലൈൻ. ഈ തീമിന്റെ അവസാനത്തെ ലൈൻ്റെ തീം അതാണ്. എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരെ പറ്റി നമ്മൾ ഓർത്തിരിക്കും. ജനങ്ങൾ. ഗാന്ധിജിയാണ് മെയിൻ ആൾക്കാർ പറയുന്നത്. അബ്ദുൽ കലാം ഉണ്ട്. യെസ്, APJ അബ്ദുൽ കലാം ഉണ്ട്. മൈ മദർ ഉണ്ട്. യെസ്, ഓക്കെ, റെസ്റ്റ് ഇൻ പീസ്. ഓക്കെ, ഗാന്ധിജിന്റെ മെയിൻ ഗാന്ധിജി ആൾക്കാരാണല്ലേ. യെസ്, കുറെ ആൾക്കാരുണ്ട്. അപ്പൂപ്പനുണ്ട്. JD സാറോ? എടാ കളിക്കറേ, JD സാർ മരിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, മരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു. യെസ്, വല്ലാത്ത അവസ്ഥ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എഴുതാനുണ്ടാകും അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത്, പോയറ്റിക് ഡിവൈസ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ പോയറ്റിക് ഡിവൈസ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളതെന്നാണ് പറഞ്ഞത്. ഫുൾ പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളത് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പോയറ്റിക് ഡിവൈസ് ഉള്ളതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇൻ ദിസ് ഫിഗർ ഓഫ് സ്പീച്ച് നോൺ ഹ്യൂമൻ ഒബ്ജക്ട് ഐഡിയാസ് ഇവന്റ്സ് എക്സെട്രാ ഡിസ്ക്രൈബ് ആസ് ഹ്യൂമൻ ക്വാളിറ്റീസ്. മനുഷ്യനല്ല. മൈ ഫോൺ ഈസ് ക്രൈങ് എന്ന് പറയാം. എന്താണ്? ഫോണ് ബെല്ലടിഞ്ഞ സമയത്ത് ഞാൻ പറയാണ് മൈ ഫോൺ ഈസ് ക്രൈങ്. എൻ്റെ ഫോണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണ് കരയോ? ഇല്ല. ഫോണിന് മനുഷ്യന്റെ ക്വാളിറ്റിയാണ് കരയുക, അത് ഫോണിനടുത്ത് നൽകി. മനുഷ്യന്റെ ക്വാളിറ്റി മനുഷ്യൻ അല്ലാത്ത വസ്തുവിന് കൊടുക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഡച്ച് ലേസ് ഇസ് ഹൈ സി ഹാൻഡ്സ് ഓൺ കിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് പേഴ്സോണിഫിക്കേഷൻ ആണെന്ന്. ആ ഒരു മരണത്തിന് കൈയൊക്കെ കൊടുക്കാം. മരണത്തിന് കൈ ഉണ്ടോ? ഇല്ല. ആ കൈ കൊണ്ട് പിന്നെ രാജാക്കന്മാരുടെ മേല് പിടിക്കും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പിടിക്കുക എന്ന് പറഞ്ഞാലും കൈയൊക്കെ ഉള്ളതാണ് മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. അത് മനുഷ്യനല്ലാത്ത മരണത്തിന് കൊടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് മരണം. അതിന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ. യെസ്. നെക്സ്റ്റ് വൺ, മെറ്റോണിമി ഉണ്ട്. നെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് ഒരു കാര്യം, ഒരു വസ്തു പറഞ്ഞിട്ട്
ഒരു വസ്തു പറഞ്ഞിട്ട് അതിന്റെ ഉദ്ദേശം വേറെ എന്തുമായിരിക്കും? ഇവിടെ സ്കെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞില്ലേ, കിരീടവും ചെങ്കോൽ എന്ന് പറഞ്ഞില്ലേ. എന്താ പറഞ്ഞത്? കിരീടം, ചെങ്കോല്, ഓക്കെ, കിരീടം, ചെങ്കോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അവിടെ ചെങ്കോലും കിരീടവും ആണോ ഉദ്ദേശം? അല്ല, ദ പവർ, അധികാരമാണ് അവിടെ ഉദ്ദേശം. അധികാരം എന്ന് ഡയറക്ട്ലി പറയാതെ അവിടെ സ്കെപ്ചർ ആൻഡ് ക്രൗൺ, കിരീടവും ചെങ്കോൽ എന്ന് പറഞ്ഞു. ദാറ്റ്സ് കോൾഡ് മെറ്റോണിമി. അതിനാണ് മെറ്റോണിമി പറയാ. നെക്സ്റ്റ് വൺ ഓക്സിമറോൺ. നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. ഈ ഒരു ഫിഗറോസിൽ ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ആർ കമ്പൈൻഡ് വൺ എക്സ്പ്രഷൻ. രണ്ട് ഓപ്പോസിറ്റ് ഐഡിയകൾ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. കണ്ടോ? ഓക്കെ, വിക്ടർ വിക്ടിം പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഓൾറെഡി പറഞ്ഞുകൊണ്ട് സെറ്റ് ആണ്. സെറ്റ് ആണ്, പെവർ ആണ്. യെസ് മക്കളെ, ഓക്കെ, സെറ്റ് ആണല്ലോ. യെസ്, ഇനി ഇവിടെ ഉണ്ടോ മെറ്റഫർ ഉണ്ട്. മെറ്റഫറും സിമിലി നമുക്ക് അറിയുന്നതാണ്. യെസ്, മെറ്റഫർ എന്ന് പറഞ്ഞാലും സിമിലി എന്ന് പറഞ്ഞാലും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാം. എന്താ പറഞ്ഞത്? സിമിലിയും മെറ്റഫറും ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു കമ്പയർ ചെയ്യാം. നിങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കുന്ന 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഐ തിങ്ക്. ഓക്കെ, യെസ്, അതായത് ഞാനിപ്പോൾ ലയണാണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് തള്ളിവിടുകയാണ്. ഓക്കെ, ഐ ആം എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫറാണ്. ഐ ആം ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമിലിയാണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് സിമിലി. ആ ലൈക്കോ ആസോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് മെറ്റഫർ. യെസ്, ഓക്കെ, ഇവിടെ കുറച്ച് എക്സാമ്പിൾ. ഡെത്ത്സ് ദ ലെവൽ. ഡെത്ത് എന്ന് പറഞ്ഞ ലെവലറാണ്. ഡെത്ത് ഈസ് ലൈക്ക് എ ലെവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമിലിയാണ്. ഇത് ഡെത്ത്സ് ദ ലെവലർ. ഡെത്ത് എന്ന് പറഞ്ഞാൽ ലെവലറാണെന്ന് പറയുന്നത്. അതായത് ലെവലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രാസില്ലേ. ഓക്കെ, യെസ്, ഓക്കെ, സെറ്റ് ആണല്ലോ. ഈ ചാപ്റ്റർ ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോജി ഉണ്ടല്ലോ, ഡാബ് ഇമോജി, പവർഫുൾ സാധനം. സെറ്റ് ആണെങ്കിൽ ആ ഒരു ഇമോജി വന്നിട്ടെ. സെറ്റ് ആണെങ്കിൽ ആ ഒരു ഇമോജി ഇടറാ. പൊളിയാണെങ്കിൽ സെറ്റ് ആണെങ്കിൽ ആ ഒരു ഡാബ് ഇമോജി. പെവറാണോ ഗൈസ്? പെവറാണോ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോംത്തിലേക്ക് എടുക്കാണ്. അതിന് പോകാൻ പറയാണ്. ഗ്രൂപ്പിൽ ചേരാൻ പറ്റുന്നില്ല. ഗ്രൂപ്പ് നമുക്ക് മാറ്റി സെറ്റ് ആക്കട്ടോ, മാറ്റി പണിയാം ഗൈസ്. യെസ്, ഐ എം ഗെറ്റിംഗ് ദാറ്റ് ഇമോജി. താങ്ക് യു. യെസ്, പെവർ. താങ്ക് യു. ഇനി പറടാ, ഇതേതാ ചാപ്റ്റർ? ഡെഫിനറ്റ്ലി യു ഗൈസ് ആർ വെൽ നോൺ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇത് സെറ്റാണ്. നിങ്ങളിവിടെ പോയിനോ? മീശപ്പുലിമല കേട്ടിട്ടുണ്ടെങ്കിൽ മീശപ്പുലിമല അതുപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കുന്നിൻ്റെ മണ്ടയിൽ പോയിട്ട് ഈ കവി ഒരു കുന്നിൻ്റെ മണ്ടയിൽ പോയി. ആ മണ്ടയിൽ പോയപ്പോൾ അയാൾക്ക് തോന്നിയത് എഴുതി വെച്ചു. ദാറ്റ്സ് കോൾഡ് ദിസ് ചാപ്റ്റർ. യെസ്, ദാറ്റ്സ് എക്സാക്റ്റ് ചാപ്റ്റർ. യെസ്, കറക്റ്റ് മക്കളെ. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. സൺറൈസ് ഓൺ ദ ഹിൽസ്. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. സൺറൈസ് ഓൺ ദ ഹിൽസ്, മലമുകളിൽ സൂര്യോദയം. അതാണ് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മലമുകളിൽ സൂര്യൻ വന്നു. പക്ഷെ സംഭവം സിമ്പിൾ ആണെങ്കിലും നമ്മളിത് വായിച്ചു നോക്കി മനസ്സിലാക്കി സെറ്റാക്കി വെച്ചില്ലെങ്കിൽ ചെറുതായിട്ട് പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിന് ശേഷം ഒരു പോയത്തിനെ മറ്റൊരു പോയമായിട്ട് കമ്പയർ ചെയ്തിട്ട് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതും നമ്മൾ പറയും, സെറ്റാക്കും, പെവറാക്കും. യെസ്, കണ്ടോ. ഇതിന്റെ തീം എന്താണ്? ദ മെയിൻ തീം ഓഫ് ദ പോം ഈസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതി ഭംഗി. എന്താണ്? പ്രകൃതി ഭംഗി. ദ പോയറ്റ് വാച്ചസ് ദ സൺറൈസ് ഫ്രം ദ ഹിൽസ്. മലമുകളിൽ കയറിയിട്ട് ഈ കവി എന്താക്കാണ്? ഈ മല കാണുകയാണ്. മലമുകളിൽ കയറിയിട്ട് സൂര്യോദയം കാണുകയാണ്, മലമുകളിലുള്ള സൂര്യോദയം. ആൻഡ് സീസ് നേച്ചർ വേക്ക് അപ്പ് വിത്ത് ദ സൺ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഭൂമി ഉണരുന്നത് കാണുകയാണ്. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഈസ് ഹീലിംഗ് ആൻഡ് ഹാസ് എൻ അമേസിംഗ് എഫക്റ്റ് ഓൺ ഹിം. ഈ ഒരു ഭൂമി, യെസ്, ഈ ഒരു ഭൂമിയുടെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി ഉണ്ടല്ലോ, ഇസ് ഹീലിംഗ്. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എന്താണ്, അത് ഹീലിംഗ് ആണ്. ആ വിഷമങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടും. ആൻഡ് ഹാസ് എൻ അമേസിംഗ് എഫക്റ്റ് ഓൺ ഹിം. അവനിൽ ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് പരിപാടി നടപടിയാവോ സെറ്റ് ആവുമോ നമുക്ക് നോക്കാം. ഓക്കെ, സൺറൈസ് ഓൺ ദ ഹിൽസ്. നമ്മൾ ചാപ്റ്ററിലേക്ക് എടുക്കാണ്. HW ലോങ് ഫെലോ ആണ് ഈ ഒരു സൺറൈസ് ഓൺ ഹിൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുള്ളത്. അത് എഴുതിയിട്ടുള്ളത് ഇച്ചങ്ങയാണ്. ഈ ലോങ് ഫെലോ എന്ന് പറഞ്ഞ ഇച്ചങ്ങയാണ്. മലമുകളിൽ പോയിട്ട് ഈ കവിത കണ്ട ഈ ഒരു സൂര്യോദയം കണ്ടിട്ട് കവിത എഴുതി ചങ്ങായി. ഓക്കെ, നമുക്ക് നോക്കാം അദ്ദേഹം എന്താണ് എഴുതി വെച്ചതെന്നുള്ളത്. I stood upon the hills. ഞാൻ മലമുകളിൽ നിന്നു. When heaven's wide arch was glorious with the sun's returning march. Sun return ചെയ്യാണ്. അവിടെ അയാൾ ഏടോ കിടന്ന് ഉറങ്ങിയായിരുന്നു. അയാൾ പോയി റിട്ടേൺ വരികയാണ്. സൂര്യൻ തിരിച്ചു വരുന്ന ആ ഒരു മാർച്ച് ഒന്ന് മാസമല്ലോ, ആ മാർച്ച് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, ആ സൂര്യൻ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു വാസ് ഗ്ലോറിയസ് വിത്ത്, അത് അത്രയും അമേസിംഗ് ആയിരുന്നു. അമേസിംഗ് അത്രയും ഗ്രേറ്റ് ആയിരുന്നു. വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, ആ ഒരു ഹെവൻ, സ്വർഗത്തിന്റെ വിശാലമായിട്ടുള്ള ആ ഒരു ആർച്ച് കണ്ടോ നിങ്ങൾ. സൂര്യൻ വരുന്ന സമയത്ത് ചക്രവാളത്തിൽ ഒരു എന്താ പറയാ, ഒരു ചുവന്ന ശോഭ ഉണ്ടാവും അല്ലേ.
അവിടെയാണ് അത് ഉദ്ദേശിച്ചുള്ളത്. യെസ്, അതുണ്ടായിരുന്നു. ആൻഡ് വുഡ്സ് വർ ബ്രൈറ്റൻഡ്, മരങ്ങളൊക്കെ എങ്ങനെ നല്ല ബ്രൈറ്റ്നെസ്, നമ്മളെ ബൊംബെയിലൊക്കെ ബ്രൈറ്റ്നെസ് കൂട്ടൂലേ, അതുപോലെ നല്ല തിളങ്ങി നിൽക്കുകയായിരുന്നു, നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് വരികയായിരുന്നു, ബ്രൈറ്റഡ് ആയിട്ട് വരികയായിരുന്നു. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്, ഗെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇളം കാറ്റുണ്ടായിരുന്നു, നമ്മളൊരു ഇളം തെന്നലുണ്ടായിരുന്നു പറയാണ്. യെസ്, വെന്റ് ഫോർത്ത് ടു കിസ് ദ സൺ ക്ലാഡ് വെയിൽ. സൺ ക്ലാഡ് എന്ന് പറഞ്ഞാൽ ആ സൂര്യപ്രകാശം നിറഞ്ഞ താഴ്വരകളിലേക്ക് എന്താക്കണം ഇങ്ങനെ കിസ് ചെയ്യാൻ പോകുന്നു. വിച്ച് മീൻസ് എന്താണ്, അവിടെ ഉണ്ടായിരുന്ന കാറ്റുകളൊക്കെ എങ്ങോട്ട് പോയിരുന്നു, ആ മലയിലേക്ക്, ജസ്റ്റ് ലൈക്ക് എ കിസ്സിങ്. ഓക്കെ, അതെന്താ അതിനെ ഇങ്ങനെ ചുംബനം കൊടുക്കുന്നത് പോലെ അതിലേക്ക് പോയി. The clouds were far beneath me. ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, മീശപ്പുലിമായ പോലെ മല പോയ ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ താഴെയായിരുന്നു ക്ലൗഡ്. വിമാനത്ത് പോയിട്ടുണ്ടോ? വിമാനത്ത് പോയാൽ താഴോട്ട് നോക്കുന്ന സമയത്ത് ആ ക്ലൗഡൊക്കെ ആകാശത്തിലുള്ള മേഘങ്ങളൊക്കെ താഴെയായിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ കാണാൻ പറ്റുമായിരുന്നു. ബാത്റൂം ലൈറ്റിൽ, ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. They gathered midway round the wooded height. അവരെന്താക്കാണ്, മിഡ്വേയിൽ, ആ ഒരു ആകാശത്തിന്റെ നടുവിൽ ഇങ്ങനെ ആ മേഘങ്ങളൊക്കെ മിഡ്വേയിൽ ഇങ്ങനെ ഗ്യാതറിങ് ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. റൗണ്ട് ദ വുഡഡ് ഹൈറ്റ്, ആ ഒരു വുഡിന്റെ അതിന്റെ മുകളിൽ. അതൊക്കെ മരങ്ങളൊക്കെ മുകളിലാണ്, മരങ്ങൾ പ്രത്യേകിച്ച് കാണുന്നില്ല അതിന്റെ മുകളിൽ. And in their fading glory like hosts in the battle overthrown. അതിന്റെ മീനിങ്, defeated soldiers in a battle who were slowly retreating from the battlefield. അതായത് യുദ്ധം കഴിഞ്ഞ് ആൾക്കാര് ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെ. എന്താണ്, അതിന്റെ മരങ്ങളുടെയൊക്കെ ചില മരങ്ങളൊക്കെ ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിൽ കൂടി എന്താക്കുന്നുണ്ട്, പുറത്തേക്ക് കാണുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആക്ച്വലി ആ മേഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്റിൽ ഗ്രൗണ്ട്, പബ്ജിന്റെ ആ ബാറ്റിൽ അതല്ലോ, യുദ്ധഭൂമിയിൽ നിന്ന് പട്ടാളക്കാരെ തിരിച്ചു പോകുമ്പോഴുള്ളത് പോലെ തോന്നുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, അതിന് കംപ്ലീറ്റ് കണ്ടോ. The poet stood up on the scale, the sky which called heaven's wide arch looked glorious with the sunrise. സൺറൈസിൽ അത്രയും അടിപൊളിയായിരുന്നു. The woods were brightened with the sun's return. സൂര്യൻ തിരിച്ചു പോകുന്ന സമയത്ത് അത്രയും തിരിച്ചു വരുന്ന സമയത്ത് അത്രയും അടിപൊളി ആയിരുന്നു. And soft gales of wind went over the sunlit valley. ആ ഒരു വാലി, താഴ്വരയെ ഈ കാറ്റ് ചുംബനം ചെയ്യുന്നത് പോലെ ഇങ്ങനെ കടന്നുപോയി. The clouds were beneath where the poet stood. ആ കവി ഇങ്ങനെ നിൽക്കുന്നതിന്റെ അടിയിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ക്ലൗഡ്സ് ഉണ്ടായിരുന്നത്. They were covered in light and gathered around the woods. അവര് മുഴുവൻ ലൈറ്റ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടവരായിരുന്നു. And gathered around the woods. ആ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടിയവരായിരുന്നു. As the clouds faded, അങ്ങനെ ക്ലൗഡൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ ബാറ്റിൽ ഗ്രൗണ്ട് പോലെ, they looked like the defeated soldiers in a battle who were slowly retreating from the battlefield. യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെ. യെസ് ആ ടെക്സ്റ്റിൽ നിന്നുള്ള ഇതിന്റെ അപ്രീസിയേഷൻ വരും. എക്സ്പെക്റ്റബിൾ ആണ് മക്കളെ, അതുകൊണ്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. യെസ്, ഓക്കെ. അങ്ങനെ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെ എക്സാമിന് അപ്രീസിയേഷൻ ഉണ്ടാവും ഗൈസ്, അപ്രീസിയേഷൻ ഉണ്ടാവും. ഓക്കെ വരും. എക്സ്പെക്റ്റബിൾ ആണ് ഗൈസ്. ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ. അങ്ങനെ സ്ലോലി റിട്രീറ്റിംഗ് ഫ്രം ദ ബാറ്റിൽ, യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെ തോന്നുകയാണ് ഈ ഒരു കാർമേഘത്തിന്റെ, അല്ലെങ്കിൽ മേഘമല്ല, ക്ലൗഡിന്റെ അടിയിലുള്ള ഈ ഒരു മരങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്നത് കാണുമ്പോൾ. ആക്ച്വലി മേഘം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ ഭയങ്കര മേഘങ്ങൾ ഉണ്ടാവും. എവിടെ ഇത് ഇങ്ങനെ ആ ഒരു പ്രകാശം ഇങ്ങനെ കൂടുതൽ വരുന്ന സമയത്ത്, ചൂടും കൂടെ വരുന്ന സമയത്തായിരിക്കും അവിടെയുള്ള മീശപ്പുലി മലയിലൊക്കെ എന്താകുന്നുണ്ടാവും, അവിടെ മരങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. As many pinnacle with shifting glance through the grey mist thrust up its shattered lands. എന്താ വെച്ചാൽ the tops of pinnacle എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ കൊടുമുടി, ആ വലിയ ആ മലനിരകൾ. ഓക്കെ, plants with shifting glance, അതായത് pinnacle of many trees could be seen through the grey mist as the clouds disappeared. അവിടെ ഉണ്ടായിരുന്ന ക്ലൗഡുകളൊക്കെ പോകുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന കൊടുമുടികൾ, നേരത്തെ മരങ്ങളെ ബാറ്റിൽ ഫീൽഡിനോട് കമ്പയർ ചെയ്തു, ഇവിടെ കൊടുമുടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. യെസ്, പിന്നെ എന്താ, and rocking on the cliff was left the dark pine blasted bare and cleft. അങ്ങനെ the poet noticed that the dark pine trees rocking on the cliff were bare, ruined and broken. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പൈൻ മരങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഊട്ടി പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ പൈൻ മരങ്ങൾ, ആ പൈൻ മരങ്ങളെയൊക്കെ അവിടെ കാണാൻ പറ്റും. അതിനൊക്കെ പ്രശ്നമുണ്ട്, ബേർ, അത് തൊലി ഉരിഞ്ഞ് കിടക്കുകയാണ്. and ruined and broken, അതൊക്കെ ചിലതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. when the okay പിന്നെ the wheel of the cloud was lifted.
മുഴുവൻ മേഘങ്ങളും പോയ സമയത്ത്. എന്താ പറഞ്ഞത്? when the clouds finally disappeared, കംപ്ലീറ്റ് ക്ലൗഡും പോയ സമയത്ത്. പിന്നെന്താണ്? and below cloud the rich valley and the river's flow was darkened by its forest shade. ഫുള്ള് മേഘങ്ങളും അവിടെ പോയ സമയത്ത് അവിടെ എന്തായി? ആ പുഴയുടെ ആ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റുന്ന പറയുന്നത്. the rich valley beloved glowed in the light of the rising sun. അവിടെ ഉണ്ടായിരുന്ന താഴ്വര എന്താക്കാൻ തുടങ്ങി? അടിപൊളിയായിട്ട് തിളങ്ങാൻ തുടങ്ങി ആ ഒരു പ്രകാശം കാരണം. ഓക്കെ എന്നിട്ടോ or glistened in the white cascade. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആക്ച്വലി അതാണ് നമ്മുടെ വാട്ടർഫോൾ, വെള്ളച്ചാട്ടത്തിന് പറയുന്ന പേരാണ് കാസ്കേഡ്. ഓക്കെ, അത് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ ഈ ഒരു സൺറൈസിന്റെ ആ ഒരു പ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ തിളങ്ങാണ്. പൊളിയാണ്. ഓക്കെ എന്നിട്ടോ upward in the mellow blush of the day the noisy bittern wheeled his spiral way. bittern എന്ന് പറഞ്ഞാൽ ഈ കിളിക്കാണ് bittern എന്ന് പറയട്ടോ. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് കിളി. യെസ്, ഓക്കെ. എന്നിട്ടോ the river water looked dark because of the shadow of the trees. അവിടെ ഉണ്ടായിരുന്ന പുഴയിലെ വെള്ളം കുറച്ച് ഡാർക്കാണ്, കാരണം അവിടെ മരങ്ങളിൽ നിന്നുള്ള ആ ഒരു ഷെയ്ഡ് കാരണം കുറച്ച് ഡാർക്കാണെന്ന് പറയുന്നുണ്ട്. but it glistened in the white waterfall. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ കാസ്കേഡ് എന്ന് പറഞ്ഞില്ലേ, കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വെളുത്ത വെള്ളച്ചാട്ടത്തിന്റെ തിളക്കം കൊണ്ട് അതെന്താക്കുന്നുണ്ട്? കുറച്ചെങ്കിലും എന്താക്കുന്നുണ്ട്? തിളങ്ങുന്നുണ്ട്. upward in the mellow light of the day noisy bitterness could be sensed. അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് മുകളിൽ. ആ പ്രഭാതമായ സമയത്ത് മുകളിൽ ഒരാളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആ ബേർഡിന്റെ സൗണ്ട്. ആസ് ദ സൺ റോസ് ആൻഡ് ദ മോർണിംഗ് അപ്രോച്ച്ഡ് അറ്റ് ലാസ്റ്റ്. അവസാനം സൂര്യൻ കംപ്ലീറ്റ് ഇങ്ങോട്ട് മുകളിലേക്ക് ഉയർന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്? അവസാനം ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിന്റെ? ബേർഡ്സ് ആൻഡ് ദിയർ നോയ്സസ് മേഡ് ആൻ അപ്പിയറൻസ് ടു. അവിടെ ആരും വരുന്നു? ബേർഡ്സും വരുന്നു. ആ ബേർഡ്സിന്റെ സൗണ്ടും ഒക്കെ പ്രഭാതമായി എന്നറിയിക്കുന്നു. യെസ്, അവരുടെ ഒരു അപ്പിയറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാൻസ, എന്റെ മുന്നിലുള്ള സ്റ്റാൻസ. ഓക്കെ, I hear the distant water dash. ഞാൻ എന്ത് കേട്ടു? അങ്ങ് വിദൂരെയുള്ള വാട്ടർ ഡാഷ് കേട്ടു. വാട്ടർ ഡാഷ് എന്നാൽ ആ വെള്ളത്തിന്റെ കളവള ശബ്ദം. The poet hear the sound of distant water dashing and saw the river current whirl and shine. നിങ്ങൾ മറ്റേ ഇതിൽ കണ്ടില്ല, വേൾപൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുഴിയില്ല, വെള്ളത്തിന്റെ ചുഴി. I saw the current whirl and flash. വെള്ളം ഇങ്ങനെ തുള്ളിത്തെറിക്കുന്നതും അതിന്റെ ചുഴികളും ഒക്കെ എന്താക്കുന്നുണ്ട്? പോയറ്റ് കേൾക്കുന്നുണ്ട്, അതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. And richly by the blue lake silver beach the woods were bending with the silent beach. ആ ബീച്ചിലേക്ക് മരങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബീച്ചിലേക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത്. By the blue lake silver beach trees bent towards the water silently. നീല തടാകത്തിലേക്ക്, സിൽവർ ബീച്ചിലേക്ക് എന്താക്കുന്നുണ്ട്? സിൽവർ ബീച്ചിൽ നിന്ന് നീല തടാകത്തിലേക്ക് മരങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്? ഇങ്ങനെ നിങ്ങൾ ഗോവയിലൊക്കെ ബീച്ചിൽ കണ്ടിട്ടുണ്ടാവും. ഈ തെങ്ങൊക്കെ എന്താക്കുന്നുണ്ടാവും? ഈ ഒരു കടലിലേക്ക് ഇങ്ങനെ ചാഴ്ന്നു നിൽക്കുന്നുണ്ടാവും. അതുപോലെ ആ ഒരു വ്യൂ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ കേൾക്കുന്നത്? then over the whale. ഇത് ഓവർ എന്നാണ്. then over the whale with the gentle swell the music of the village bell. അവിടെ എന്ത് കേൾക്കുന്നുണ്ട്? ഒരു വില്ലേജ് സൗണ്ട്. then gently the music of the village bell rang over the valley and sweetly echoed across the hill. ആ മലമുകളിൽ നിന്നൊക്കെ എന്താക്കുന്നുണ്ട്? യെസ്, എവിടെയോ ഒന്ന് എന്താക്കുന്നുണ്ട്? ഒരു വില്ലേജ് ബോൾ എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. വില്ലേജിന്റെ ഒരു ടിങ് 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 ഉള്ള സൗണ്ട് കേൾക്കും, ഒരു മണിയുണ്ട്. ആ സൗണ്ട് എന്താക്കുന്നുണ്ട്? മലകളിൽ തട്ടിട്ട്, ഹില്ലുകളിൽ തട്ടിട്ട് എക്കോ അടിക്കുന്നുണ്ടെന്നാ പറയുന്നത്. കണ്ടോ came sweetly the music of the village bell came sweetly to the echo giving hills. ആ എക്കോ നൽകിക്കൊണ്ടിരിക്കുന്ന ഹില്ലിൽ തട്ടിയിട്ട് എന്താക്കുന്നുണ്ട്? എക്കോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബെല്ലിന്റെ സൗണ്ട്. and the wild horn എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. വൈൽഡ് ഹോൺ എന്ന് പറഞ്ഞാൽ സ്ക്രീച്ചിങ് ഓൾ. മൂങ്ങ കണ്ടില്ലേ? ആ മൂങ്ങയുടെ സൗണ്ട്. whose voice the woodland fills. ആ ഒരു കാട് മുഴുവൻ എന്താക്കുന്നുണ്ട്? ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്, നിറഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഒരു മൂങ്ങയുടെ സൗണ്ട്. was ringing to the merry shout. അതത്രയും അടിപൊളിയാണെന്നാ പറയുന്നത്. the sound of the wild horn filled the woodland. ആ വുഡ്ലാൻഡ് മൊത്തം, നമ്മുടെ വുഡ്ലാൻഡ് അല്ല, ഈ വുഡ്ലാൻഡ് പറഞ്ഞാൽ ആ കാട് മൊത്തം എന്താക്കുന്നുണ്ട്? ഫുൾ ഫിൽഡ് ആയി നിൽക്കുന്നുണ്ട്. സെറ്റാണ്, പവറാണ്. responding to the merry shout of the village bell that rang for an faint across the valley. എന്താടോ ആ വില്ലേജില് മണിയടിച്ചില്ലേ? യെസ്. ഏതൊക്കെ പോയിന്റ്സിന്റെ അപ്രീസിയേഷൻ പഠിക്കണം? എല്ലാ പോയിന്റ്സിന്റെ അപ്രീസിയേഷൻ പഠിക്കേണ്ട, അതിനെ പറ്റി ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി. ഒരു ചെറുതായിട്ട് അതിന്റെ തീം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ അപ്രീസിയേഷൻ ഏതാണെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വെയിറ്റ് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ആ ബെല്ലടിച്ചതിനൊരു റിപ്ലൈ കൊടുക്കുകയാണ് നമ്മുടെ മൂങ്ങ.
എന്താണ് ആ ബെല്ല് വില്ലേജിൽ നിന്ന് ബെല്ലടിച്ചതിന് റിപ്ലൈ കൊടുക്കുകയാണ് ആര് മൂങ്ങ. ഓക്കെ, ആസ് ഇഫ് ആൻസറിങ് ദ സഡൻ ഷോട്ട് ഓഫ് ദ വൈൽഡ് ഹോൺ തിൻ സ്മോക്ക് എമേർജ് ഫ്രം ദ തിക് ലീവ്ഡ് ബ്രാഞ്ചസ് ഇൻ ദ ഫോറസ്റ്റ്. അതിനൊരു മറുപടി കൊടുത്തതുപോലെയാണ് ആക്ച്വലി എന്താക്കിയത് ആ ഒരു മൂങ്ങ വന്നത്. ആ ഒരു ബെല്ലിന് മൂങ്ങക്കും ഒക്കെ ഒരു മറുപടിയാണ് എന്ത്, അതിൻ്റെ ഇടയിൽ കൂടി പുക ഉയരുന്നത്. The faint and far the glen sent out were answering to the sudden short thin smoke. അതായത് അതിനൊക്കെ ഒരു മറുപടി കൊടുക്കുന്നത് പോലെ, എന്തിന്, ആ ബെല്ലടിച്ചതിനും ആ മൂങ്ങന്റെ സൗണ്ടിനൊക്കെ ഒരു മറുപടി കൊടുക്കുന്നത് പോലെ തിൻ സ്മോക്ക്, വളരെ തിന്ന് നേരിയതായിട്ടുള്ള ഒരു പുക ഉയരാൻ തുടങ്ങി. ത്രൂ തിക് ലീവ്ഡ് ബ്രാഞ്ചസ്, അത്രയും കട്ടിയായിട്ട് കിടക്കുന്ന ആ ഒരു ബ്രാഞ്ചസിന്റെ ഇടയിൽ, ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക് ഡിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? യെസ് ദാ ഡി വുഡഡ് നാരോ വാലി. ആ മരങ്ങളുടെ താഴ്വരയിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ പുകകൾ ഉയരാൻ തുടങ്ങി. എന്തായിരിക്കും മക്കളെ ആ ഒരു പുക? എന്തിനെ പറ്റി എന്തായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. ആ താഴ്വരയിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും ആ ഒരു പുക ഉയരുന്നത്? ആരായിരിക്കും അവിടെ പുക വിട്ടത് ഗൈസ്? യെസ് പറയൂ. യെസ്, ഏതായാലും സംഭവം എത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ് കൂടെ, കുഞ്ഞു സ്റ്റാൻഡേർഡ് കൂടെ ഉണ്ട്. ഇദ്ദേഹം ഒരു മലമുകളിൽ പോയ സമയത്ത് അത്രയും അടിപൊളിയായിട്ടുള്ള വ്യൂ, കിടു വ്യൂ ആണ്. അവിടെ മേഘങ്ങളുണ്ട്, സംഭവം അടിപൊളിയാണ്. അതിൻ്റെ മുകളിലേക്ക് മരങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ബാറ്റിൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു. ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് മൂങ്ങ കരയുന്നുണ്ട്. മൂങ്ങ കരയുന്ന സൗണ്ടും ഈ ബെല്ലടിക്കുന്ന സൗണ്ടും കേട്ടിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കുകയാണ് ആര്? പ്രകൃതി റിപ്ലൈ കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി പുക വരുന്നു. യെസ്, അതല്ല, കഞ്ചാവല്ല ഗൈസ്. ഓക്കെ. യെസ്, വില്ലേജിൽ നിന്ന് വീടിന്റെ പുക, അതല്ല ഗൈസ്, ഇത് പ്രകൃതി നൽകുന്ന എന്തോ ഒരു സൂചനയായിരിക്കും. യെസ്, നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇഫ് യു ആർട്ട്, ഇവിടെ ആർട്ട് എന്ന കല അതല്ല കേട്ടോ. ഇഫ് യു ആർ എന്ന് പറയൂലേ, ഇഫ് യു ആർ അതാണ് കേട്ടോ. ഇഫ് യു ആർ വോൺ ആൻഡ് ഹിയർ ദ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ the poet says that if we are exhausted and going through the hard time, നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ ഹാർഡ് ടൈമാണ്, നമ്മൾ സീനായിരിക്കുകയാണ്, ഭയങ്കര ഹാർഡ് ടൈമാണ്. ഓക്കെ, ഭയങ്കര സീനായിരിക്കുകയാണ്, നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയമാണെങ്കിൽ, and with sorrows that you would forget, ദോ എന്ന് പറഞ്ഞാൽ യു എന്നാണ്, വുഡ്സ് പറഞ്ഞാൽ വുഡ് എന്നാണ്, വുഡ്. ദോ എന്ന് പറഞ്ഞാൽ യു, വുഡ്സ് എന്ന് പറഞ്ഞാൽ വുഡ്. ഓക്കെ, നീ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ദുഃഖം നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ, എന്താ പറഞ്ഞത്? നീ മറക്കാൻ ആഗ്രഹിക്കുക, and I have a sorrow we would like to forget. മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ദുഃഖമുണ്ട്. നീ ഭയങ്കര സീനടിച്ച് നിൽക്കുകയാണ്, വീട്ടിൽ നിന്ന് അടി കിട്ടി, സ്കൂളിൽ നിന്ന് അടി കിട്ടി, നമ്മളെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് പൊക്കി, അതായത് അപമാനിതനായിട്ട് തീരുമാനമായി കിടക്ക്, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയാൽ ഊക്ക് കിട്ടിയിട്ട് തീരുമാനമാണ്. അങ്ങനെ മറക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖങ്ങളുമായിട്ട് മാനസികവശമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇഫ് യു വുഡ് സ്റ്റിൽ റീഡ് എ ലെസൺ, നീ ഒരു കാര്യം, ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കുമെങ്കിൽ, ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, നിന്റെ ആത്മാവിനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും നിന്റെ ഹൃദയത്തെ അത് നശിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞെന്ന് നീ ചെയ്യോ എന്നാണ് കവി ചോദിക്കുന്നത്. എന്താ കാര്യം? ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, കാട്ടിലേക്ക് പോ. സന്യാസത്തിന് വേണ്ടിയിട്ടാണോ അറിയില്ല, ഏതായാലും നോക്കാം. കവി പറയാണ്, അങ്ങനത്തെ ഒരു ഹൃദയം നിനക്കുള്ളതെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് നമ്മുടെ ഇയാൾ പറയുന്നത്. ഓക്കെ, HW ലോങ് ഫെലോ പറയുന്നത്. അയാൾ പറയാണ്, നീ കാട്ടിലേക്ക് പോ, ആൻഡ് ഹിൽസ്, മലമുകളിലേക്ക് പോ. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്, പ്രകൃതിയുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയെ ഒരിക്കലും ഡിമിനിഷിങ് ചെയ്തിട്ടില്ല, ചുരുക്കിയിട്ടില്ല ഒരു തരത്തിലുള്ള കണ്ണുനീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ വിഷമം ഉണ്ടെങ്കിലും അത് പ്രകൃതിയോട് പോയി പറഞ്ഞാൽ, അതല്ലെങ്കിൽ പ്രകൃതിയിൽ പോയി കൊണ്ടിട്ടാൽ, ആ പ്രകൃതിയിൽ നമ്മുടെ വിഷമങ്ങൾ തീർത്താൽ ഒരിക്കലും പ്രകൃതി ഡിമ്മാവുകയില്ല, അതിൻ്റെ ഭംഗി കുറയുകയില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ പോയിട്ട് ഇരുന്നാൽ അത് ക്ലിയർ ആകും, അല്ലെങ്കിൽ കടപ്പുറത്തിരുന്നാൽ അത് കുറേയൊക്കെ റെഡി ആയിട്ടോ. നമ്മുടെ ബീച്ചിലൊക്കെ പോയി നിങ്ങൾ മാനസികമായിട്ട് ചില സ്ട്രെസ്സിൽ അടിച്ചിരിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ബീച്ചിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ച് പോയി, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ ചിലപ്പോൾ അതിലും വലിയ സീനായിരിക്കും. യെസ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നോക്കും. ഓക്കെ, എന്തായാലും പ്രകൃതിയിലേക്ക് മടങ്ങൂ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് പോകൂ. സൗണ്ട് പോയി, ഈ സാപ്പർ സെറ്റാണോടാ. ഓക്കെ, വി ഷുഡ് ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, മരങ്ങളിലേക്ക് പോകൂ അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകൂ. ഇഫ് യു വുഡ് ലൈക്ക് ടു റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് അവർ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് അവർ സോൾ ഫ്രം സ്ലീപ്പ്, ഉറക്കിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ എന്താക്കുന്നത്? യെസ്, ഉണർത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നത്, അതുപോലെ തന്നെ നശിക്കുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്. വി ഷുഡ് വിസിറ്റ് നേച്ചർ, നമ്മൾ എന്ത് ചെയ്യണം?
പ്രകൃതി വിസിറ്റ് ചെയ്യണം. നോ ടീയേഴ്സ് ഓഫ് സാഡ്നസ് ക്യാൻ ഡീം ദി സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ ഹാസ്. പ്രകൃതിയുള്ള ആ ഒരു സ്വീറ്റ് ലുക്കിനെ ഒരു കണ്ണുനീരിനും എന്താക്കാൻ കഴിയില്ല, ഡിമ്മ് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കവിത അവിടെ അവസാനിക്കുന്നത്. ഇത് ഓക്കെ ആണോ ഗൈസ്? ഇത് ഓക്കെ ആണെങ്കിൽ കണ്ണട വെച്ചൊരു ഇമോജി ഉണ്ടല്ലോ, കണ്ണട വെച്ചൊരു ഇമോജി, ഈ ഇമോജി അല്ല, ഒരു കണ്ണട വെച്ചിട്ടുള്ള ഒരു ഇമോജി ഉണ്ടല്ലോ, കണ്ണട വെച്ച ഒരു ഇമോജി ഒന്നിട്ട്. ഇത് സെറ്റാണെങ്കിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാം, തൊണ്ട സീനാണ്. ഓക്കെ ആണോ സർ? ടെക്സ്റ്റ് എത്ര തവണ വായിക്കണം? ടെക്സ്റ്റ് 2-3 തവണ വായിച്ചിട്ട് അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ആണ്. ചില ആൾക്ക് 2 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും സാധനം മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഈ ഇതിൻ്റെ ഒക്കെ സ്ലൈഡിങ് ഒക്കെ അയച്ചു തരും. അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അപ്രീസിയേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. കാണാതെ പഠിക്കുന്നതിലുപരി മനസ്സിലാക്കുക. താങ്ക് യു ഫോർ ദ ഇമോജി. വെള്ളം കുടിച്ചില്ല. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് സെറ്റാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്ന്, അപ്രീസിയേഷൻ എങ്ങനെ എഴുതാനല്ലേ പഠിപ്പിച്ചിടാം. നെക്സ്റ്റ് അതിലേക്കാണ് പോകുന്നത്. നിങ്ങളെ ഞാൻ വിടൂല മീൻസ് ആക്ച്വലി നിങ്ങളെ വെറുതെ ഒഴിവാക്കി വിടൂല. ഓക്കെ, പേപ്പറാണ് ഗൈസ്, പേപ്പർ. അതുപോലത്തെ ഒരു കണ്ണട ഉണ്ടല്ലോ. യെസ്, പേപ്പറാണ് ഗൈസ്. പറ്റുകയാണെങ്കിലൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ട് കേട്ടോ. യെസ്, സ്ക്രീൻഷോട്ട് ഒക്കെ സ്റ്റോറിന്റെ മെൻഷൻ ചെയ്യുക ഗൈസ്. യെസ്, പേപ്പർ അല്ലേ? പേപ്പറാണോ ഗൈസ്? യെസ്, പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ്. യെസ്, പേപ്പറാണ് മക്കളെ, പേപ്പറാണ്. യെസ്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ബൈ കമ്പയറിംഗ് പോയംസ് മറ്റൊരു പോയംസിനെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് 8 മാർക്ക് വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സെറ്റ് അല്ലേ ഗൈസ്? സ്മൈലിംഗ്. യെസ്, സെറ്റാണ്. യെസ്, സെറ്റാണ്. യെസ്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ബൈ കമ്പയറിംഗ് അൺസീൻ പാസേജ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെ പുതിയൊരു പോം തന്നിട്ട് അതിനോട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറയും. നമ്മൾ സെറ്റാക്കും, പവറാക്കും. ചെയ്തോ? കണ്ടോ പവർ വരുന്നത് കണ്ടോ? അതിൻ്റെ ഫോർമാറ്റ്, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമാറ്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് പറയാൻ പോകുന്നത്. കണ്ടോ? റൈറ്റ് വാട്ട് യു കൻ അണ്ടർസ്റ്റാൻഡ്. ഏതൊരു പോയത്തിൻ്റെയും അപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് വാട്ട് യു കുഡ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് അങ്ങോട്ട് എഴുതുക. പോയറ്റിക് ഡിവൈസസ് എഴുതുക, കമ്പാരിസൺ എഴുതുക, കോമൺ ഫാക്ടേഴ്സ് ഓർ കോൺട്രാഡിക്ഷൻ. ചില 2 കവിതകൾ തരും. ഓൾറെഡി ഒരു കവിത തരും, അത് നിങ്ങൾ കാണാത്ത കവിത ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കവിതയെ പറ്റി പറയും. ആ കവിത എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ആ ഒരു കവിതയുടെ തീമും ഈ ഒരു കവിതയുടെ തീമും ചിലപ്പോൾ ഭയങ്കര സിമിലാരിറ്റി ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അതിനെ കോമൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് സെറ്റായി. പക്ഷെ അതിന് കുറച്ച് വഴികളുണ്ട്, ട്രിക്കുകളുണ്ട്. നിങ്ങൾക്ക് ഒരു കുന്തും അറിയാത്ത ആൾക്ക് വരെ 8 മാർക്ക് വാങ്ങാനുള്ള പരിപാടി നമ്മൾ പറയാം. അപ്പോൾ ഓൾറെഡി കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഇതാക്കും മാർക്ക് കിട്ടാനുള്ള പരിപാടിയാണ് പറയാൻ പോകുന്നത്. കണ്ടോ? റൂട്ട് മാപ്പ് എന്താണ്? നമ്മൾ കൊറോണ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ? റൂട്ട് മാപ്പ്. ആ റൂട്ട് മാപ്പാണ് ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എന്നുള്ള റൂട്ട് മാപ്പാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. ആർ യു ഗൈസ് റെഡി? സെറ്റ് അല്ലടാ? ബ്ലൈൻഡ് ചെടി എടാ മോരെ ഒരു കണ്ണടക്ക് വെച്ചിട്ട് മാസ് കാണിക്കാൻ വന്നിട്ട് ബ്ലൈൻഡ് ചെടി നശിപ്പിച്ച്. ഓക്കെ, ഓക്കെ, റൂട്ട് മാപ്പ് ആണ് പറയാൻ പോകുന്നത്. റൂട്ട് മാപ്പ് കണ്ടോ? യെസ്, ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം റിട്ടൺ ബൈ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഡാഷ്. എന്നതാടാ പറഞ്ഞേ? ഈ പോയം, ഏതൊരു പോയം കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ പോയത്തിന്റെ പേര് എഴുതുക. ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം റിട്ടൺ ബൈ, ആ എഴുതിയ ആളുടെ പേര് പറഞ്ഞില്ലേ? HW ലോങ്ഫെല്ലോ ആണ് എഴുതിയത്, നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എഴുതിയത്. അതുപോലെ എല്ലാ പോയത്തിന്റെയും ഓതേഴ്സിന്റെ പേര് മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയല്ലേ? അതുപോലെ ഫസ്റ്റ് തന്നെ ഇതിന്റെ പോയത്തിന്റെ പേരും അതിന്റെ ഓതർ പേരും എഴുതി കഴിഞ്ഞാൽ വാല്യൂഷൻ ചെങ്ങാക്കി ഓതർ പേരൊക്കെ അറിയാം. വൈബാണ്, അടിപൊളിയാണ്. ഏതൊരു പോയത്തിൽ എഴുതാൻ പറ്റിയ സാധനമാണ്. ഇറ്റ് ഈസ് എ സിമ്പിൾ പോം ഓൺ ദ തീം. ഒരു തീം ഉണ്ടാവുമല്ലോ. ഇതിന്റെ തീം സ്റ്റാർട്ടിങ് പറഞ്ഞു, മറ്റേ തീം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഈ തീം അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇവിടെ ഈ ഡാഷ് ഇട്ട് കൊടുത്ത് നിങ്ങൾ സ്വന്തം എഴുതണേ. ഇറ്റ് ഹാസ് എൻ അപ്പീലിംഗ് ക്വാളിറ്റി ടു അട്രാക്ട് ദ റീഡേഴ്സ്. ഇത് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും. ചാമ്പി വിടുക. ഇത് വായിച്ചിട്ടിപ്പോൾ ചിലപ്പോൾ ഏതോ ഒരുത്തനും മലന്റെ മണ്ടേ കയറി പോയി എന്തോ എഴുതി വെച്ചാണ്. പക്ഷേ അതിൽ സംഭവം ഒക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ചിലപ്പോൾ വലിയ അപ്പീലിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുക. ഭയങ്കര അടിപൊളിയാണ്, വായിക്കുന്ന ആൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് പറയുക. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ്, ഇതിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് എഴുതി കൊടുക്കുക. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സേസ് അബൌട്ട്, ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണെങ്കിലും എന്തൊരു സാധനം ഉണ്ടാവുമല്ലോ, ഏതൊരു പോത്തിനോ അത് എഴുതി കൊടുക്കാം. സം ഓഫ് ദ ലൈൻസ് ദാറ്റ് ഹാവ് ക്യാപ്ചേർഡ് മൈ അറ്റൻഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരി ഒരു മനസ്സിലായിട്ടും കൂടി ഉണ്ടാവില്ല. എന്നാലും നമ്മളെ പറ്റിയാണ് കേസ് പറയുന്നത്. എന്നാലും നമ്മൾ പറയണം, യെസ് എന്ത് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കാരണം അതിൽ ഇന്നത് കണ്ട് ചാമ്പിയുടെ നെക്സ്റ്റ് വൺ ഇതപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി ചാമ്പണം എന്നല്ല പറയുന്നത്. ഇതൊരു ഐഡിയ ആണ്. ഈ ഐഡിയ വെച്ച് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ യെസ് 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 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും പോയിറ്റിൻ്റെ നെയിം. ഇൻ കേസ് ഇല്ലെങ്കിലോ, ചിലപ്പോൾ ഉണ്ടാവാറില്ല, ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടെങ്കിൽ പാളി. ഓക്കെ, ഓൾറെഡി അത് എന്തായാലും എഴുതി കൊടുക്കണം. ഇല്ലെങ്കിലും നിങ്ങൾ എന്താക്കണം, എഴുതി കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾ ലെജൻഡ് ആവുന്നത്. യെസ്, ദ പോയറ്റ് എക്സ്പ്രസ് വ്യൂ ത്രൂ ദ സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ചാമ്പി കൊടുക്കുക. ഓക്കെ, ഹി ഹാസ് യൂസ്ഡ് സം ഇമേജസ് ആൻഡ് പോയറ്റിക് ഡിവൈസ് ഇൻ ദ പോം. ഉറപ്പായിട്ടും എല്ലാ കവിതയിലും ഒരു ഇമേജറീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. എന്തൊക്കെയാണെന്നുള്ളത് ഫുൾ ടീം സെറ്റ് സാധനങ്ങൾ അടുത്ത് വരുന്നുണ്ട്. പറയാം, ദ ലാംഗ്വേജ് ഇസ് സിമ്പിൾ. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ് അതിൽ യൂസ് ചെയ്ത്. തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ഭയങ്കര ചിന്താ ഉദ്ദീപനം ഉണ്ടാകാൻ ചിന്തിപ്പിക്കുന്ന വരികളാണ്. ചാമ്പിക്കൂടെ, ഏത് കവിതക്കും ചാമ്പിക്കൂടെ. നെക്സ്റ്റ്, ദ റൈം സ്കീം യൂസ് ഇൻ ദ ഫസ്റ്റ് ആൻസർ. 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ റൈം സ്കീം എന്താണ്, റൈം വേർഡ് എന്താണ്. അതിനി ചോദിക്കരുത്, കമന്റ് ബോക്സിൽ അത് ചോദിക്കരുത്. യെസ്, ഈസ് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എ ലോട്ട് ഓഫ് പോയറ്റിക് ഡിവൈസ് ഇൻ ദ പോയം ടു എൻഹാൻസ് ബ്യൂട്ടി. ഈ കുറെ പോയറ്റിക് ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടേ ഇതിനെ ഭംഗിയോട് കൂടി കഴിഞ്ഞു നല്ല മൊഞ്ചാക്കിനല്ലോ എന്ന് പറയല്ലോ. നമ്മൾ വെറുതെ പൊക്കി വിടാൻ വേണ്ടിയിട്ട് ക്ലാസ് എന്ന് പറയും, പുതിയ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയാണല്ലോ, നമ്മളെ മന്തി വയ്ക്കാൻ പോയാലോ, ഏത് അതുപോലെ. യെസ്, ദ പോം കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസസ്. എത്ര സ്റ്റാൻസ് എണ്ണി നോക്കിയാൽ മതി, എത്ര സ്റ്റാൻസ് ഉണ്ട്, എത്ര പാരഗ്രാഫ് ഉണ്ട് എന്ന് പറയുമ്പോൾ പോയത്തിൽ സ്റ്റാൻസ് ഉണ്ട്. ഈച്ച് സ്റ്റാൻസ് ഹാസ് എത്ര ലൈൻ ഉണ്ട്. എഴുതിക്കൂടെ, സിമ്പിൾ അല്ലേ, പവർ അല്ലേ. ഓൾമോസ്റ്റ് ഓൾ ദി ലൈൻസ് ഹാവ് എ റെഗുലർ പാറ്റേൺ. ഓരോ റെഗുലർ പാറ്റേണിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ ബട്ട് സം ഓഫ് ദ ഹാവ് ഇറഗുലർ പാറ്റേൺ. ഇത് നിങ്ങൾ എന്താക്കണം, നോക്കിയിട്ട് എഴുതണം. അല്ലെങ്കിൽ എന്താക്കണ്ട, നിങ്ങൾ കട്ട് ചെയ്താളോ. ഓക്കെ, അല്ലെങ്കിൽ നല്ലോണം സൂക്ഷിച്ച് എഴുതുക. ചിലതിന് റെഗുലർ പാറ്റേൺ ഉണ്ട്, ചിലതിന് റെഗുലർ പാറ്റേൺ ഇല്ല. ചിലത് കംപ്ലീറ്റും ആ ഒരു റൈം സ്കീമും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വരികൾ ഏകദേശം കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെഗുലർ പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ സം ഓഫ് ദ റെഗുലർ പാറ്റേൺ ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒരു വരി മാത്രമേ എഴുതാവൂ കേട്ടോ. ഓക്കെ, ദ പോം ഹാസ് മ്യൂസിക്കൽ ക്വാളിറ്റി. എഴുതാൻ പറ്റും. ദ റൈമിംഗ് വേർഡ്സ് റൈമിംഗ് സ്കീമാണ്, റൈമിംഗ് വേർഡ്സ് എഴുതാൻ പറ്റും. ഇറ്റ് ഓഡ്സ് മെലഡിയസ് ക്വാളിറ്റി ദ പോം. അത് ഏത് ഇതിൽ എഴുതാൻ പറ്റും. ആ റൈം സ്കീം ഉണ്ടെങ്കിൽ അത് മെലഡിയസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയാൻ പറ്റും. യെസ്, ഇറ്റ് ഹാസ് എ ഫൈൻ റിതം. നല്ല റിതം ഉണ്ട്. അലിട്രേഷൻ ആഡ്സ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോം. അലിട്രേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും കേട്ടോ, ചാമ്പിയോട് എഴുതും. യെസ്, ഓക്കെ. ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് ദ അലിട്രേഷൻ അലിട്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലിട്രേഷന്റെ എക്സാമ്പിൾ ഇവിടെ പറയാം. ഓക്കെ, സെറ്റ് ആണ്. വി ക്യാൻ ഫൈൻഡ് ദ അസണൻസ് ഇൻ ദ ലൈൻ. ഇതിൽ അസണൻസ് ഉണ്ട്. അസണൻസ് എന്താ നിങ്ങൾക്ക് അറിയില്ലേ, വവൽ സൗണ്ട് ആയിട്ടുള്ള ആ ഒരു വേർഡുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വരി വരുന്നുണ്ടെങ്കിൽ that's called assonance. വവൽ സൗണ്ട് അല്ലാത്തത് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ടെങ്കിൽ എന്താണ്, അലിട്രേഷൻ. ഡൊണാൾഡ് ഡക്കിന്റെ DD സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ഒരു വരിയിൽ ഓരോ വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സെയിം വവൽ അല്ലാത്ത ഏത് സൗണ്ട് വരികയാണെങ്കിലും that's called alliteration. പറയാം, ഇറ്റ് ഗിവ്സ് എ സൂത്തിങ് എഫക്ട്. ഭയങ്കര ഒരു അടിപൊളി എഫക്റ്റ് ആണ് ഇത് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് എന്താക്കാം, അത് വൈൻഡ് അപ്പ് ചെയ്യാം. ദ പോം കൺവേസ് എ ഗുഡ് മെസ്സേജ് ടു ദ റീഡർ. ലാസ്റ്റ് പാരഗ്രാഫ് അത് എഴുതി കൊടുക്കാം. ഇത് നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക്. അല്ല, ഒരു ഇത് വിട്ടുവരുന്നേ. ആസ് ഇറ്റ് സൗണ്ട്സ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ദ എയർ. ഇത് കാതിനും കണ്ണിനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര അടിപൊളി, കേൾക്കുമ്പോൾ തന്നെ എന്ത് രസാ എന്ന് പറയാം. Another notable point about the poem is about its length. അതിന്റെ ലെങ്തിനെ പറ്റിയിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ലെങ്തി ഓർ ഷോർട്ട് ബട്ട് വെരി ക്ലിയർ. ഒന്നെങ്കിൽ ഷോർട്ട് ആണ് അല്ലെങ്കിൽ ലോങ് ആണ്, മാറിപ്പോയി. ഒന്നെങ്കിൽ ലോങ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് ഭയങ്കര ക്ലിയർ ആണെന്ന് പറഞ്ഞു കൊടുക്കാം. സം ലൈൻസ് ഇൻ ദ പോം ഷോസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ മൂഡ് ഓഫ് ദ പോയറ്റ്. ചില ലൈനുകളുണ്ടല്ലോ പോയറ്റിന്റെ മൂഡ് മാറുന്നുണ്ട്, പോയറ്റിന്റെ മൈൻഡ് ചില സമയത്ത് മാറുന്നുണ്ടെന്നൊക്കെ ചാമ്പി കൊടുക്കാം. ദ വോൾ പോം ഹാസ് എ റോക്കിംഗ് റിതം ആസ് ഇഫ് ദ പോയറ്റ് pursued us to read the whole poem again and again. ചില വരികളൊക്കെ കണ്ടാൽ ഈ കവിത മൊത്തം വായിക്കുന്ന സമയത്ത് ഈ കവിത പിന്നെ വായിക്കാനൊക്കെ തോന്നുന്നൊക്കെ പറയാം. again and again whole poem. ഓക്കെ, നമ്മൾ അതിനുവേണ്ടി പ്രൊസ്യൂഡ് ചെയ്യണം. നമ്മൾ എന്താക്കണം, നിർബന്ധിക്കുന്നത് പോലെ, അതായത് നമുക്ക് വീണ്ടും വീണ്ടും വായിക്കണം എന്നുള്ളൊരു പ്രേരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാം അല്ലേ. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തള്ളു എഴുതി വെക്കല്ലേ. എന്തായാലും ദ പോം കൺവേസ് എ ഗുഡ് മെസ്സേജ് ടു റീഡർ. വായിക്കുന്ന ആൾക്ക് ഭയങ്കര ഒരു നല്ലൊരു അടിപൊളി മെസ്സേജാണ് ഇതിൽ നൽകുന്നത്. വിത്ത് യൂസ് ഓഫ് വെരി സിമ്പിൾ വേർഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡിലൂടെ ദ പോയറ്റ് ക്രിയേറ്റ്സ് വണ്ടർഫുൾ വേർഡ്സ് പിക്ചർ ഇൻ ദ പോം. ഇതിൽ ഭയങ്കര ഒരു വേർഡ് പിക്ചർ ഉണ്ടാക്കുന്നുണ്ട്. ഈ കവിത കണ്ടാൽ ആ മലിൻ്റെ മുകളിൽ പോയതുപോലെ തോന്നും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എനിവേ ദ പോം ഹൈലൈറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ആൻഡ് അപ്പീലിംഗ് ഫോം. എന്ത് പറഞ്ഞാലും ഇതിൽ ഭയങ്കര ഈ ഒരു ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി ഇതിലുണ്ട്. സിമ്പിളായിട്ട് അപ്പീലിംഗ് ആയിട്ട് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും എഴുതുമ്പോഴേക്കും നിങ്ങൾ ഇതാക്കും,
ജെ ഡി കഞ്ചാവാണോ? ജെ ഡി കഞ്ചാവല്ല ഗൈസ്, നിങ്ങളുടെ കമൻറ്റിൻ്റെ ലഹരിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു ഫോർ ദറ്റ് കോമെൻറ്റ്സ്. ഓക്കെ ഓക്കെ, സെറ്റാണല്ലോ ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. യെസ്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കി അടിപൊളിയായിട്ട് ആ പോകത്തിൻ്റെ രീതി. ഇനി അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്രീസിയേഷൻ സെക്കൻഡ് പോയം, 2 പോണ്ടാവല്ലോ, അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കുന്ന രൂപത്തിലാണ് പറയേണ്ടത്. ഫസ്റ്റ് നെയിം ഓഫ് ദ പോയത്, നെയിം ഓഫ് ദ ഓതർ എഴുതുക, വാട്ട് വി അണ്ടർസ്റ്റുഡ്, ആ കവിത എന്താണ് മനസ്സിലായത്, പിന്നെ പോയറ്റിക് ഡിവൈസ് എഴുതുക, കൺക്ലൂഷൻ. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷനുള്ള സംഭവിച്ചാൽ പോയറ്റിക് ഡിവൈസ് ആണ്. ഇത്രയും പോയറ്റിക് ഡിവൈസുകളുണ്ട്. സെറ്റാക്കാം. യെസ്, ഓക്കെ. ജെ ഡി ജാക്ക് ഡാനിയൽ ആണ്. ജെ ഡി ജാക്ക് ഡാനിയൽ അല്ല, ജെ ഡി എന്താ അറിയോ, ജംഷാദാണ്. ജംഷാദ് അലി _VKD. ഓക്കെ, ആൻഡ് യു ഗൈസ് കൻ കോൾ മീ JD. ഓക്കെ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, സെറ്റ് ഇട്ടോ. അപ്പൊ ഇത്രയും പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. സെറ്റ് ആക്കാം. ഫസ്റ്റ് പേഴ്സോണിഫിക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യെസ്, ദ ലൈറ്റ് ഡാൻസ്ഡ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ. ലൈറ്റ് ഡാൻസ് ചെയ്തു എന്ന്, വെള്ളത്തിന്റെ മുകളിൽ ലൈറ്റ് ഡാൻസ് ചെയ്തു. ലൈറ്റ് ഡാൻസ് ചെയ്യോ? ലൈറ്റ് അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ ഡാൻസ് ചെയ്യുന്നത്. മനുഷ്യന്റെ ക്വാളിറ്റി മനുഷ്യനല്ലാത്ത വസ്തുവിനെ കൊടുക്കുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. അത് പഠിച്ചു. സെറ്റ് ആണല്ലോ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഐ ആം എ ലയൺ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഐ ആം എ ലയൺ, ഞാനൊരു ലയണിനെ പോലെയാണ്, അല്ല ഞാനൊരു ലയൺ ആണെന്ന് പറയാം. ഓക്കെ, പോലെയാണെന്ന് പറയുമ്പോൾ സിമിലി ആയിട്ടോ. ഓക്കെ, അത് കൂടെ പഠിച്ചോ. ഇവിടെ ഐ ആം എ, ഇവിടെ ഉണ്ടോ സിമിലി? യെസ്, ഇവിടെ ഉണ്ട്. ഐ ആം ലൈക്ക് എ ലയൺ എന്ന് പറയുമ്പോൾ അതെന്തായി? സിമിലി ആയി. ഐ ആം എ ലയൺ എന്ന് പറയുമ്പോൾ അതെന്തായി? അത് മെറ്റഫർ ആയി. യെസ്, ഡയറക്റ്റ് കമ്പാരിസൺ ആണെങ്കിൽ മെറ്റഫർ, അല്ലാതെ ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമിലി. സെറ്റാണ്. അലിട്രേഷൻ നമ്മൾ പഠിച്ചല്ലോ. യെസ്, Peter Piper picked a peck of pickled pepper. Pa sound is repeating. Pa. അത് വവൽ സൗണ്ട് ആണോ? വവൽ സൗണ്ട് ഏതൊക്കെയോ? A, E, I, O, U. ഈ സൗണ്ട് അല്ലാത്ത ഏത് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു വരിയിലെ ഓരോ വേർഡിന്റെയും സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് alliteration. കണ്ടോ? She sells seashells by the seashore. ഓക്കെ. ഡൊണാൾഡ് ഡക്ക്. ഈ DD സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ഇതൊരു സ്ഥലത്ത് പറഞ്ഞ പോയത്തെ പറഞ്ഞാണ്. മിന്നൽ മുരളി ഈ അലിട്രേഷൻ അല്ലേ? സംഭവം ശരിയാണല്ലോ. മിന്നൽ മുരളിയിൽ മാമ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ് അല്ലേ? അപ്പൊ അലിട്രേഷൻ അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന അടിപൊളി വെറൈറ്റി അലിട്രേഷൻസ് കമന്റ് പോയിട്ട് നമുക്ക് നോക്കാം ആരാണ് ക്രിയേറ്റീവ് ആയിട്ട് അലിട്രേഷൻ പറയുന്നത്. ഏതായാലും ഇതുപോലത്തെ യെസ് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒരിക്കലും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി പറയുകയാണ് അലിട്രേഷൻ. ഓക്കെ, ഇനി ഇമേജറി ഉണ്ട്. ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ചില കവിതകളുടെ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്തതുപോലെ തോന്നും. ഇമേജറീസ് പലവിധം. കണ്ടോ? ഇതൊക്കെയാണ് ഇമേജറി. ഓഡിറ്ററി ഇമേജസ് ഉണ്ടാവും. ഡിസ്ക്രൈബ് ബോഡി ഹിയേഴ്സ്, എന്തെങ്കിലും സൗണ്ട്, നോയ്സ്, സൈലൻസ്, ഈ വക സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്നവരാണ് ഓഡിറ്ററി ഇമേജസ്. ഓക്കെ, ടാക്ടൈൽ ഇമേജസ്. ചില സംഭവം നമ്മൾ തൊടുന്നത് പോലെ, അവിടെ പോയിട്ട് ആ മലനിരകളിലുള്ള പുഷ്പങ്ങളെ നിങ്ങൾ തലോടുകയാണെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ടാക്ടൈൽ ഇമേജ് ആണ്. യെസ്. ഗസ്റ്റേറ്ററി ഇമേജ് പറഞ്ഞാൽ ടേസ്റ്റ്. എൻ്റെ പൊന്നടാവേ, നിങ്ങൾ നമ്മുടെ KBC ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഏതാ മറ്റേ ഇതില്ലേ KBC കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ, അല്ലെങ്കിൽ പിന്നെ ഏതാ നമ്മുടെ പേരെന്തേലും പാരഗൺ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില അവിടുത്തെ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ, നെഹ്ദി കുഴിമന്തിയിലത്തെ മന്തി കഴിച്ചാൽ അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ അവിടുത്തെ ആ ഒരു ടേസ്റ്റ് ഫീൽ വരുന്നത് പോലെ. ചില പച്ചമാങ്ങ ഉപ്പിലിട്ട്, പച്ചമാങ്ങ അതെന്താക്കി ഉടച്ചിട്ട് അതിൽ ഉപ്പും മുളക് വെച്ച് തിന്നാൽ ആ ഒരു ഫീൽ, ആ ഒരു സാധനം പറയുന്ന സമയത്ത് അങ്ങനത്തെ വരികളുണ്ടെങ്കിൽ ഗസ്റ്റേറ്ററി ഇമേജ്. ഓൾ ഫാക്ടറി ഇമേജ് പറഞ്ഞാൽ നൈസ് ഫ്രാങ്ക്, ആ ഒരു സ്മെല്ല്. ബിരിയാണി ചെമ്പിന്റെ മൂടി ഫുൾ ഫുഡ് റിലേറ്റഡ് ആയി പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ പൊട്ടിച്ച സ്മെല്ല് പറഞ്ഞാൽ അതുപോലെ നല്ല സ്മെല്ലിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഓൾ ഫാക്ടറി. അത് നല്ലതുണ്ടാവും, മോശമൊക്കെ ഉണ്ടാവും കേട്ടോ. ചില സംഭവങ്ങളൊക്കെ കാര്യത്തിൻ്റെ കളറ്, സൈസ്, പാറ്റേൺ ഒക്കെ നിങ്ങൾ വളരെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് വിഷ്വൽ ഇമേജസ് എന്ന് പറയും. ഇങ്ങനെ പറയുന്നതിനാണ് ഇമേജറി എന്ന് പറയുക. യെസ്, ഹിസ് വേർഡ്സ് ഫെൽറ്റ് ലൈക്ക് എ ഡാഗർ ഇൻ മൈ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി വിഷ്വൽ ഇമേജറി ആണ്. ഓക്കെ, ജംഷാദ് ജുമാനെ കണ്ടുപിടിച്ചല്ലേ? ഓക്കേടാ ജയകൃഷ്ണൻ. ഓക്കെ. ഇനി പാരഡോക്സ് ഉണ്ടാവും. ഓക്സിമറോൺ മറ്റേ അതിന്റെ പാരഡോക്സും തമ്മിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. നോക്കാം. 2 ഓപ്പോസിറ്റ് വേർഡുകൾ അടുപ്പിച്ച് യൂസ് ചെയ്യുന്നതിനാണ് പാരഡോക്സ് എന്ന് പറയാം. ഓപ്പോസിറ്റ് വേർഡുകൾ, ഫ്രേസ് അല്ല, ഓപ്പോസിറ്റ് വേർഡുകൾ. ചേഞ്ച്ഡ് ആൻഡ് യെറ്റ് ദ സെയിം, മാറ്റി ഇപ്പോഴും സെയിം ആണ്. ടു ബ്രിങ് പീസ് വി മസ്റ്റ് വാർ, യുദ്ധം, സമാധാനം കൊണ്ടുവരാൻ വേണ്ടി യുദ്ധം ചെയ്യണം.
കോമഡി അല്ലേ? സമാധാനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണം. എന്ത് പൊട്ട! അത് ആര് ചെയ്തറിയാം? അമേരിക്കക്കാർ പണ്ട് ചെയ്തിരുന്നു. ഏത് അഫ്ഗാനിസ്ഥാനിൽ മറ്റേ താലിബാനെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ സമാധാനം കൊണ്ടുവരാൻ നമ്മൾ യുദ്ധം ചെയ്യണം. ഒരു പാരഡോക്സ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. കോൺട്രാഡിക്ടറി എന്ന് പറയും. കോൺട്രാഡിക്ടറി വേറെ ഉണ്ട്. അതാ ഹൈപ്പബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഓക്കെ 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 ഓക്കെ. ഹൈപ്പബലി എന്ന് പറഞ്ഞാൽ ഓവറാക്കി പറയാം. ഐ ഹാവ് സീൻ യു ഫോർ ഏജസ്. കൊല്ലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഞാൻ എന്നെ കണ്ടില്ലല്ലോ. യെസ് പറയാം അങ്ങനെ പറയാം. ഓക്കെ യെസ്, ഐ ഹാവ് സീൻ യു ഫോർ. അപ്രീസിയേഷൻ എത്ര പേജ് എഴുതണം? 2 പേജ് എഴുതണം. ആക്ച്വലി 2 പേജ്. അതായത് ഒരു പേജിന്റെ ഒരു ഭാഗവും മറ്റേ ഭാഗവും എഴുതണം. 8 മാർക്കിനുള്ളതാണ്. ഒരു ഭാഗവും 2 ഭാഗവും എഴുതണം. ഓക്കെ സെറ്റാണ്. ജംഷാദ് ജുമാൻ ആരാ? കണ്ടുപിടിക്കുക ഗൈസ്, കണ്ടുപിടിക്കും. നിങ്ങൾ സ്റ്റോറി ഇട്ടത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ 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 പറയാം. കണ്ടോ, വിട്ടേക്ക്. അത് ഓവറാക്കി പറയാം. ഓക്കെ, ഇതിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയടോ. എക്സാജറേറ്റ് ചെയ്ത് പറയാം, ഓവറാക്കി പറയാം. I can wait even I died. ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഞാൻ മരിച്ചാലും ഞാൻ മറക്കൂല എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എന്താണ്? എക്സാജറേറ്റ് ചെയ്ത് പറയലാണ്, ഓവറാക്കി പറയലാണ്. സംഭവം ഒരിക്കലും നടക്കാത്തതാണ്. യെസ്, ഏതായാലും ഓക്സിമറോൺ എന്ന് പറഞ്ഞാലും പാരഡോക്സ് പറഞ്ഞാലും ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. കണ്ടോ? യെസ്, when the words with contradictory meaning are paired together. അതായത് ഈ സ്നേഹമതിൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്നേഹമതിൽ ഒരു മതിലിന്റെ കമ്പനീന്റെ പരസ്യമാണ് സ്നേഹമതിൽ. അതിന്റെ പേരാണ്. ഈ മതിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നെഗറ്റീവാണ്. പക്ഷെ ആ നെഗറ്റീവ്, അതായത് ഈ സ്നേഹം ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ മതിൽ എന്ന് പറഞ്ഞാൽ. ആ മതിലിട്ട പേരോ സ്നേഹമുള്ള മതിൽ. അതുപോലെ അല്ലെങ്കിൽ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുക. ടെറിബിൾ ബ്യൂട്ടി, ഭീകരമായ ഭംഗി. ഭീകരത എന്ന് പറയുന്നത് ഭംഗി ഇല്ലാത്തതിന് പറയാം. ഭംഗിക്ക് ഭീകരത അങ്ങനെ. ഹി ate the whole piece of cake. എങ്ങനെ പറഞ്ഞ? ഹി ate the whole piece of cake. പീസ് ഓഫ് കേക്ക് പറഞ്ഞാൽ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ. വോൾ എന്ന് പറയുമ്പോൾ മുഴുവൻ, രണ്ടും കൂടി മിക്സ് ആയി. വോളും പീസ് ഓഫ് കേക്കും. ഹി ate whole piece of cake. മുഴുവൻ കേക്കും തിന്നു. മുഴുവൻ കേക്കിന്റെ ഒരു പീസ് മുഴുവൻ തിന്നു. യു ലുക്ക് awfully pretty in that dress. ആ ഡ്രസ്സിൽ ഇനി ഊള ലുക്കായിട്ടുണ്ട്. ലുക്കായി ഇങ്ങനെ പറഞ്ഞാൽ കണ്ടോ? awfully pretty. ആ രണ്ട് awfully എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, pretty എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കി വരുന്നതിനാണ് എന്ത് പറയുക? ഓക്സിമറോൺ. സെറ്റ് ആണല്ലോ. ഇനി ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് 2 പോയത്തിനെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചെയ്യേണ്ട പേരാണെന്ന് വെച്ചാൽ ഫൈനൽ പാരഗ്രാഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പയറിംഗ് ദ 2 poems ഹൈലൈറ്റിംഗ് ദർ തീമാറ്റിക് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക് സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിസിമിലാരിറ്റീസ് ഇഫ് യു ഫീൽ അനലൈസ്. ഓക്കെ, നിങ്ങൾക്ക് ആ 2 poem തമ്മിൽ എന്തെങ്കിലും സാമ്യതകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഡിസ്മിലാരിറ്റീസ്, അത് രണ്ടും വ്യതിരിക്തങ്ങൾ പാരഡോക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ബ്ലഡി സ്വീറ്റ്, നൈസ് എക്സാമ്പിൾ മോനെ. ബ്ലഡി സ്വീറ്റ് അതാരാ പറഞ്ഞത്? ഓംകാരമായിട്ട് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, വേർ ഇസ് വി കെ ഡി പറഞ്ഞ വെണ്ണക്കോടാണ്. അപ്പോഴേക്കും ഇൻസ്റ്റ പോയി തപ്പി കണ്ടുപിടിച്ചല്ലേ വി കെ ഡി വിറ്റ്സ്. ഓക്കെ എപ്പോൾ അവസാനിക്കുക? സൂൺ. ഓക്കെ, കണ്ടോ. ഓക്കെ, ബിറ്റ്വീൻ ദ പോയറ്റിക് ഡിവൈസ് സച്ച് ആസ് സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് പറയാം. കൺക്ലൂഷൻ, സമ്മറൈസ് വിത്ത് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദ പോം ആൻഡ് അനാലിസിസ്. നിങ്ങളുടെ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ആ കവിതയെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായവും അടിയിൽ എഴുതി കൊടുത്താൽ അപ്രീസിയേഷൻ പൂർണ്ണമായി. നെക്സ്റ്റ് വൺ. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ മൈ ഫേവറേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലൈന് ചാമ്പി കൊടുക്കണേ. ഇത് വാല്യുവേഷൻ ചെയ്യുന്ന ആളുടെ എന്താണ് ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അയാൾ കരുതും ഓഹോ ഇവന് സ്വന്തമായിട്ട് കവിതയിൽ വരിയൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ കവിത മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നുള്ളൊരു ഫോൾസ് നെഗറ്റീവ് ചിന്താഗതി, അല്ലെങ്കിൽ എന്താ പറയുക തെറ്റായിട്ട് അദ്ദേഹം ചിന്തിക്കും. നമുക്ക് ഈ കവിത പോലും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താക്കും? ഫേവറായിട്ട് മാർക്ക് വാങ്ങാനുള്ള ഒരു ട്രിക്കാണ് ഗൈസ്. യെസ്, വാല്യുവേഷൻ ചെയ്യുന്ന ആള് മൈൻഡ് തിരിച്ചു കളയാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ദ 8 മാർക്ക് ഈസ് യോഴ്സ്. സെറ്റാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോജി ഇട്ടേടാ. ഇമോജി ഇട്ടേടാ. ഇതിൻ്റെ ഒക്കെ മൊത്തം ഡീറ്റെയിൽസ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ ജോയിൻ ചെയ്യുക. പവറാക്കുക. യെസ്, മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയും നമുക്ക് ലൈവ് ഉണ്ട്. നമ്മൾ പവറായിരിക്കും, സെറ്റായിരിക്കും. ഇൻ കേസ് ആരെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ മറന്നു വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ഇമോജിട്ട് പവറാക്കിയിട്ട് ഫോട്ടോ എടുത്ത് കമൻറ്റ് ബോക്സ് ചാതരണേ. സെറ്റ് സാധനം മനസ്സിലായി. നമുക്ക് NFK നാസർ സാറിനെ വിളിക്കാം, നാച്ചു സാറിനെ വിളിക്കാം. നാച്ചു സാർ ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ആവുകയില്ല. വി നീഡ് നാച്ചു സാർ. കമോൺ നാച്ചു സാർ, കമോൺ. യെസ് 8 മാർക്ക് കിട്ടില്ലടാ. പവറല്ലേ? യെസ്,
ഓക്കെ, സാർക്ക് തൊണ്ടവേദനയായിട്ട് സാറ് പോയി എന്നാണ് പറയുന്നത്. യെസ്, തൊണ്ടവേദനയാണ് പാവം. ഓക്കെ, നാളെ രാവിലെ സെറ്റ് ആക്കുമായിരിക്കും, ഫേവർ ആക്കുമായിരിക്കും. ഓക്കെ, യെസ് യെസ് യെസ്, കമ്മ്യൂണിറ്റി സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ഒരാൾ, ഇത്രയും ആൾക്കാർ കണ്ടിട്ടും ഇനിയും ലൈക്ക് അടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി വരും. യെസ്, ഫേവർ ആക്കുക. യെസ് 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 യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു എവറിബഡി. ഓക്കെ, യെസ്. എത്ര പേജ് എഴുതണം എന്നല്ലേ? 2 പേജ്. ഓരോ മാർക്കിനും എത്ര പേജ് എഴുതണം എന്നുള്ളത് യെസ് നമ്മൾ എന്താക്കും, ബുക്കിലാണ് നിങ്ങൾ എത്ര പേജ് എഴുതണം. അത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോളേജ് നോട്ട് ഉണ്ടാവും, ചെറിയ നോട്ട് ഉണ്ടാവും. യെസ്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. അതായത് സാധാരണ ഒരു പേജ് ആണെങ്കിൽ, നമ്മളെ ആൻസർ ഷീറ്റ് ആണെങ്കിൽ ഒരു പേജിൻ്റെ ഒരു ഭാഗം. ഓക്കെ, A4 സൈസ് ആണെങ്കിൽ, A4ൻ്റെ ആ ഒരു സൈസ് ആണെങ്കിൽ. പേരറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പറയണം. മൈ നെയിം ഈസ് ജംഷാദ് അലി വെണ്ണക്കോട് ആൻഡ് യു ഗൈസ് ക്യാൻ കോൾ മീ JD. ഓക്കെ, സെറ്റ് അല്ലേടാ? യെസ്, താങ്ക് യു. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് ലൈവിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആക്ച്വലി പോം കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി, അപ്രീസിയേഷൻ നമ്മൾ സെറ്റാക്കി. ഡീറ്റെയിൽസ് എന്താക്കുക, കമൻറ്റിൽ ഇടണം കേട്ടോ. എന്താണ് ക്ലാസ്? നാച്ചു സാറും അടിപൊളിയായിട്ട് കിടുവായിട്ട് ക്ലാസ് എടുത്തിരുന്നു. ഇവൺ തൊണ്ടയ്ക്ക് വയ്യാഞ്ഞിട്ട് പോലും എൻ്റെതും ചെറുതായിട്ട് പോയിട്ടുണ്ട്, സെറ്റ് ആവുമായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താക്കണം, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? കംപ്ലീറ്റ് സംഭവം നമ്മൾ തരും, എന്നാലും നിങ്ങൾക്ക് ഏതിലാണ്, ഏത് ചാപ്റ്ററാണ്, ഏത് കോൺസെപ്റ്റാണ് പ്രോപ്പറായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്താക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ആണോ? കമൻറ്റ് ചെയ്യാൻ മറന്നു വെറുതെ. ഈ ഒരു ലൈവ് കഴിഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്യേണ്ടത്, ഇപ്പോഴല്ല. വാട്സപ്പ് നമ്മൾ സെറ്റാക്കാം, വാട്സപ്പ് കമ്മ്യൂണിറ്റി സെറ്റാക്കാം. ഓക്കെ. ടെക്സ്റ്റ് വായിക്കൽ മസ്റ്റ് ആണോ? ടെക്സ്റ്റ് വായിക്കൽ മസ്റ്റ് ആണ്. ടെക്സ്റ്റ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു കവിത കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഒരൊറ്റ ഐഡിയ പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്രീസിയേഷൻ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചിരും. മാച്ച് സാർത്തുണ്ട്. അപ്രീസിയേഷൻ നോട്ട് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം, അതായത് ഒരു ചാപ്റ്ററിൻ്റെ അപ്രീസിയേഷൻ വായിക്കുക, എന്നിട്ട് കവിത വായിച്ചിട്ട് മനസ്സിലാവുണ്ടോ നോക്കുക. ദെൻ യു ഗൈസ് ആർ റെഡി. അത് വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ റെഡിയാണ്, നിങ്ങൾ അപ്രീസിയേഷൻ സെറ്റാണ്. അതായത് അപ്രീസിയേഷൻ വായിച്ചതിന് ശേഷം കവിത വായിച്ചിട്ട് സംഭവം മനസ്സിലാവുണ്ടെങ്കിൽ സെറ്റ്. അതുപോലെ ഓരോ ചാപ്റ്ററും ജസ്റ്റ് ഒരു വട്ടം വായിച്ചു നോക്കുക. സമ്മറി കിട്ടുകയാണെങ്കിൽ സമ്മറി വായിച്ചതിന് ശേഷം, സമ്മറി വായിച്ചിട്ട് സംഭവം ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ ബെറ്റർ. ഓക്കെ, സെറ്റാക്കാം. ഓക്കെ. ഇനി എന്താ സർ, അപ്രീസിയേഷൻ പ്രെഡിക്റ്റ് ചെയ്യുമോ? അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നാലും നമ്മൾ എന്താക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മൊത്തം നോക്കിയിട്ട് ഒന്നുകൂടി റെഫർ ചെയ്ത്, നമ്മൾ ഓൾറെഡി റെഫർ ചെയ്തിട്ടാണ് എന്താക്കാറുള്ളത്, ഓൾറെഡി നമ്മൾ ലൈവിലൊക്കെ കയറാറുള്ളത്. ഒന്നുകൂടി 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള അപ്രീസിയേഷൻ നെക്സ്റ്റ് ലൈവിൽ നമ്മൾ എന്താക്കാം, പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, പ്രസിസ് വേണം, സെറ്റാക്കാം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫുള്ളായി പറഞ്ഞിട്ടുണ്ട്, സെറ്റാക്കാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ലൈവ് എൻഡ് ആയത് കഴിഞ്ഞിട്ട് പറയണേ. അതുപോലെ തന്നെ ഓരോ മാർക്കിന് എത്ര എഴുതാന്നുള്ളതൊക്കെ നെക്സ്റ്റ് ലൈവിൽ പറയും. ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോഴല്ല, ലൈവ് എൻഡ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞ കമൻറ്റ് ബോക്സ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. യെസ്, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യട്ടോ, മറന്നുവല്ലേ, ലൈക്ക് ചെയ്യാൻ മറന്നുവല്ലേ. വൈൻഡപ്പ് ചെയ്യാണ്. യെസ്, ലെറ്റ്സ് സീ another class with another session. It was really an amazing team, amazing class. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വെറുതെ ആൾക്കാരുണ്ടെങ്കിൽ. നാളെയും മറ്റന്നാളൊക്കെ ലൈവ് ഉണ്ട്, ഇനി വരുന്ന ദിവസങ്ങൾ ലൈവ് ഉണ്ട്, സെറ്റാക്കണം. ഓക്കെ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ മെൻഷൻ ചെയ്യാം. യെസ്, മൗസ് എവിടെ ഗൈസ്, മൗസ്. ഓക്കെ, ലെറ്റ്സ് സീ another class with another session. Thank you. Love you all. Okay, let's see.